രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. കോമളം കൂജയൻ വേണം ശ്യാമളവയങ്കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യേ ച തസ്യേ ജനകാത്മജായ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യാം നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം നമൗമി തുഞ്ചത്തെഴുമാര്യപാദം. നമഃ പാർവതീപദേ ഹര ഹര മഹാദേവ. വാഗർത്താവിവ സംപൃക്തോ വാഗർത്തപ്രതിപത്തയേ ജഗതപിതരോ വന്ദേ പാർവതീ പരമേശ്വരോ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഭക്തജനങ്ങളെ, പുണ്യപ്രദമായ ഈ കർക്കിടമാസത്തിൽ നമ്മൾ രാമായണം കേട്ട് മനസ്സും ശരീരവും ബുദ്ധിയും ശുദ്ധമാക്കാൻ ആണ് എത്തിപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു, അധ്യാത്മരാമായണത്തിൻ്റെ ആമുഖമായി പറഞ്ഞിട്ടുള്ള തത്വം എന്താണ്? പുരാരി ഗിരിസംബോധ അല്ലേ. മറ്റത് രാമാർണവ സംഗത അധ്യാത്മരാമ ഗംഗേയം പുനാദി ഭുവനത്രയം. പുരാരി എന്ന് പറഞ്ഞാൽ പുരന്മാരെ ത്രിപുരന്മാരെ വധിച്ച മഹാദേവനാകുന്ന ഗിരിശൃംഗത്തിൽ നിന്നും ഉത്ഭവിച്ച് ശ്രീരാമചന്ദ്രസ്വാമിയാകുന്ന സമുദ്രത്തിൽ സംഗമിച്ച് നമ്മയൊക്കെ പുണ്യമാക്കുന്ന അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി, അതായത് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും ശുദ്ധമാക്കുന്നു. അങ്ങനെ ശുദ്ധമായ മനസ്സിൽ മാത്രമാണ് യഥാർത്ഥ ഭക്തി ഉണ്ടാകൂ. ആ ഭക്തി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ജ്ഞാനം ലഭിക്കുള്ളൂ, ആത്മജ്ഞാനം. ആ ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിരക്തി ഉണ്ടാകൂ, വൈരാഗ്യമുണ്ടാകൂ. എപ്പോൾ നമ്മൾ പ്രപഞ്ച ഉപഭോഗ വസ്തുക്കളോട് അനാസക്തി കാണിക്കുന്നുവോ അപ്പോൾ മാത്രമാണ് നമുക്ക് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ സമ്പാദിക്കാൻ സാധിക്കൂ. ആ വൈരാഗ്യമുണ്ടായാലാണ് നമുക്ക് മോക്ഷം. മോഹം ക്ഷയിക്കുമ്പോഴാണെന്ത്? മോക്ഷം. അപ്പം അതിന് നമുക്ക് സാധിക്കാറില്ല. കാരണം ആ പ്രകൃതിയുടെ സ്വാധീനം നമ്മളിൽ അത്രത്തോളമാണ്. അത് നമ്മൾ ഏറെക്കുറെ ഇപ്പോൾ അഹല്യയുടെ സ്തുതിയിലൂടെ കണ്ടു അല്ലേ. ആത്മസമർപ്പണത്തിൻ്റെ സ്തുതിയാണ് ആരുടേത്? അഹല്യയുടേത്. തനിക്ക് ലഭിക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഭഗവാനെ അങ്ങയിലൂടെ എനിക്ക് സാധിച്ചത്. അങ്ങയുടെ പാദസ്പർശത്താൽ എനിക്ക് എൻ്റെ പാപങ്ങളെല്ലാം ഇല്ലാതാക്കി ഇതാ മോക്ഷദായകമായ മാർഗത്തിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞ് ഭഗവാനെ പ്രദർശനം ചെയ്ത് അപ്പോഴേക്ക് അവിടെ ഗൗതമൻ എത്തുന്നു. ഗൗതമൻ്റെ കൂടെ എവിടേക്ക് പോയി? ഹിമാലയത്തിലേക്ക് വീണ്ടും അവർ തപസ്സിനായി പോകുന്നു. അത് കഴിഞ്ഞ് ഇതായിരുന്നു വിശ്വാമിത്രൻ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴുള്ള ഉദ്ദേശം. യാഗരക്ഷയായിരുന്നു അല്ലേ. അപ്പോൾ ഋഷികളൊക്കെ ആരാണ്? കവികളൊക്കെ ഋഷികളാണ്. ഋഷിതുല്യരായിട്ടുള്ളവരായിരിക്കും കവികളെന്നാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ക്രാന്തദർശിത്വമുണ്ട്. എന്താ ഈ ക്രാന്തദർശിത്വം? നമുക്ക് ഇന്നും കാണാനുള്ള കഴിവേ ഉള്ളൂ. നാളത്തെ കാര്യം പറയാൻ പറ്റുമോ? ഋഷികളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ കാര്യവും അവർക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു,
അച്ഛനോട് കൊടുത്തിരിക്കുന്ന വാക്ക്, ദശരഥ മഹാരാജാവിനോട് കൊടുത്തിരിക്കുന്ന വാക്കെന്താണ്? കുട്ടികളെ യാഗരക്ഷ കഴിഞ്ഞാൽ തിരിച്ചു വേഗം കൊണ്ടുവരാമെന്നാണ്. എന്നാൽ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാമെന്നാണ്. ആ മിഥിലയിൽ യാഗം നടക്കുന്നുണ്ട്. ത്രയംബകം വില്ലിനെ പൂജിക്കുന്നു. രാജാക്കന്മാർക്ക് പരമ്പരയായി കിട്ടിയിട്ടുള്ള വില്ലാണേത്? ത്രയംബകം. അതാണ് ഒരു പണമാക്കി വെച്ചിരിക്കുന്നത് സീതാ സ്വയംവരത്തിന്. അത് കുലയേറ്റുന്നവർക്ക് തൻ്റെ മകളെ സീതാദേവിയെ വിവാഹം ചെയ്തു കൊടുക്കാം എന്നാണ്. പല രാജാക്കന്മാരും ശ്രമിച്ചു പരാജയപ്പെട്ടു. രാവണൻ തന്നെ വന്നു, അദ്ദേഹത്തിനും അത് കുലയേറ്റാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതപ്പോഴാണ് പറയുന്നത് വിശ്വാമിത്രൻ, നമുക്ക് അവിടെ മിഥിലാപുരി വരെ ഒന്ന് പോകാം. എന്താണ് മിഥിലാപുരിക്കുള്ള സൗഷ്ഠവം? മിഥില മഥനം ചെയ്തുണ്ടായ രാജാവിൻ്റെ കൊട്ടാരമാണ്. മഥനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മഥനത്തിൽ നിന്നാണ് മിഥില ഉണ്ടായി. ഇവിടെ എന്താണ് മഥനം ചെയ്തപ്പെട്ടത് എന്നാ പറഞ്ഞ്? നിമി രാജാവിൻ്റെ ശരീരം. നിമി രാജാവിൻ്റെ ശരീരം കടഞ്ഞിട്ടാണ് ജനകനുണ്ടായത്. അതപ്പോൾ ആരുടെ കൊട്ടാരമാണ്? ജനക മഹാരാജാവിൻ്റെ കൊട്ടാരമാണ്. ജനക മഹാരാജാവ് അസാധാരണമായ മഹത്വത്തിൻ്റെ ഉടമയാണ്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ഭാഗവത ധർമ്മം അറിയുന്ന 12 പേരേ ഉള്ളൂ. അതിൽ ഒരാളാണ് ആര്? ജനക മഹാരാജാവ്. ജനകനെ വേദവ്യാസൻ തൻ്റെ പുത്രനായിട്ടുള്ള ശ്രീശുകനെ എല്ലാം പഠിപ്പിച്ചു. അദ്ദേഹം ഇനി അതിൽ എന്തെങ്കിലും സംശയമോ പിഴവോ ഉണ്ടെങ്കിൽ തിരുത്താൻ എവിടേക്കാണ് പറഞ്ഞേച്ചെന്നാ പറഞ്ഞ്? ജനകൻ്റെ സമീപത്തേക്കാണ്. അത്രയും പൂർണ്ണനാണ് ആര്? ജ്ഞാനത്തിൽ ജനകൻ. രാജാവിനെ പോലെ ഭരിക്കുകയും ഋഷിയെ പോലെ ജീവിക്കുകയും ചെയ്യുന്ന ആളാണ് ആര്? ജനകൻ. അങ്ങനെയാണ് മഹത്വത്തിൻ്റെ ദർശനം അല്ലേ? അവർക്ക് ആർഭാടമൊക്കെ കുറവായിരിക്കും, ലാളിത്യമായിരിക്കും അവരുടെ മുഖമുദ്ര. അപ്പം അങ്ങനെയുള്ള ആ ജനകനാണ് ഇപ്പം മിഥിലയിലുള്ളത്. വിദേഹ രാജാവ് എന്ന് പറയും, മിഥില രാജാവ് എന്ന് പറയും, ജനക മഹാരാജാവ് എന്ന് പറയും. ഇതിനൊക്കെ അർത്ഥമുണ്ട്. വിദേഹനായത് എങ്ങനെയാണ്? നിമി ചക്രവർത്തി ഒരിക്കൽ യാഗം ചെയ്യാൻ തീരുമാനിക്കുക. ആ യാഗത്തിൽ ഗുരു ആയി വെച്ചതാരെ? വസിഷ്ഠനെയാണ്. പക്ഷേ വസിഷ്ഠൻ അപ്പോഴേക്ക് ദേവലോകത്തൊരു യജ്ഞത്തിന് വാക്ക് കൊടുത്തിരുന്നു. അങ്ങനെയാണല്ലോ, ചില ആചാര്യന്മാർക്ക് വലിയ തിരക്കാവും. അപ്പോൾ അദ്ദേഹം വസിഷ്ഠൻ പറഞ്ഞു, ദേവലോകത്ത് ഞാൻ ആദ്യം പറഞ്ഞതായിരുന്നു, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ വരാം, വേഗം വരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് നിമി ചക്രവർത്തിക്ക് അത്ര സ്വീകാര്യമായില്ല. വസിഷ്ഠൻ പോയി അദ്ദേഹം മറ്റൊരാളെ വെച്ച് യാഗം നടത്തി. യാഗം കഴിഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി വരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. കാരണം ഋഷിമാരുടെ കോപം അങ്ങനെയാണല്ലേ, നിഗ്രഹാനുഗ്രഹ ശക്തികളൊക്കെ ഉള്ളവരാണ് അവർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അനാദരിക്കുകയല്ലേ ചെയ്തത്, അങ്ങയുടെ അഹങ്കാരത്തിന് തക്ക ശിക്ഷ കിട്ടിയേ പറ്റൂ. അങ്ങ് അവിടെ ഉടൽ നിലത്ത് വീണു പോകട്ടെ എന്നാ, ശരീരം വീണു പോകട്ടെ എന്നാ ശപിച്ചത്. നിമി ചക്രവർത്തിക്ക് അതത്ര സ്വീകാര്യമായില്ല. നിമി അങ്ങോട്ടും ശപിച്ചു, അങ്ങയുടെ ശരീരവും ഉടലും വീണു പോകട്ടെ. അപ്പം രണ്ടാളും എന്തായി? ശരീരമില്ലാത്തവരായി. അപ്പോൾ അവർ വലിയ വിഷമമായി. അവസാനം വസിഷ്ഠന് ഉർവശിയിലൂടെ വീണ്ടും ജന്മം കിട്ടുന്നുണ്ട്. മിത്രാവരുണന്മാരുടെ ഭാര്യയായി ഉർവശി കുറച്ചു കാലം കഴിയുന്നുണ്ട്. അവരിലൂടെ വസിഷ്ഠൻ വീണ്ടും എന്ത് ചെയ്യുന്നു? പുനർജനിക്കുന്നു. നിമിയോട് പറഞ്ഞു ഋഷികൾ, അങ്ങേക്കും ശരീരം വീണ്ടെടുക്കാനുള്ള അനുഗ്രഹം തരാം, പക്ഷേ എനിക്കിനി അത് ആവശ്യമില്ല എന്ന്. ഒരിക്കൽ ജീവിച്ച് മനസ്സിലായിട്ടുള്ള ആളുകളൊന്നും വീണ്ടും ജനിക്കണമെന്ന് പറയില്ല അല്ലേ? കാരണം വീണ്ടും നമ്മുടെ മനസ്സ് ഈ ഉപഭോഗ വസ്തുക്കളിൽ ഉണ്ടെങ്കിലാണ് മതിയായില്ല, ഇനി അടുത്ത ജന്മത്ത് എന്ന് പറഞ്ഞ മാതിരി അല്ലേ, അടുത്ത ജന്മത്ത് കിട്ടും. അങ്ങനെയൊക്കെ വിചാരിച്ച് പോയാൽ പിന്നെ റെഡിയാണ് എന്ത് ഇങ്ങോട്ട് വരണം എന്നുള്ളത്. അപ്പോൾ ഭഗവത് പാദങ്ങളിൽ ചേരണേ എന്നേ നമ്മൾ ആഗ്രഹിക്കാവൂ. കാരണം ജനമരണ സ്വരൂപമായിട്ടുള്ള സംസാരത്തിൻ്റെ ദുഃഖത്തിൽ നിന്നും എന്നേക്കും കരകയറുക എന്നതാണ് ഒരു മോക്ഷാർത്ഥി ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിമി പറഞ്ഞതൊക്കെ മനസ്സിലാക്കി നിമി പറഞ്ഞു, എന്ത്, എനിക്കിനി ശരീരം വേണ്ട, ഞാൻ ശരീരമില്ലാതെ അധിവസിച്ചോളാം. അതെവിടെ ഇരിക്കാൻ പറ്റുക? ജീവജാലങ്ങളുടെ കണ്ണിലെ ഇമയായിട്ടാണ് പിന്നെ നിമി അധിവസിക്കുന്നത്. നമ്മളൊക്കെ ഈ കണ്ണൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഇമയുടെ പ്രവർത്തന സ്വാധീനം കൊണ്ടാണ്.
അപ്പോൾ അതിലാണ് നിമി ചക്രവർത്തി ഇരിക്കുന്നതെന്നാണ്. നിമിയുടെ ശരീരം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തു ചെയ്തു? ഹൃത്തിക്കുകൾ എല്ലാവരും കൂടി ആ ശരീരത്തെ അങ്ങ് കടഞ്ഞു. ആ കടഞ്ഞതിൽ നിന്നുണ്ടായ രാജാവാണ് ആര്? ജനകൻ. അപ്പോൾ മഹത്വമാണ് ജനകൻ്റെ എല്ലാ കാര്യത്തിലും. പിന്നെ ഭാഗവത ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന 12 പേരാണെന്ന് പറഞ്ഞ് അറിയുന്നവർ. എന്താ ഈ ഭാഗവത ധർമ്മം? അതാണ് നമ്മളിവിടെ ദിവസവും ചെല്ലുന്ന എന്ത്? കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കായേന, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭഗവാന്റെ ഇഷ്ടത്തിനായി തീരണമേ. ഇത് അറിഞ്ഞ് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവരെയാണ് എന്ത് പറയുക? ഭാഗവത ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർ. ആരൊക്കെയത്? സ്വയംഭൂ, നാരദ, ശംഭു. സ്വയംഭൂ ആരാ? ബ്രഹ്മാവ്. പിന്നെ ആരാണ്? നാരദൻ. മൂന്നാമത്തെ ആളാരാണ്? ശംഭു. ശംഭു ആരാ? മഹാദേവൻ. കുമാര കപിലോ മനു. കുമാരൻ, സനൽകുമാരന്മാർ. പിന്നെ കപില വാസുദേവൻ. പിന്നെ മനു, സ്വയംഭൂ മനു. പിന്നെ ആരാണ്? ഭീഷ്മര്. പിന്നെ എന്താ ഇദ്ദേഹം മഹാബലി, പ്രഹ്ലാദോ, ഭീഷ്മോ, ജനക. ഭീഷ്മാചാര്യൻ, ജനകരാജാവ്. പിന്നെ വയ്യാസകീർ വയം. വയ്യാസകീർ എന്ന് പറഞ്ഞത് പറയുന്നത് ആരാ അറിയോ? യമനാണ്. യമൻ്റെ അജാമിളോപാഖ്യാനം വായിച്ചിട്ടുണ്ടാവും അല്ലേ? അജാമിളാഖ്യാനത്തിൽ അജാമിളൻ്റെ ജീവനെ കൊണ്ടുവരാൻ പറ്റിയില്ല. എന്താ കാരണം? മകന് നാരായണൻ എന്ന് പേരിട്ടതുകൊണ്ട് മരണസമയത്ത് നാരായണൻ യമദൂതന്മാരെ കണ്ട് ഭയപ്പെടുമോ എന്ന് കരുതി വിളിച്ചു അദ്ദേഹം എന്ത്? നാരായണ നാരായണ, അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അകത്തി വരുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ നാരായണ എന്നുള്ള ജപം എവിടേക്ക് കേട്ടു? ആരും കേട്ടില്ല, കുട്ടിയും കേട്ടില്ല. പക്ഷെ കേൾക്കേണ്ടോടത്തേക്ക് കേട്ടു. ഏതാണത്? വൈകുണ്ഠത്തിൽ കേട്ടു. തൻ്റെ ഭക്തൻ എന്തോ ആവശ്യത്തിന് തന്നെ വിളിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി ഭഗവാൻ അവിടുന്ന് പുറപ്പെടുകയാണ്. ഭഗവാൻ അങ്ങനെയാണ്. ആരാണ്? ആർത്തത്രാണ പരായണനാണ്. ദുഃഖിതരുടെ ദുഃഖമില്ലാതാക്കുന്ന ആളാണ് ആര്? ഭഗവാൻ. അഹം ഭക്തപരാധീന, ഞാൻ ഭക്തന്മാർക്ക് പരാധീനനാണ്, അടിമപ്പെട്ടവനാണ്. ഭക്തൻ്റെ ഓരോ കാൽവെയ്പ്പിലും കൂടെ നടക്കുന്നതാണ് ഭഗവാന്റെ ധർമ്മം എന്നാണ് പറയണം. അപ്പോൾ നമ്മൾ യഥാവിധി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ, സ്വാധീനിച്ചാൽ ആ ഭഗവാൻ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. ഒക്കെ പറയുന്നുണ്ട്, എനിക്കെൻ്റെ ലക്ഷ്മി ദേവിയേക്കാളും ഞാൻ സഹിക്കുന്ന അനന്തനേക്കാളും എൻ്റെ നാഭീപത്മത്തിലുണ്ടായിട്ടുള്ള ബ്രഹ്മാവിനേക്കാളും എനിക്കാരോടാണ് ഇഷ്ടം? ഭക്തനോടാണ്. ആ ഭക്തിയോഗം ഭഗവത്ഗീത വായിച്ചാൽ വ്യക്തമായി മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ യമദൂതന്മാരെ പറഞ്ഞയച്ചു. നാരായണ എന്ന് വിളിച്ചത് കൊണ്ട് സമീപിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവിടെ യമദൂതന്മാർ വരികയാണ്, വിഷ്ണു പാർഷദന്മാർ വരികയാണ്. വിഷ്ണു പാർഷദന്മാരുടെ മുമ്പിൽ യമദൂതന്മാർ പരാജയപ്പെട്ടു. അവർ തിരിച്ചുപോയി. അപ്പോഴാണ് ചോദിക്കുന്നത്, എവിടെ കൊണ്ടുവരാൻ പറഞ്ഞ ആളുടെ ജീവൻ എവിടെയെന്ന്. അജാമിളൻ അധാർമിക ജീവിതം നയിച്ച ആളാണ് അല്ലേ? പക്ഷേ അവസാന നിമിഷത്തിൽ മരണവും കാത്തു കിടക്കുന്ന ആള് ഇങ്ങനൊരു കാര്യം. അപ്പോൾ കുട്ടികൾക്ക് പേരിടുമ്പോൾ പഴയ ആളുകളൊക്കെ കുറച്ച് ആലോചിച്ചായിരുന്നു. എല്ലാവർക്കും ഈശ്വരനാമ കൊടുക്കുക അല്ലേ? രുക്മിണി, സത്യഭാമ, ദേവയാനി, അങ്ങനെയുള്ള പേരുകൾ ഇട്ട് പോകും. എന്തുകൊണ്ടാണ്? 6 പറഞ്ഞാൽ 100 വലിക്കുന്നാണ് ശാസ്ത്രം. ഒരു കാര്യം നമ്മൾ 6 പ്രാവശ്യം പറഞ്ഞാൽ 100 പ്രാവശ്യം പറഞ്ഞാൽ എന്തുണ്ടാവും? ഇത്രേ 6 ഫലം കിട്ടുന്ന. അപ്പോൾ ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കി ആയുഷ്കാലം മുഴുവൻ ഭഗവാന്റെ പേര് ഗംഗാധര എന്ന് വിളിച്ചാൽ ആ ഗംഗാധരൻ യഥാർത്ഥത്തിൽ ചിലപ്പോൾ എന്തു ചെയ്യും? ഒരു ഫലസിദ്ധിയുമായി നമുക്ക് തരും. അപ്പോൾ ഇതൊക്കെ പണ്ട് അറിയാമായിരുന്നു. എന്നാൽ ഇന്നോ 2 അക്ഷരം ചേരുക മാത്രമേ വേണ്ടൂ അല്ലേ? ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു പണ്ട്. അച്ഛൻ കുമാരനാണ്, അമ്മ രുക്മിണിയാണ്. കുട്ടിക്ക് എന്താ പേരുണ്ടെന്ന് നിശ്ചയമില്ല, 2 അക്ഷരം വരാനും പാടും. അപ്പം എന്താ ചെയ്യുക? പേരിട്ട കുട്ടിക്ക് കുരു, അത്രേ വേണ്ടൂ. ആധുനികവൽക്കരിക്കണം, അത്രേ വേണ്ടൂ അല്ലേ? പുതുമ അതിൽ അർത്ഥമൊന്നും വേണ്ട. നിഷാദ് അല്ലേ? പേരുണ്ട്, എത്രയെങ്കിലും ഉണ്ട്. നിഷാദ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പം അതുകൊണ്ട് നിഷാദ് പറഞ്ഞ എന്താ അർത്ഥം? മാ നിഷാദ, അരുതേ കാട്ടാളാ.
മാ നിഷാദ പ്രതിഷ്ഠാത്വം തമഗമ ശാശ്വതീ സമായത്രൗഞ്ചമിതനാദേഹം അവധി കാമമോഹിതം മാ നിഷാദ പ്രതിഷ്ഠാത്വം അഗമത് അല്ലേ. അപ്പോൾ ഇവിടെ അരുത് കാട്ടാള എന്നാണ്, കാട്ടാളെന്നാണ് നിഷാദ് അല്ലേ. കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ജീവിതകാലം മുഴുവൻ വിളിക്കുന്നത് എന്താ? കാട്ടാള കാട്ടാള എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മളിൽ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഒരു എനർജി കിട്ടുന്നുണ്ട്, നമ്മുടെ പേരിനായാലും നമ്മുടെ പെരുമാറ്റത്തിനായാലും നമ്മുടെ കാഴ്ചപ്പാടുകൾക്കായാലും ഒക്കെ. അപ്പം അതുകൊണ്ട് ഈ നാരായണൻ എന്ന് പേരിട്ടതുകൊണ്ട് ആര് രക്ഷപ്പെട്ടു? അജാമിളൻ രക്ഷപ്പെട്ടു. അദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ്. സാരൂപ്യമുക്തിയാണ് കൊടുത്തത്. അപ്പം അങ്ങനെ ഉള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പേര് അങ്ങനെ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ യമൻ പറയുകയാണ്, നിങ്ങളിനി മേലിൽ എന്ത് ചെയ്യരുത്? വിഷ്ണു ഭക്തന്മാരുടെ സമീപത്തേക്ക് പോകരുത്. കാരണം എന്താണ്? വിഷ്ണുവിൻ്റെ കൗമോദകി എന്ന് പറയുന്ന ഗദയുടെ സ്പർശം രക്ഷ എപ്പോഴും ഭക്തന്മാർക്കുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ വരായുധങ്ങളിലെ ഒക്കെ അനുഗ്രഹം ഇല്ലേ. അംബരീഷന് എന്തിൻ്റെ രക്ഷയായിരുന്നു? ചക്രായുധം. അംബരീഷനെ ദുർവാസാവ് പരീക്ഷിക്കാൻ പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തുനിന്ന് ചക്രായുധം ആവിർഭവിച്ചു. അപ്പോൾ ഭഗവാൻ നേരിട്ട് വന്ന് രക്ഷിച്ചു കൊണ്ടുപോകല്ല, ഭഗവത് ഭക്തന്മാർക്ക് ആപത്ത് വരുമ്പോൾ അതിനെ ഇല്ലാതാക്കി നമ്മളെ സുരക്ഷയാക്കുകയാണ് ഭഗവാൻ ചെയ്യുന്ന ധർമ്മം. അപ്പം അങ്ങനെയുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ യമൻ പറയേണ്ട വയ്യാസകീർ വയം. വയ്യാസകി ആരാ? ശ്രീശുകൻ. വയം പിന്നെ ഞാനും. ഈ 12 പേർക്കും എന്തില്ല? അവർ ഭാഗവതധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്നവരാണ്. അപ്പം അതിലൊരാളാണ് ആരിവിടെ? ജനകൻ. അപ്പം ജനകൻ അറിയാത്ത ഒന്നുമില്ല. ജനകൻ്റെ ലാളിത്യം വളരെ സുപ്രസിദ്ധവുമാണ്. അതാ ഞാൻ പറഞ്ഞ, രാജാവിനെ പോലെ ഭരിക്കുകയും ചെയ്യും, ഋഷിയെ പോലെ ജീവിക്കുകയും ചെയ്യുന്ന ആളാണ്. അവിടെ തന്നെ ആര് വരുള്ളൂ? യോഗമായ ശക്തി അവിടെയാണ് കിട്ടുന്നത് അല്ലേ. ജനകൻ്റെ ഔരസപുത്രിയല്ല ആര്? സീത. സീത ആരാണ്? വളർത്തുമകളാണ്. ഇതിനൊക്കെ പിന്നെ കുറേ തത്വങ്ങളും കഥകളുമുണ്ട്. സീത പൂർവ്വ കൃതയുഗത്തിലും സീതയുണ്ടായിരുന്നു. ആരായിട്ടാ? വേദവതിയായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. കുശധ്വജൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ്റെ പുത്രിയാണ്. കുശധ്വജന് മക്കളുണ്ടായിരുന്നില്ല. അദ്ദേഹം മഹാദേവനോട് സങ്കടം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, 10,000 വട്ടം ഓംകാരം ഒരു ദിവസം ഉരുവിട. ഓം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രണവ മന്ത്രമാണ് അല്ലേ. അകാര ഉകാരം അകാരങ്ങൾ ചേരുന്നതാണ് ഓം. അത് ബ്രഹ്മമാണ്. അപ്പം ബ്രഹ്മത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഏതൊരു മന്ത്രത്തിൻ്റെ മുമ്പിലും എന്തുണ്ടാവും? ഓം അല്ലേ. ഈ മന്ത്രം 10,000 വട്ടം ഒരു ദിവസം ഉരുവിടണം. മനസ്സിലാക്കേണ്ട കാര്യം എന്താ? നമ്മൾ വിചാരിക്കും ഈസി ആയിട്ട് നമുക്ക് എല്ലാം കിട്ടുന്നതാണ്. കിട്ടില്ല. എപ്പോഴേ കിട്ടുള്ളൂ? ത്യാഗമെന്നതേ നേട്ടം. ത്യാഗപ്പെട്ടാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? എന്തും നേടാൻ കഴിയും. കുറച്ചൊക്കെ പണിയെടുത്താൽ തോന്നോ ഇതന്നെ ധാരാളമാണ് അല്ലേ. അങ്ങനെ ആ മഹർഷിമാരുടെ കാര്യം വെച്ച് നോക്കൂ. അവർക്ക് സുഖം എന്തൊന്നുമില്ല. തപസ്സാണ്. ഭഗവാനെ ഏകാഗ്രമാക്കിയുള്ള തപസ്സാണ്. ഭഗവാന്റെ രൂപം അവരുടെ ഉള്ളിൽ എപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കണ്ഡേയ മഹർഷിയുടെ മുന്നിൽ നരനാരായണന്മാർ ചെന്നു. ഇദ്ദേഹം കണ്ണും തുറക്കുന്നില്ല. അത്ര ഏകാന്തമായ തപസ്സാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ 2 പേരും നിൽക്കുന്നത് കാണുക. തൻ്റെ ആശ്രമത്തിൻ്റെ മുറ്റത്ത് ഇവർ 2 പേരും വന്ന് നിൽക്കുന്നതും പിന്നീട് ശിവപാർവതിമാർ വരുന്നുണ്ട്. അവരൊക്കെ വന്ന് നിൽക്കുന്നത് എങ്ങനെയാണ് മാർക്കണ്ഡേയം കണ്ടത്? ഉള്ളിൽ കണ്ടു. കണ്ണി മുഴിച്ചു നോക്കിയപ്പോൾ അത് അവർ മുറ്റത്ത് നിൽക്കുന്നു. ഇതാണ് തപശക്തി. അങ്ങനെയുള്ളവർക്ക് അവരുടെ വാക്കുകൾക്ക് ദൈവികത്വമുണ്ട്. അപ്പോൾ ഇവിടെ നിമി ചക്രവർത്തി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ശരീരം കടന്ന് ജനകനായി. അപ്പോൾ ജനകനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങളുണ്ട്. ഇനി സീതയുടെ കാര്യം വരുമ്പോൾ നമുക്കൊന്ന് അനുസ്മരിക്കാം. അപ്പോൾ വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചു. വിശ്വനായകൻ തന്നോട് ഈ വണ്ണം അരുൾ ചെയ്തു. അപ്പോൾ യാഗമൊക്കെ ഭംഗിയായി നടത്തി കൊടുത്തതിൽ ആർക്ക് സന്തോഷമായി? വിശ്വാമിത്രന്. എന്നിട്ടൊരു കാര്യം കൂടി ഭഗവാനോട് നിർദ്ദേശിക്കുകയാണ്. എന്ത്? സത്വരം ചെന്നു. അവരങ്ങനെ 3 ദിവസമാണ് ഇവിടെ താമസിച്ചത്. 1 ദിവസം കാമാശ്രമത്തിൽ, 3 ദിവസം സിദ്ധാശ്രമത്തിലും. താടകയെ കൊന്ന് കാമാശ്രമത്തിൽ അവരൊരു ദിവസം നിൽക്കുന്നുണ്ട്.
പിന്നീട് ഇവിടെ യാഗമൊക്കെ ചെയ്തിട്ട് സിദ്ധാശ്രമത്തിൽ വിശ്വാമിത്രൻ്റെ ആശ്രമത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? 3 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം 4ാം ദിവസത്തെ യാത്രയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അഹല്യയെ കണ്ടതും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം അവർ ഇനി മിഥിലയിലേക്ക് പോകുക എന്ന് പറഞ്ഞ് ഗംഗാനദിയുടെ തീരത്തെത്തുകയാണ്. ആ ഗംഗാനദി തീരത്തെത്തി. അപ്പോൾ അദ്ദേഹം പറയുന്നു, സത്വരം ഗംഗയും കടന്നവർ ചെന്നോ മിഥിലാപുരമകം പൊക്കോ മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ. അങ്ങനെ തോണി വന്നങ്ങനെ നിന്നു. എല്ലാവരും കയറുകയാണ്. ലക്ഷ്മണനും വിശ്വാമിത്രനും കയറി. ശ്രീരാമചന്ദ്രനോട് കയറാൻ നോക്കിയപ്പോൾ തോണിക്കാരൻ പറഞ്ഞു, നിൽക്കും കയറാൻ വരട്ടെ എന്ന്. അതെന്താണെന്നാണ് ശ്രീരാമചന്ദ്രൻ ചോദിക്കുന്നത്. എനിക്ക് കുറച്ച് ഭയമുണ്ട്. അങ്ങയുടെ പാദങ്ങളിലുള്ള ആ പൊടികളുണ്ടല്ലോ, രേണുക്കൾ, അത് തട്ടിയാൽ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ഒരു സ്ത്രീ ആവുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങയുടെ പാദസ്പർശം കൊണ്ട് പാദത്തിലെ ആ പൊടിയുടെ അംശം മതി, അത് തട്ടിയാൽ എന്താവുന്ന പറഞ്ഞ് ഈ പ്രദേശത്ത് മുഴുവൻ കേൾക്കുന്ന കാര്യമാണ്. എന്ത് തൊട്ടതെല്ലാം പൊന്നാവുക എന്ന് പറയും ചിലരല്ലേ. ഇവിടെ തൊട്ടത് ശ്രീരാമചന്ദ്രസ്വാമി തൊട്ടപ്പോൾ എന്തായത്? ഒരു സ്ത്രീരത്നായി മാറി. എന്ത്? ശില തൊട്ടപ്പോൾ. എൻ്റെ ഈ തോണി എന്ന് പറയുന്നത് എന്താണ്? അതൊരു സ്ഥാവരജംഗമ വസ്തുവിൽ പെട്ടതാണ്. അപ്പം അതുകൊണ്ട് ഒരു പക്ഷേ അങ്ങയുടെ പാദസ്പർശം ഏറ്റ് അതെങ്ങാനും ഒരു സ്ത്രീയായി തീർന്നാൽ എൻ്റെ ജീവിതം കട്ടപ്പുകയാവും. അതുകൊണ്ട് ഞാൻ ആ പാദങ്ങൾ നന്നായി ഒന്ന് കഴുകട്ടെ എന്നാണ് പറഞ്ഞു. 2 പാദവും തോണിക്കാരൻ എന്ത് ചെയ്തു അത്രേ? കഴുകി പൊടിയൊന്നും കാലിലില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ശ്രീരാമചന്ദ്രസ്വാമിയോട് കയറാൻ പറഞ്ഞതെന്നാണ് പറഞ്ഞു. ഇത് അധ്യാത്മരാമായണത്തിലില്ല, കമ്പരാമായണത്തിൽ പറയുന്ന കാര്യം. അപ്പോൾ ഇത്രയൊക്കെ സവിശേഷതയുള്ള പാദങ്ങളാണ്. തോണിക്കാരൻ പറഞ്ഞതെന്താ? എനിക്ക് പ്രതിഫലം ഒന്നും വേണ്ട, അങ്ങയെ കടത്തി തരാം. പക്ഷെ എനിക്ക് എന്ത് വേണം? അങ്ങനെ 2 പാദങ്ങളും കഴുകി ആ പാദങ്ങളിൽ പാദധൂളികളില്ല എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം എന്നാണ്. അങ്ങനെ അവർ തോണിയാത്ര ചെയ്ത് അക്കരയിലേക്ക് എത്തുന്നു. ഭഗവത്ഗീതയിൽ ഈ ജനകരാജാവിനെ കുറിച്ച് സ്മരിക്കുന്നുണ്ട്, ഭഗവാൻ സ്മരിക്കുന്നുണ്ട്. കാരണം ഭഗവാൻ എങ്ങനെ സ്മരിച്ചാൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, യുഗങ്ങൾ പലവട്ടം ആവർത്തിക്കുന്നു. ഇതിപ്പോൾ 7ാമത്തെ മന്വന്തര എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ദ്വാപരയുഗങ്ങളും ത്രേതായുഗങ്ങളൊക്കെ അതിന് മുമ്പുണ്ടായിട്ടുണ്ട്. ശ്രീരാമന്റെ ചരിത്രം ഭഗവാൻ കൃഷ്ണനായി അവതരിച്ചത് ഏത് ദ്വാപരയുഗത്തിലാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിക്കുമ്പോൾ അത് ജനക മഹർഷിയുടെ കാര്യം പറയുന്നു. അപ്പോൾ അത്രയും മഹത്വ ഉള്ള ആളാണ്. അപ്പോൾ അതാ നോക്കുക, അങ്ങനെ ഈ 2 കുമാരന്മാരെ കൊണ്ട് അദ്ദേഹം മിഥില രാജകൊട്ടാരത്തിൻ്റെ കവാടത്തിലെത്തുകയാണ്. അപ്പോൾ ആ കുട്ടികളെയും കൊണ്ട് ചെന്നപ്പോൾ ജനകരാജാവ് അറിഞ്ഞു, ഇതാ 2 കുമാരന്മാരുമായി വിശ്വാമിത്രൻ വരുന്നുണ്ട്. വിശ്വാമിത്ര മഹർഷി വരുന്നു എന്ന് കേട്ടാൽ പിന്നെ രാജാക്കന്മാരൊന്നും ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരിക്കാറില്ല. വസിഷ്ഠനായാലും വിശ്വാമിത്രനായാലും ആരായാലും. കാരണം എന്താ? അത്ര തപോബലമാണ് അവർക്കൊക്കെ. അപ്പോൾ വിശ്വാമിത്രനും കുട്ടികളുമായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ജനക മഹാരാജാവ് ദാ കവാടത്തിലേക്ക് ഇങ്ങോട്ട് എഴുന്നള്ളുകയാണ്. അപ്പോൾ എന്താണ്? ആ മഹർഷിയുടെ കൂടെ സൂര്യചന്ദ്രന്മാരെ പോലെ ജ്വലിക്കുന്ന 2 കുമാരന്മാരാണ്. ജനകൻ ചിന്തിക്കുകയാണ്, സൂര്യചന്ദ്രന്മാരുടെ തേജസ്സുകളുള്ള കുട്ടികളാണെങ്കിൽ ഈ കുട്ടികൾ ആരായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ചിന്തിക്കുകയാണ്, നരനാരായണന്മാർ തന്നെയാണോ ഈ വന്നിരിക്കുന്നത്? നരനാരായണന്മാരാകിയ മുനികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായിതിപ്പോൾ. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് നരനാരായണന്മാരാണ്. എന്താ നരനാരായണന്മാരുടെ ചരിത്രം? ചെറിയ ചരിത്രം എന്നല്ല അല്ലേ. എന്തിനു വേണ്ടിയാണ് നരനാരായണന്മാർ ജനിച്ചത്, അവതരിച്ചത്? ഭഗവാന്റെ അവതാരങ്ങളാണ്, മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ്. ഒരേ സമയം മഹാവിഷ്ണു 2ആയി രൂപം കൊണ്ടതാണ്. എന്തിനു വേണ്ടി? സഹസ്രകവചൻ എന്ന് പറയുന്ന ഒരസുരൻ, അദ്ദേഹം നേടിയിരിക്കുന്ന വരം എന്താണെന്നറിയോ? വരബലം. അദ്ദേഹം ജനിക്കുമ്പോൾ 1000 കവചങ്ങളുണ്ട്. ആ 1000 കവചങ്ങളിൽ ഒരു കവചത്തെ ഇല്ലാതാക്കണമെങ്കിൽ ഒരാൾ 1000 കൊല്ലം യുദ്ധം ചെയ്യും വേണം, 1000 കൊല്ലം തപസ് ചെയ്യും വേണം. രണ്ടും ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം എന്തായി? ആർക്കും കൊല്ലാൻ പറ്റാതെയായി. അപ്പം മഹാവിഷ്ണു എന്ത് ചെയ്യുന്നു? 2ആയി രൂപം കൊണ്ടു. ഭഗവാൻ കൃഷ്ണൻ യജ്ഞം സ്വീകരിക്കാൻ പോകുന്നുണ്ട് അല്ലേ, ഒരേ സമയം 2ഇടത്തേക്ക്. ആ കവാടങ്ങളിൽ എത്തിയപ്പോൾ അദ്ദേഹം 2ആയി, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഋഷികളൊക്കെ 2ആയി.
അങ്ങനെ പോയിട്ട് അത് സ്വീകരിച്ചെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന്മാരുടെ ഋഷിമാരുടെ കാര്യങ്ങളൊന്നും മാനദണ്ഡം വെച്ച് നമ്മളോട് തുലനം ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായി, നരനെന്നും നാരായണനും എന്നു പേരുള്ള രണ്ട് ഋഷികളായി മാറിയാര്? മഹാവിഷ്ണു. നരൻ യുദ്ധം ചെയ്യുമ്പോൾ നാരായണൻ തപസ് ചെയ്യും, നാരായണൻ യുദ്ധം ചെയ്യുമ്പോൾ നരൻ യുദ്ധം ചെയ്യും. അങ്ങനെ തപസ് ചെയ്യുമ്പോൾ അദ്ദേഹം യുദ്ധം ചെയ്യും. അങ്ങനെ 999 കവചവും ആരിൽ നിന്നും അടർത്തി മാറ്റി? സഹസ്ര കവചനിൽ നിന്നും അടർത്തി മാറ്റി. അപ്പോഴേക്ക് ഒരു മന്വന്തരം പൂർത്തിയായി. പ്രളയജലത്തിൽ ഭൂമി മുങ്ങിപ്പോയി. ഇദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇദ്ദേഹം പോയി എന്ത് ചെയ്തു? സൂര്യദേവനിൽ ലയിച്ചു. സൂര്യദേവനിൽ ലയിച്ച അദ്ദേഹമാണ് പിന്നീട് ആരായി ജനിക്കുന്നത്? കർണനായി ജനിക്കുന്നത്. കർണൻ ജനിക്കുമ്പോൾ ശരീരത്തിൽ എന്തുണ്ട്? കവചകുണ്ടലങ്ങളുണ്ട്. കർണൻ ആരുടെ പുത്രനായിട്ടാണ് ജനിച്ചത്? കുന്തിമാതാവിൻ്റെയാണ്. ശരിക്കും സാത്വികനായി ജനിക്കേണ്ട ആളായിരുന്നില്ലേ? കർണൻ്റെ ദാനശീലത്തെക്കുറിച്ച് വളരെ പ്രഖ്യാതമാണ്. എന്നിട്ട് എന്താണ് കർണൻ ഇങ്ങനെയൊക്കെ ഒരു വിധി വന്നത് എന്ന് ചോദിച്ചാൽ പൂർവജന്മവാസന. അപ്പം നമ്മളിൽ പലപ്പോഴും പ്രവർത്തിക്കുന്നത് എന്താണ്? ഇപ്പം ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമൊന്നുമല്ല. തത്രതം ബുദ്ധി സംയോഗം ലഭതേ പൗർവദൈഹികം യതതേച്ച തതോ ഭൂയ സംസിദ്ധോ ഗുരുനന്ദന. അല്ലയോ അർജുന, കേട്ടോളൂ, നമ്മളുടെ ഈ കർമ്മവാസനകളുണ്ടല്ലോ, അതൊരു ജന്മം കൊണ്ടൊന്നും ഉണ്ടാവുന്നതും ഇല്ലാതാകുന്നതുമല്ല. അപ്പം ഈ ഒരു പക്ഷേ നമുക്ക് നല്ല കാര്യങ്ങളാവും ഇപ്പോൾ ഈ ജന്മത്തിൽ ചെയ്തുണ്ടാവുക, എന്നാലും അവർ അവസാനം ചിലപ്പോൾ വളരെ ക്ലേശമായിരിക്കും. രോഗശയ്യയിൽ കിടക്കേണ്ടി വരും. അതേപോലെ തന്നെ പക്ഷേ അവിടെ കിടക്കുമ്പോഴും മറക്കാതിരുന്നാൽ മതി ആരെ? ഭഗവാനെ. എന്താ കാരണം? തത്രതം ബുദ്ധി സംയോഗം. ഒരു ജന്മം കൊണ്ട് നമുക്കൊരു പക്ഷേ മോക്ഷപ്രാപ്തിക്ക് സാധിച്ചില്ല എങ്കിലും നമ്മളിൽ പൂർവവാസനാരൂപത്തിൽ എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ആ ഗജേന്ദ്രനായിട്ടുള്ള ആനശ്രേഷ്ഠനായിട്ടുള്ള ആര്? രാജാവ് അല്ലേ? ആ രാജാവിന് ആനയായിട്ടും ഓർമ്മ വന്നു? ആ വിഷ്ണു പൂജ ഓർമ്മ വന്നു. താൻ സദാസമയം വിഷ്ണു പൂജയും വ്യാപൃതനായിരുന്നു. ഇന്ദ്രദ്യുമ്നൻ എന്നാണ് രാജാവിൻ്റെ പേര് അല്ലേ? ആ ഇന്ദ്രദ്യുമ്നന് താൻ ചെയ്തിരുന്ന പൂജാകർമ്മങ്ങളൊക്കെ മനസ്സിൽ ഉയർന്നു വന്നു. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ആ കുളത്തിലിറങ്ങി മുതല പിടിച്ചു. മുതലയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. മുതലയും ഒരു ശാപം കിട്ടി കിടക്കുന്ന ആളാണ്. ഹൂഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവനാണ് അല്ലേ? ദേവലൻ എന്നു പേരായിട്ടുള്ളൊരു മഹർഷിയുടെ ശാപം കൊണ്ട് അവിടെ മുതലായി കിടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് അഗസ്ത്യ മഹർഷിയുടെ ശാപം കൊണ്ടാണ്. അഗസ്ത്യ മഹർഷി ഒരിക്കൽ കൊട്ടാരത്തിൽ കയറി വന്നു. പക്ഷേ ഇദ്ദേഹം പൂജയിൽ ലയിച്ചിരിക്കുക, വന്നത് കണ്ടില്ല. അപ്പം അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഒരു നിർവികാരനായിട്ട് ഇരിക്കുകയല്ലേ, ചിന്താശക്തി നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ, ഒരാനയായി പോകട്ടെ എന്ന് ശപിച്ചതാണ്. പക്ഷേ ആനയെ രക്ഷിച്ചതാരാ? വിഷ്ണു അല്ലേ? കുംഭീന്ദ്രൻ പോയി ത്രികുടാചല സരസി മുത പണ്ട് അഗസ്ത്യ ശാപാൽ പിൻകാലിന്മേൽ കടിച്ച മുതല കടിവിടാൻ 1000 അന്നേരം പോന്നു വന്നു മുരരിവും ഗരുഡാരൂഢനായി ധ്യാനശക്തിയ നക്രം ചക്രേണ കൊന്നു കരിവരനഥ സായുജ്യമേകി. അവിടെ കടന്നുകൊണ്ട് അദ്ദേഹത്തിന് അടിക്കടി വെള്ളത്തിൽ താണുക. മുതല കാല് കയറിയിട്ടുണ്ട് അല്ലേ? ആ മുതലയുടെ കടി വിടാൻ പറ്റുന്നില്ല. കാരണം മുതല ജലജീവിയാണ്, അതിന് ശക്തി വർദ്ധിച്ചു വരികയുള്ളൂ. ആനയോ കരയിൽ ജീവിക്കുന്ന സാധനമാണ് അല്ലേ? അപ്പം അതുകൊണ്ട് വെള്ളത്തിൽ കടന്നിട്ട് കാലം കുറച്ചായി. ആ 1000ഓളം വർഷം എന്നാണ് കൃതിയിൽ പറയുന്നത്. അതിൽ കടന്ന് തൻ്റെ ദേഹബലമൊക്കെ നഷ്ടപ്പെട്ടു വരിക. അങ്ങനെ താണ് ഇനി തുമ്പിക്കൈയുടെ അറ്റം മാത്രമേ ഉള്ളൂ വെള്ളത്തിൽ മുങ്ങാൻ. പക്ഷേ ആ ആപത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഭഗവാൻ ഓർമ്മിപ്പിച്ചു. ഗജേന്ദ്രൻ എന്ത് ചെയ്തു? തൻ്റെ തുമ്പി കൊണ്ടൊരു താമരപ്പൂ പറിച്ചെടുത്ത് നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞ് അർത്ഥിക്കുകയാണ് അല്ലേ? അവിടെ അത് ഭഗവാൻ കേട്ടു. ഭഗവാൻ വരുന്നു. ഏതിൻ്റെ പുറത്ത്? ഗരുഡാരൂഢനായി ഗരുഡൻ്റെ പുറത്ത് കയറി വരുന്നു. തൻ്റെ കയ്യിലിരുന്ന ചക്രം കൊണ്ട് നക്രത്തെ മുതലയെ കൊല്ലുന്നു. രണ്ടുപേരും യഥാർത്ഥ രൂപം സ്വീകരിക്കുന്നു. മുതലയും അതേപോലെ ഗജേന്ദ്രനും ഇന്ദ്രജമ്നനും രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് ഗരുഡൻ്റെ പുറത്ത് കയറ്റിക്കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ ഭഗവാന്റെ സമ്മതി, ഭഗവാന്റെ അടുത്തുള്ള സ്ഥാനം ആർക്കാണ്? പ്രതാപത്തിനല്ല, സമ്പത്തിനല്ല, വിദ്യയ്ക്കല്ല, ഒന്നുമല്ല, ഭക്തിക്കാണ്. എത്രയോ കഥകൾ അതൊക്കെ ഇതിലൂടെയൊക്കെ പറയുന്നു.
അപ്പോൾ ആ നരനാരായണന്മാരാ പിന്നെ ആ എന്താ ആരെ സഹസ്രകവചൻ പിന്നെ കർണനായി ജനിക്കുന്നു. കർണൻ ജനിച്ച മുതൽ അവഹേളനം ഏറ്റ ആളാണ് അല്ലേ. കുന്തിദേവി വിവാഹം കഴിയുന്നതിൻ്റെ മുമ്പുണ്ടായ സന്തതിയാണ്. എന്താ കാരണം? ദുർവാസാവ് കൊട്ടാരത്തിൽ വരുന്നു. ആ കൊട്ടാരത്തിൽ വന്നിട്ട് കുന്തിദേവിയാണ് പരിചരണത്തിന് വയ്ക്കുന്നത്. അദ്ദേഹം പോകുന്ന സമയത്ത് അനുഗ്രഹിക്കുന്നുണ്ട്, അങ്ങയ്ക്ക് ഭവതിക്ക് 5 ദിവ്യന്മാരായ പുത്രന്മാരുണ്ടാകും, അതിനുള്ള വരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാലമനസ്സിൻ്റെ ദുർബലത എന്ന് വേണം പറയാം അല്ലേ. വരം കിട്ടിയത് ഫലമുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി കുന്തി മാതാവ് എന്ത് ചെയ്തു? ഒന്ന് പരീക്ഷിച്ചതാണ്. അതാ ആരെ സ്മരിച്ചത്? ധർമ്മൻ യമനെ അല്ലേ. യമദേവനിൽ നിന്നും മൂത്ത സന്താനം ഉണ്ടാകുന്നു. അതാണ് അല്ല സൂര്യനെയാണ് സ്മരിച്ചത്. ആ സൂര്യനെ യമന് ധർമ്മപുത്രൻ ഉണ്ടാകുന്നു. ദേവേന്ദ്രനിൽ നിന്നും അർജുനൻ ഉണ്ടാകുന്നു. അങ്ങനെയാണ് അല്ല വായുവിൽ നിന്ന് ഭീമസേനൻ ഉണ്ടാകുന്നു. ആദ്യം ഉണ്ടായത് ആരിൽ നിന്നാണ്? സൂര്യനിൽ നിന്നും. സൂര്യനെ സ്മരിച്ചു. സൂര്യദേവൻ അതാ മുന്നിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്ന പുത്രനാണ് കർണൻ. കാരണം സഹസ്രകവചൻ പ്രളയത്തിൽ മുങ്ങിയപ്പോൾ എവിടെ പോയി ലയിച്ചത്? സൂര്യനിലാണ്. ആ സൂര്യനിൽ നിന്നാണ് ജനിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ സൂര്യദേവൻ അനുഗ്രഹിച്ചു കൊടുത്ത സന്താനമാണ്. പക്ഷേ താൻ അവിവാഹിതയാണ്, ഇത് തൻ്റെ ഭാവി ജീവിതത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കി ആ കുട്ടിയെ ഗംഗയിൽ ഒഴുക്കിക്കളയുകയാണ്. പിന്നെ രാധയും അതിരഥനും എടുത്ത് വളർത്തുന്നു. അദ്ദേഹം അറിയപ്പെട്ടത് കൗരവൻ എന്ന പേരിലല്ല, അല്ലെങ്കിൽ കൗന്ദേയൻ എന്ന പേരിലല്ല. ഏത് പേരിലാണ് അറിയപ്പെട്ടത്? രാധേയൻ. രാധ എന്താണ്? അലക്കുകാരിയാണ് അല്ലേ. ആ വംശമാണ് കർണൻ്റെ പേരിൽ അറിയപ്പെട്ടുള്ളൂ. അപ്പോൾ ഇതെന്താണ്? വിധിവിഹിതമേവനും ലംഘിച്ചുകൂടും. ആ വിധിയെ മാറ്റാൻ ആർക്കും കഴിയില്ല. നമ്മൾ വിചാരിക്കും നമുക്ക് നല്ല യൗവനം അങ്ങോട്ട് വന്നാൽ അടിച്ചു മാറ്റാൻ പറ്റാത്ത ഒന്നുമില്ല വിചാരിക്കുക അല്ലേ. ഒന്നിനും പറ്റില്ല. യൗവനം വരാൻ പോകുന്ന വാർദ്ധക്യത്തിൻ്റെ ഒരു പുഞ്ചിരിയാണെന്നാണ് ആര് പറയുന്നത്? ഫ്രോയിഡ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതൊന്നും കണ്ടിട്ട് ആരും അഹങ്കരിക്കേണ്ട. അപ്പോൾ നമുക്ക് വെച്ചിട്ടുള്ളത് അതാത് കാലത്ത് വന്നു ചേരുന്നത് അനുഭവിക്കല്ലാതെ മാറ്റമില്ല. ദീർഘവീക്ഷണത്തോടെ ജീവിച്ചാൽ ഏറെക്കുറെ മാറ്റം വരുത്താൻ കഴിയുമെന്നല്ലാതെ വിധി കൃത്യമായി വരും. അപ്പോൾ നമ്മളൊരു പിടി മുത്ത് നിലത്തിട്ടാൽ അത് ഏതേത് മുത്തുകൾ ഏതേതുമായി കൂടിച്ചേർന്ന് നിൽക്കണമെന്ന് പോലും നിശ്ചയിക്കുന്നത് വിധിയാണ് എന്നാണ്. നമ്മുടെ വളപ്പിനുള്ളിൽ ഒരു ഇല കൊഴിയണത് ഏതു സമയത്ത് കൊഴിയണമെന്ന് നിശ്ചയിക്കുന്നതും വിധിയാണ്. നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കാറില്ല. അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയെ. നമ്മൾ പലതും കണക്ക് കൂട്ടി വയ്ക്കുന്നു, അതൊന്നും നടക്കാറില്ല. അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ നിശ്ചയമാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ കർണനെ പിന്നെ യുദ്ധരംഗത്ത് വെച്ച് ഈ നരനാരായണന്മാർ പോയിട്ട് ആരായി ജനിക്കുന്നു? നരനാരായണന്മാർ ശരിക്കും ഭൂമുഖത്ത് ഇപ്പോഴും ഉണ്ടെന്നാണ്. അവരെന്ത് ചെയ്തു? അവരവതരിച്ചു, സഹസ്രകവചനെ വധിച്ചു. എന്നിട്ട് അവർ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യോഗക്ഷേമത്തിന് തപസ് ചെയ്യുന്നവരാണ് ഈ നരനാരായണന്മാർ. അങ്ങനെ അവരാണ് പിന്നീട് ആരായി ജനിക്കുന്നത്? കൃഷ്ണാർജുനന്മാരായി ജനിച്ചു. കൃഷ്ണനും അർജുനനും യഥാർത്ഥത്തിൽ എന്താണ്? ഒറ്റ ആളാണ്. 2 ശക്തിയാണെന്ന് മാത്രം. നരൻ്റെ പരാക്രമത്വം അർജുനനിലൂടെയും കൃഷ്ണൻ്റെ ദൈവീകത്വം ഭഗവാന്റെ ദൈവീകത്വം കൃഷ്ണനിലൂടെയുമാണ് കാണാൻ കഴിയുന്നത്. ഈ കൃഷ്ണാർജുനന്മാരെ ഒത്തിട്ടാണ് ആരെ കൊല്ലുന്നത്? കർണനെ വധിക്കുന്നത്. കർണനെ ചൂണ്ടിക്കാണിച്ച് അർജുനനോട് പറഞ്ഞു ഭഗവാൻ, ഇതാ ഈ നിമിഷം നീ കർണനെ വധിച്ചിട്ടില്ലെങ്കിൽ 17ാമത്തെ ദിവസം അല്ലേ, 10 ദിവസം ആരായിരുന്നു സേനാനായകൻ? ഭീഷ്മർ ശരശയനത്തിൽ വീണപ്പോൾ 5 ദിവസം ആരായിരുന്നു? ദ്രോണര്. 15ാം ദിവസം ദ്രോണരും വധിക്കപ്പെട്ടു. അപ്പോൾ 16ാം ദിവസം ഇനിയിപ്പോൾ ആരാണ് സേനാനായകനാവുക? അപ്പോഴാണ് ആര് പറയുന്നത്? ദുര്യോധനൻ കർണനെ സേനാനായകനാക്കുന്നു. ഒരു സേനാനായകൻ വിജയിക്കണമെങ്കിൽ എന്ത് വേണം? തേരാളി വേണം, നല്ല തേരാളി വേണം. അല്ലെങ്കിൽ എത്ര മിടുക്കനായിട്ടും കാര്യമില്ല. ഇദ്ദേഹത്തിന് ആരാ തേരാളിയായിട്ട് നിൽക്കുക? കർണൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. കർണന് അധർമ്മത്തിൻ്റെ ഒരു പരിവേഷമുണ്ട്. അതുകൊണ്ട് കർണപക്ഷത്ത് നിൽക്കുന്ന ആൾക്ക് പരാജയം, തോൽവി ഉണ്ടാകുമെന്ന് ജ്ഞാനചക്ഷുസുള്ളവർക്ക് അല്ലെങ്കിൽ ദീർഘവീക്ഷണമുള്ളവർക്ക് കാണാൻ കഴിയും. ആരും തയ്യാറായില്ല. അപ്പോൾ ഈ ശല്യരൻ എന്ന് പറയുന്നുണ്ട്. പാണ്ഡവരുടെ അമ്മാവനാ ശരിക്കും ശല്യരൻ. അദ്ദേഹം മഹാരഥനാണ്. മഹാരഥൻ എന്ന് പറഞ്ഞാൽ 10,000 സൈന്യങ്ങളോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ കഴിവുള്ള ഒരാളെയാണ് എന്ത് പേര് പറയുക? മഹാരഥൻ. അതാണ് ശല്യരൻ. പക്ഷേ ശല്യർ യുദ്ധം അറിഞ്ഞ് എല്ലാവരും വിളിച്ചു വരുത്തുന്നുണ്ടല്ലോ. അപ്പോൾ ശല്യർ വന്നപ്പോൾ പാണ്ഡവർ അവിടെ ഉണ്ടായിരുന്നില്ല. ആദ്യം കണ്ടത് ആരാ? ദുര്യോധന. അവർ സഹോദര മക്കളാണല്ലോ.
അപ്പോൾ ദുര്യോധനൻ കണ്ടപ്പോൾ എന്തായി, ഈ ശല്യരെ ചാക്കിട്ട് പിടിച്ചതാണ്. എന്നിട്ട് തൻ്റെ പക്ഷത്ത് നിർത്തി. പക്ഷേ പണ്ടൊക്കെ സത്യം തെറ്റി നടക്കില്ല. സത്യമെന്നതു ബ്രഹ്മമതു തന്നെ. നമ്മൾ സത്യം എന്താണ്? ഈശ്വരനാണ്. അത് ലംഘിച്ചാൽ ഈശ്വരകോപമല്ലാതെ നന്മയുണ്ടാകാൻ പോകുന്നില്ല. പൗർവികരൊക്കെ അങ്ങനെയാണ്, സത്യം ലംഘിക്കില്ല അല്ലേ. ഇന്ന് സത്യത്തിനും വിലയില്ല, പറയുന്നിടത്തും നിലയില്ല. അങ്ങനെയൊക്കെ പോണു ജീവിതം. എവിടെ എത്തണു എന്നുള്ളത് ചിന്തിച്ചാൽ മതി. അപ്പോൾ സത്യമെന്നത് ബ്രഹ്മമതു തന്നെ. അതുകൊണ്ട് ശല്യര് പറഞ്ഞ വാക്ക് മാറ്റിയില്ല. ശല്യര് കൗരവപക്ഷത്ത് നിന്നു. പാണ്ഡവരുടെ അമ്മാവനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ വാക്ക് കൊടുത്തുപോയി. അപ്പോൾ ശല്യരോട് പാണ്ഡവർ പറഞ്ഞെന്ത്, അതിന് അമ്മാവനൊരു കാര്യം ചെയ്താൽ മതി, നിന്നിട്ട് യുദ്ധം ചെയ്തോളൂ. പക്ഷേ ആ കർണനുണ്ടല്ലോ, ആ കർണനെ ജയിക്കാൻ ഒരു വിധക്കാർക്കൊന്നും കഴിയില്ല. അപ്പോൾ ആ കർണനെ എപ്പോഴും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അതുപോലെ അപ്പോൾ ശല്യരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അവമാനിക്കുകയാണ്, ഒരു മഹാരഥനായിട്ടുള്ള എന്നോട് നിങ്ങൾ തേരാളിയായി നിൽക്കാൻ പറയേ, ഇതിൽ പര അവമാനമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദുര്യോധനൻ പറയുന്നുണ്ട്, ഇതിൽ അപമാനമൊന്നുമില്ല. എന്താ കാരണം? ആ ത്രിപുരന്മാരെ ദഹിപ്പിക്കാൻ വേണ്ടി അതിഗംഭീരമായി യുദ്ധം നടത്തി മഹാദേവൻ. അന്ന് മഹാദേവന് തേരാളിയായതാരാ? ബ്രഹ്മാവ. അപ്പം അതൊക്കെ പഴയ ചരിത്രങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് ത്രിപുരന്മാരെ കൊന്നത്? കനകമാമല വളച്ചു വില്ലക്കി ശരമാകുന്നതോ പരനാരായണൻ, അവനി തേർത്തട്ടോ ചതുർമുഖൻ സൂതൻ. ഇപ്പം എന്തൊക്കെയായില്? നയനത്തീയാലേ പുരം ദഹിപ്പിച്ചു. ത്രിപുരന്മാരാരാ? സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിച്ചു. ആ താരകാസുരനെ വധിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ 3 മക്കള്, മകരാക്ഷൻ, താരകചക്ഷുഷ്, വിദ്യുന്മാലി, ഈ 3 മക്കളും പിന്നെ ആകെ എന്തേ ഉള്ളൂ? പ്രതികാരം മാത്രമായി അല്ലേ. അല്ലെങ്കിൽ അസുരന്മാരുടെ സ്വഭാവം എന്താണ്? നല്ലത് ചിന്തിക്കില്ല അല്ലേ. അപ്പോൾ ഈ 3 അസുരന്മാരും കൂടുതൽ അക്രമങ്ങളും ഉപദ്രവങ്ങളും ചെയ്തു തുടങ്ങി. ഇവരെ നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. ഇവർ ബ്രഹ്മാവിൽ നിന്നൊരു വരം വാങ്ങിയത് എന്താ അറിയാം? ഇവർക്ക് അധിവസിക്കാൻ ഓരോ പുരങ്ങൾ വേണമെന്നാണ്. 3 പുരങ്ങൾ കൊടുത്തു അവർക്ക്, സ്വർണം കൊണ്ട്, വെള്ളി കൊണ്ട്, ഇരുമ്പ് കൊണ്ട്. ഇവരെന്ത് ചെയ്യും? മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഇറങ്ങി വരും. ഇവരെ ആക്രമിക്കാൻ ചെന്നാലോ അതിൻ്റെ ഉള്ളിൽ കയറില്ല, ആർക്കും തകർക്കാൻ പറ്റുന്നില്ല. അവസാനം മഹാശക്തികൾ അങ്ങോട്ട് ഒന്നിച്ചു. ആരാണ് മഹാശക്തികൾ? വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവരെ 3 കൂട്ടരും ഒന്നിച്ചു. അവരെങ്ങനെ സഹകരിച്ചത്? അവിടെ മഹാമേരു പർവ്വതത്തെ എന്താക്കി? വില്ലാക്കി. അതാണ് കനകമാമല. ഹിമാലയത്തിൽ പോയവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. കൈതാറ് ബദരിയൊക്കെ പോയവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും മഹാമേരു പർവ്വതം. സ്വർണ്ണമാണ് ശിഖരം എന്നാ പറയാം. ആ ശിഖരത്തിൻ്റെ ഒരു ഭാഗമാണത്രേ ലങ്കയിലാര് കൊണ്ടുവച്ചത്? ആര് കൊണ്ടുവച്ചു? രാവണൻ. അപ്പോൾ അതിലൊരു അംശം മാത്രമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മഹാമേരു പർവ്വതത്തിൻ്റെ ശിഖരം സ്വർണ്ണമാണെന്നാണ്. അപ്പോൾ ആ വൈകുന്നേരങ്ങൾ നോക്കുമ്പോൾ അത് ചിത്രങ്ങളിലെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ, സ്വർണ്ണമയമായിട്ട്. അപ്പോൾ അങ്ങനെ ആ കനകമാമല അതാണ്, അതിനെ വളച്ചു വില്ലാക്കി. പർവ്വതം അങ്ങനെയാണ്. നഖം എന്നാണ് പർവ്വതത്തിൻ്റെ പേര് അല്ലേ. നഖം എന്ന് പറഞ്ഞാൽ ഗമിക്കാൻ കഴിയാത്തത്, ഉത്തുംഗമായത്, ശ്രേഷ്ഠമായത്, അനവധി അർത്ഥമുണ്ട്. അപ്പോൾ ആ പർവ്വതത്തെ വളച്ചു വില്ലാക്കി. വില്ലുണ്ടായാൽ പോരാ, എന്തു വേണം? ശരം വേണം അല്ലേ. യുദ്ധം ചെയ്യണമെങ്കിൽ ശരമായത് ആരാ? സാക്ഷാൽ നാരായണൻ, വിഷ്ണുവാണ്. അമ്പും വില്ലുണ്ടായി. ഇനിയിപ്പോൾ എന്ത് വേണം? യുദ്ധം ചെയ്യാൻ ആൾ വേണം. ആരാ അവിടുത്തെ യുദ്ധം ചെയ്യുന്ന ആള്? തൃക്കണ്ണൻ. തൃക്കണ്ണൻ ആരാ? മഹാദേവൻ. മഹാദേവനാണ് യുദ്ധം ചെയ്യുന്നത്. യുദ്ധം ചെയ്യണമെങ്കിൽ എന്തു വേണം? തേര് വേണം. അവനി തേർത്തട്ടോ, ഭൂമിയാണ് തേര്. അപ്പം തേര് തെളിക്കാൻ ആര് വേണം? തേരാളി വേണം അല്ലേ. ചതുർമുഖൻ സൂതൻ. ബ്രഹ്മാവ് സൂതനായി, തേരാളിയായി. അങ്ങനത്തെ അതിഗംഭീരമായ സൂര്യേന്ദ്രന്മാരായിരുന്നു. ചക്രങ്ങൾ, 4 വേദങ്ങളായിരുന്നു, കുതിരകൾ. അവസാനം ത്രിപുരങ്ങളെ ഭഗവാൻ ദഹിപ്പിച്ചു. എന്നിട്ട് ഇവർ ബാക്കിയായി. പക്ഷെ ഇനിയിപ്പോൾ ഇവർക്ക് പോയി ഒളിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ 3-ാം തൃക്കണ്ണിൽ അഗ്നിയെ കൊണ്ട് ആ 3 പേരെയും വധിച്ചു. ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് നടത്തിയ യുദ്ധമാണേത്? ത്രിപുരദഹനം. അതാണ് നമ്മൾ സൂചിപ്പിച്ചത്. ആ കൈലാസനാഥനായിട്ടുള്ള ഭഗവാൻ ആ ത്രിപുരന്മാരെ ദഹിപ്പിച്ചു. അങ്ങനെ ആ ലോകത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടായി. അപ്പോൾ ഇതാണ് പറയുന്നത്, ആ നരനാരായണന്മാരാകിയ മൂർത്തികളാണോ ഈ വരുന്നത്? കുറേ നമ്മൾ പറഞ്ഞു പോയാൽ ബുദ്ധിമുട്ടല്ലേ. അദ്ദേഹം അന്ന് ഉപയോഗിച്ച വില്ലാണ്
ഇപ്പോൾ മഹർഷികൾക്ക് രാജാക്കന്മാർക്ക് പരമ്പരയായിട്ട് ലഭിച്ചു വരുന്നത്. ഇപ്പോൾ ജനകപുരിയിലിരിക്കുന്ന വില്ലാണ് ഏതിനുപയോഗിച്ചത്? ഈ ത്രിപുര ദഹനത്തിന് ഉപയോഗിച്ചത്. അതിൻ്റെ പേരെന്താണ്? ത്രയംബകം. പാലാഴി കടഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള കാമധേനുവിനെയാണ് മഹർഷിമാർക്ക് പരമ്പരയായിട്ട് കിട്ടിയത്. അപ്പോൾ എല്ലാ മഹർഷിമാർക്കും സമ്പത്തുണ്ട്. എന്താ കാരണം? കാമധേനുവിൻ്റെ അനുഗ്രഹം. അപ്പോൾ ഈ വില്ല് ഇപ്പോൾ ആരുടെ അന്തപുരത്തിലാണ്? ഈ വില്ലാണ് പാഞ്ചാലി സ്വയംവരത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ത്രയംബകം എന്ന് പറയുന്ന വില്ലാണ് ഇപ്പോൾ വില്ലിൻ്റെ ഉത്സവമാണ് എവിടെ നടക്കുന്നത്? പൂജാ ഉത്സവമാണ് അവിടെ നടക്കുന്നത് ജനകപുരിയിൽ. ആ ജനകപുരിയിലേക്ക് നമുക്ക് ആ വില്ലൊന്ന് കാണാം. അത് കുലയേറ്റാനായിട്ട് നിരവധി പേര് വന്നു പോകുന്നുണ്ട്, എല്ലാവരും പരാജയപ്പെടുന്നു. അതൊന്ന് നമുക്ക് കണ്ടുവരാമെന്നേ ഇവിടെ ആര് പറഞ്ഞിട്ടുള്ളൂ? വിശ്വാമിത്രൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി ആ കുട്ടികളെ കണ്ടിട്ട് ആ ജനക മഹാരാജാവ് അത്യത്ഭുതം കൊള്ളുകയാണ്. സാക്ഷാൽ നരനാരായണന്മാരാണോ ഈ വന്നിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നു. അപ്പോൾ ഈ കുട്ടികൾ ആരാണെന്ന് ജനകൻ ചോദിച്ചതിൻ്റെ ഭാഗമായി ഇതാ പറയുന്നു: ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. രണ്ട് മക്കൾ ദശരഥൻ്റെ പുത്രന്മാരിവിടെ വന്നിട്ടുണ്ട്. ഒന്നാമനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ, മൂന്നാമനായിട്ടുള്ള ലക്ഷ്മണകുമാരൻ. അപ്പോൾ രണ്ടാമനാരാ? ഭരതൻ. കാരണം നക്ഷത്രം പുനർവസുവിൽ ശ്രീരാമൻ ജനിച്ചു അല്ലേ? പിന്നെ ആയില്യം നാളിൽ സുമിത്ര പ്രസവിച്ചു. പൂയൻ നാളിൽ ആര് പ്രസവിച്ചു? കൈകേയിയും പ്രസവിച്ചു. ഓരോ ദിവസത്തെ വ്യത്യാസമാണ് ഈ സഹോദരന്മാർക്കുള്ളൂ. അപ്പം അങ്ങനെ സുമിത്രയ്ക്ക് 2 കുട്ടികളുണ്ടായി. ആയില്യം എന്ന് പറഞ്ഞാൽ സർപ്പത്തിൻ്റെ നാളാണ് അല്ലേ? ലക്ഷ്മണൻ ആരാണ്? അനന്തൻ്റെ അവതാരമാണ്. ശംഖുചക്രങ്ങളാണ് ആര്? ഭരതനും ശത്രുഘ്നനും. അതിനൊരു കഥയുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ കാര്യങ്ങളൊന്നും നീങ്ങില്ല അല്ല, കുറേ പറയാനില്ലെന്ന്. അപ്പോൾ ഭരതശത്രുഘ്നന്മാർ എന്താണ് ശംഖുചക്രങ്ങളായി? ഭഗവാൻ അനന്തനിൽ യോഗനിദ്ര കൊള്ളുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാദുകങ്ങൾ എന്ത് ചെയ്യത്രേ? ഈ അനന്തൻ്റെ പുറത്ത് വയ്ക്കും. പക്ഷെ അപ്പോൾ അനന്തന് അതേപോലെ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ശംഖുചക്രങ്ങൾക്കും അതത്ര വലിയ ഇഷ്ടമില്ല. ഈ കാലിലിടുന്ന ചെരുപ്പ് കൊണ്ടായിട്ട് പ്രമുഖ സ്ഥാനത്ത് വയ്ക്കാൻ സമ്മതിക്കും ആരെങ്കിലും? ഇല്ല. അപ്പം ഇവർ ഈ പാദുകങ്ങളെ ശകാരിച്ചു. അപ്പോൾ ആ കാര്യം പാദുകങ്ങൾ എന്ത് ചെയ്തു? ഭഗവാനോട് പറഞ്ഞു, വിഷ്ണുവിനോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഈ ശകാരത്തിനൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്, എന്താ ഒട്ടും വിഷമിക്കണ്ട. ആ ശ്രീരാമ അവതാര കാലത്ത് എന്ത് ഇതിന് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം വരും. നിന്നെയും ചുമന്നുകൊണ്ട് ഇവർ നടക്കും. അത് ഒരു ഭാഗ്യമായി നടക്കുവരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീരാമൻ കാട്ടിൽ പോയിട്ടാണല്ലോ ആര് വരുന്നത്? ഭരതൻ കേകയ രാജ്യത്തു നിന്ന് തിരിച്ചു വരുന്നത്. അപ്പോഴല്ലേ രാമനും സീതയാസമേതനായി കാട്ടുപോയി എന്ന് അറിയുന്നത്. അവൻ്റെ ഭക്തി ലക്ഷ്മണനേക്കാളും ഒരുപടി കൂടുതലാണ് എന്ന് പറയുന്നുണ്ട് ആര്? ഭരദ്വാജമുനി. അപ്പം അങ്ങനെ ആ ഭരതൻ ജ്യേഷ്ഠന് വേണ്ടി ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, താനിനൊരു നിമിഷം ഈ കൊട്ടാരത്തിൽ ഇരിക്കില്ല, ജ്യേഷ്ഠനെ കൂട്ടി വരാതെ ഇരിക്കില്ല എന്ന് പറഞ്ഞ് പുറപ്പെടുന്നു. എല്ലാവരും പോകുന്നുണ്ടെങ്കിലും ശ്രീരാമചന്ദ്രസ്വാമി ആരാണ്? രാമോ വിഗ്രഹവാൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമായിട്ടുള്ള രാമൻ തിരിച്ചു വന്നില്ല. അദ്ദേഹം പറഞ്ഞു, 14 വർഷം തികയുന്ന ദിവസം ഞാൻ അവിടെ എത്തിയിരിക്കും. അപ്പോൾ എങ്കിൽ അങ്ങയുടെ പാദുകങ്ങൾ എനിക്ക് തന്നാലും ഞാനത് നന്ദിഗ്രാമത്തിൽ വെച്ച് പൂജിച്ച് അവിടെയാണ് ഇനി എൻ്റെ താമസം. എൻ്റെ അമ്മയുടെ കൂടെ ഇനി താമസമില്ല എന്നാണ് പറഞ്ഞത്. കൈകേയിയുടെ കൂടെ ഇനി തനിക്ക് വാസമില്ല. അങ്ങനെ 14 കൊല്ലം നന്ദിഗ്രാമത്തിൽ ശ്രീരാമൻ കാട്ടിൽ കഴിഞ്ഞതുപോലെ കഴിഞ്ഞ ആളാണ് ആര്? ഭരതൻ. ഇത് എവിടെ നിന്ന് കിട്ടിയ പണിയാന്നപ്പോൾ പറഞ്ഞത്? അന്ന് പാദുകങ്ങളെ കളിയാക്കിയില്ലേ? അപ്പോൾ ഈ ഭരതൻ ആരാണ്? ശംഖചക്രങ്ങളിൽ ഒന്നാണ്, ശംഖാണ് അല്ലേ? അപ്പോൾ ചക്രമായിട്ടുള്ള ശത്രുഘ്നനും ഇവർക്ക് 2 പേർക്കും എന്ത് വേണ്ടി വന്നു? പോയിട്ട് ശ്രീരാമൻ്റെ പാദുകങ്ങൾ തലയിലേറ്റിട്ടാണ് വന്ന്. അപ്പോൾ കാലിടുന്ന സാധനത്തെ അവസാനം എന്ത് വേണ്ടി വന്നിട്ടുണ്ട്? തലയിലേറ്റേണ്ടി വന്നു. അപ്പോൾ അതാണ് നമ്മൾ അനർഹമായൊരു വാക്കുപോലും മറ്റൊരാളോട് പറഞ്ഞാൽ അതിനൊരു പാപഫലം നമ്മളിൽ വന്നു ചേരും. അത് നമ്മൾ അനുഭവിച്ചേ തീരൂ. അറിഞ്ഞെങ്കിലും അറിയാതെയെങ്കിലും ഒരുവൻ ചെയ്തിരുന്ന പാപകർമ്മങ്ങൾ ശരിയായി അവൻ അനുഭവിച്ചിടണം. ഇതാണ് ഋഷി മുഖ്യന്മാർ പറയുന്നത്. അപ്പം അതുകൊണ്ട് അതൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നു. അങ്ങനെ കാടകം പുക്ക നേരം വന്നൊരു അപ്പം അവിടെ ശ്രീരാമൻ തന്നെ ലക്ഷ്മണനെയും വിശ്വാമിത്രൻ ജനകന് പരിചയപ്പെടുത്തി കൊടുത്തു. ഉണ്ടായ സംഭവങ്ങളും പറഞ്ഞു കൊടുക്കുന്നു.
ഞങ്ങൾ അയോധ്യയിൽ നിന്ന് ഇത്ര ദിവസമായി പോന്നു. യാഗരക്ഷയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന കുട്ടികളാണ്. വരുന്ന വഴിയെ താടകയെ വധിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ജനകന് മനസ്സിലായി കുട്ടികളുടെ അസാമാന്യമായിട്ടുള്ള വൈദഗ്ധ്യം. അപ്പോൾ ഇവിടെ പാരമേശ്വരമായ ചാപത്തെ കാണുവാനുള്ളിൽ പാരമാഗ്രഹമുണ്ടോ, നീ അത് കാട്ടിയിടണം. ജനകനോട് പറയാണ്, നീ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിറക്കണം എന്താണ്, ആ ത്രയംബകം വില്ലിവിടെ പൂജയും ഏറ്റുകൊണ്ടിരിക്കണമെന്നില്ലേ, അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ആ കുട്ടികൾക്ക് എത്രയും വേഗം അതൊന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറയാണ്. അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ, രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവലോചനൻ സുന്ദരൻ, ദാശരഥി വില്ലിതു കുലച്ചുടൻ, വലിച്ചു മുറിച്ചീടിൽ വല്ലഭൻ ഇവൻ മമ നന്ദനക്കെന്നു നൂനം. അപ്പം തേടിയ വള്ളി കാലി ചുറ്റിയെന്നാണ് പറഞ്ഞു അല്ലേ. ഞാൻ ഇവിടെ തേടിയിരിക്കുകയാണെന്ത്, എൻ്റെ മകൾക്ക് പറ്റിയ ഭർത്താവ് ആരാണെന്ന്. അപ്പോൾ ഈ വില്ല് ഇദ്ദേഹം കുലച്ചുവെങ്കിൽ എൻ്റെ മകൾക്ക് ഭർത്താവായി ഇദ്ദേഹം വരികയും ചെയ്യും എന്ന് സന്തോഷമായി ജനകന്. അപ്പോൾ നോക്കുക, സത്വരം 5000 ഇതെടുത്തുകൊണ്ടാണ് കിങ്കരന്മാർ കൊണ്ടുവന്ന് വെച്ചു. അത്രയും മഹത്തരമാണ് ആ ചാപം. ഏത് ചാപം കൊണ്ടു വെച്ച്? മൃത്യുശാസന ചാപം. ഓരോ വാക്കുകൾക്കും 100,000 അർത്ഥമുണ്ടെന്ന് പറയല്ലേ. ത്രയംബകം എന്ന വില്ലിൻ്റെ മറ്റൊരു പേരവിടെ പറഞ്ഞു, എന്താണ്? മൃത്യുശാസന ചാപം. മൃത്യുവിനെ ശാസിച്ചവൻ്റെ ചാപമാണ്. ആരാണ് മൃത്യുവിനെ ശാസിച്ചത്? യമനെ ശകാരിച്ചിട്ടുണ്ട് ഒരിക്കൽ. മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ യമനുമായി മഹാദേവൻ യുദ്ധം ചെയ്തു എന്നല്ല പറഞ്ഞു അത് ഇല്ലേ. എന്നിട്ട് യമ പോയി കുട്ടിക്ക് ദീർഘായുസ് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ആ മൃത്യുവിനെ ശാസിച്ചവനായിട്ടുള്ള മഹാദേവൻ്റെ ആ ചാപം, മൃത്യുശാസന ചാപം അവിടെ കൊണ്ടുവന്നു വെച്ചു. എന്താണ്? കണ്ടാലും ത്രയംബകം എന്നിതോ മന്ത്രീന്ദ്രനും. അപ്പോൾ കൊണ്ടുവച്ചവർ പറഞ്ഞതാണ് ത്രയംബകം എന്ന് പറയുന്ന വില്ല്. അങ്ങനെ ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു. അത് കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് മന്ദഹസിച്ചു അല്ലേ. ഒന്നിലും ഏറ്റവും ഒന്നുമില്ല ഇറക്കമില്ലാത്തതാണ് ആര്? സമുദ്രം അല്ലേ. സമുദ്രത്തിന് കയറ്റിറക്കമൊന്നുമില്ല, എന്നും ഒരുപോലെയാണ്. വേലിയേറ്റം വേലിയിറക്കമൊക്കെ ഉണ്ടെങ്കിലും ശരി, അതിൻ്റെ എന്താണ് അതുപോലെ ഗഹനതയുള്ള ഒന്നില്ല എന്നാണ്. മഹാന്മാരും അങ്ങനെ. സമ്പത്തിലും ക്ഷതിയിലും മഹാന്മാർ ഒരുപോലെയാണ്. എന്ത് ലാഭം അവർക്ക് വരുമ്പോഴും അവർക്കൊരു ഏറ്റുണ്ടാവില്ല. എന്ത് നഷ്ടം വരുമ്പോഴും അവരത് ഓർത്ത് ദുഃഖിക്കുകയുമില്ല. അർക്കനാണുദയേ സൂര്യൻ. അർക്കൻ അസ്തമയത്തിലും. ആ സൂര്യൻ്റെ കാര്യം നോക്കുക. കോടാനുകോടി ജീവജാലങ്ങൾക്ക് ചൈതന്യവും ഊർജസ്സൊക്കെ കൊടുക്കുന്നതാണ് സൂര്യദേവൻ. അദ്ദേഹത്തിന് വല്ല മാറ്റമുണ്ടോ? പട്ടികൾ സൂര്യനെ നോക്കി കുരയ്ക്കാറുണ്ട് അല്ലേ. പേപ്പട്ടികളാണെങ്കിൽ നിർത്താതെ കുരയ്ക്കും. പക്ഷേ അദ്ദേഹത്തിന് യാതൊരു മാറ്റവുമില്ല. സൂര്യന് നേരെ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഒരു ശൈലികളാണ്. കാരണം എന്താ? ഒരു ബാലിശത്വവും മഹാന്മാരുടെ അടുത്ത് വിലപ്പോവില്ല. അതേപോലെ തന്നെ അവരെന്തിലും ഏറ്റം നടിക്കില്ല. ഇത് കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. ഇത്രയും വലിയ ഈ ത്രയംബകം എന്ന് പറ 5000 കിങ്കരന്മാരെ ഏറ്റിക്കൊണ്ടുവന്നിട്ടുള്ള ഈ മഹാധനുസ് ഇത്ര ഓർത്ത് അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം വിശ്വാമിത്രൻ്റെ സമ്മതത്തോടെ അത് കുലയേറ്റുന്നു. അതിൻ്റെ ശബ്ദം തന്നെ എല്ലാവരെയും നടുക്കിയെന്നാണ്. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ. ആ തുഞ്ചത്താചാര്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ആധ്യാത്മിക മഹത്വമുള്ള ആളാണ്. അപ്പം അങ്ങനെയുള്ള ആ എഴുത്തച്ഛൻ എന്താണ് പറഞ്ഞത്? ഇവിടെ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു. തുഞ്ചത്താചാര്യൻ്റെ സങ്കല്പം എത്ര സുന്ദരമാണെന്ന് നോക്കുക. കുറഞ്ഞ വാക്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്നതാണ് മഹത്വം അല്ലേ. ചിലർ മണിക്കൂർ കണക്കിന് പ്രസംഗിക്കും. എന്താ പറഞ്ഞതെന്ന് അവസാനം ആലോചിച്ചാൽ ഒന്നും കിട്ടില്ല ഇല്ലേ. അപ്പം ഇതൊന്നും യോഗ്യതയുടെ മാനദണ്ഡമല്ല. ഇവിടെ നോക്കുക, ഈ 2 വരി മതി തുഞ്ചത്താചാര്യൻ്റെ കവനശേഷി, രചനാ പുഷ്ടം നമുക്ക് അളക്കാൻ കഴിയും. ഇടിവെട്ടിയിടും വണ്ണാണ് അതിൻ്റെ ശബ്ദം. ഇടിവെട്ട് കേട്ടാൽ ഭയപ്പെടാത്ത ഒന്നുമില്ല അല്ലേ. വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഏതുപോലെ? ഉരകങ്ങളെ പോലെ. മാളത്തിൽ കിടക്കുന്ന സർപ്പങ്ങൾക്ക് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒന്നാണത്രേത്? ഇടിവെട്ട്. നിരവധി രാജാക്കന്മാർ അവിടെ വരുന്നു, പരീക്ഷിക്കുന്നു, സാധിക്കുന്നില്ല. ജനകൻ്റെ ആതിഥ്യം സ്വീകരിച്ച് തിരിച്ചു പോകുന്നു. നിരവധി രാജാക്കന്മാരൊക്കെ അവിടെ എപ്പോഴും ഇരിക്കുന്നുണ്ട്. അവിടെയാണ് ഈ കേവലം ഒരു ബാലൻ വന്ന് ഇതാ ഈ വില്ല് കുലച്ചത്.
വില്ല് കുലച്ചില്ല, വില്ല് കുലയ്ക്കാൻ നോക്കുമ്പോഴേക്ക് തന്നെ വില്ല് കയ്യിൽ കിടന്ന് ഒടിഞ്ഞു പോയി എന്നുള്ളതാണ്. അതിൻ്റെ ശബ്ദം കേട്ട് അവിടെ ഇരിക്കുന്ന രാജാക്കന്മാരെല്ലാം നടുങ്ങിപ്പോയി. ഏതുപോലെ മാളത്തിൽ കിടക്കുന്ന സർപ്പങ്ങൾക്ക് പോലും സർപ്പത്തിന് ആരും പേടിയില്ല അല്ലേ, മറ്റുള്ളവരെ പേടിപ്പിക്കുന്നവരാ. എന്നാൽ ആ സർപ്പങ്ങൾ ഭയപ്പെട്ടു പോയി രാജാക്കന്മാർ ഭയപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉപമയുടെ ആലങ്കാരിക സൗഷ്ഠവം ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇടിവെട്ട് കേട്ടാൽ സന്തോഷിക്കുന്ന വിഭാഗമുണ്ട് ഇല്ലേ? ഏതാ? മയിലുകൾ പീലി വിടർത്തി നൃത്തം ചെയ്യപ്പോഴാണ് ഇടിവെട്ട് ശബ്ദം കേൾക്കുമ്പോഴാണ്. പുതുമഴ കണ്ടാൽ അവർക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ ഒരു മയിൽപ്പേട അവിടെയുണ്ട്. ആരാണത്? സീതാദേവി. സീതാദേവിക്ക് വലിയ സന്തോഷമായി, കൊട്ടാരത്തിലേക്ക് അലയൊലി ഉണ്ടായി. മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ, കൗതുകമുണ്ടായി വന്നു കൗശികനാരാ? കുശിക ഗോത്രത്തിൽപ്പെട്ട വിശ്വാമിത്രൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയാം രാമൻ്റെ അവതാരത്തിൻ്റെ തത്വം അറിയാം, സീതാദേവിയുടെ ചരിത്രങ്ങളൊക്കെ അറിയാം. നേരത്തെ പറഞ്ഞു കുശധ്വജൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ്റെ പുത്രിയായിട്ട് 10,000 ഒരു ഓം പ്രണവം ചൊല്ലിയിട്ട് ഉണ്ടായിട്ടുള്ള പുത്രിയാണ് ഈ വേദവതി. വേദമാണ് ജപിച്ചിരിക്കുന്നത്, അതിൽ നിന്നുണ്ടായ പുത്രിയാണ്. അവളെ വിവാഹം ചെയ്യാൻ വളരെ ആളുകൾ വന്നു, പക്ഷെ അവർക്കൊന്നും കൊടുത്തില്ല. നാരായണനെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു വേദവതി. അപ്പോൾ അവസാനം ഒരു ശംഭു എന്ന് പറയുന്ന ഒരു അവസരം വരുന്നുണ്ട്. ശംഭുവിനും കൊടുത്തില്ല, ആർക്കും കൊടുത്തില്ല. അപ്പോൾ ശംഭു പക്ഷേ ഈ കുശധ്വജനെ വധിക്കുന്നുണ്ട്. അവസാനം ഇവൾ അമ്മയാണെങ്കിൽ ആ അച്ഛൻ്റെ മരണത്തോടുകൂടി അഗ്നിയിൽ ചാടി. പണ്ടൊക്കെ സതീ സമ്പ്രദായമുണ്ട്. രാജാക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാർ ചിതയിൽ ചാടി മരിക്കലാണ്. അപ്പം അങ്ങനെയുള്ള സതി അനുഷ്ഠിച്ചു അമ്മ. അവസാനം വേദവതി ഒറ്റയ്ക്കായി. വേദവതി മഹാതപസ്സനുഷ്ഠിക്കുന്നു, നാരായണനെയും ധ്യാനിച്ചുകൊണ്ട്. നാരായണൻ വരുന്നതിൻ്റെ മുമ്പ് ആരാ വന്നറിയോ? രാവണനാ വന്നത്. രാവണൻ വന്നു, അവളെ ബലാത്കാരേണ കയറി പിടിച്ചു. അവൾ യോഗാഗ്നി ഉണ്ടാക്കി അതിലങ്ങ് സ്വയം ദഹിക്കുകയാണ്. പക്ഷെ അവിടം കൊണ്ട് തീരുന്നില്ല വേദവതിയുടെ ചരിത്രം. ആ വേദവതിയുടെ ദഹിച്ച സ്ഥലത്ത് ഒരസ്ഥിയുണ്ട് അവിടെ. അത് നാരദൻ വിവരമറിഞ്ഞു. നാരദൻ ആ വിവരമറിഞ്ഞ് അവിടേക്ക് വന്നപ്പോൾ അവളുടെ അസ്ഥിഖണ്ഡങ്ങൾ അവിടെ ഉണ്ട്. ആ അസ്ഥിഖണ്ഡം പെറുക്കിക്കൊണ്ട് നാരദൻ എവിടേക്ക് പോകുന്നു? രാവണൻ്റെ പുരിയിലേക്ക് പോകുന്നു, ലങ്കയിലേക്ക്. ലങ്കയിൽ ചെന്നു അദ്ദേഹത്തിൻ്റെ യോഗദണ്ഡിൽ ഇത് ചേർത്ത് വെച്ചിട്ടാണ് പോയത്. ഏത്? ഈ അസ്ഥിഖണ്ഡം. എന്നിട്ട് ലങ്കയിൽ ചെന്നു രാവണനുമായിട്ട് കുറേയധികം നേരം സംസാരിച്ചു. നാരദൻ പോരുമ്പോൾ ഒരു പണി ചെയ്തു. ഈ യോഗദണ്ഡം അവിടെ മറന്നു വെച്ച ഭാവത്തിൽ അവിടുന്ന് പോന്നു. അപ്പോൾ രാവണൻ്റെ കിങ്കരന്മാരൊക്കെ അത് കാണുകയാണ്. അതാ നാരദൻ യോഗദണ്ഡം എടുക്കാൻ മറന്നു പോയില്ലോ എന്ന് പറയുന്നു. എങ്കിലത് എവിടെ? ആ മണ്ഡപത്തിൽ കൊണ്ടുപോയിട്ട് വെക്കുക, അവിടെ ഇരിക്കട്ടെ, വേണ്ട പൂജാദികളൊക്കെ ചെയ്യാം, നാരദൻ്റെ യോഗദണ്ഡല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മണ്ഡപത്തിൽ കൊണ്ടുവച്ചു. 41 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. ചെന്ന് നോക്കിയപ്പോൾ അത് അതിമനോഹരിയായിട്ടുള്ളൊരു പെൺകുട്ടി അവിടെ കടന്ന് കളിക്കുന്നു. രാവണനും വളരെ അതാ പറയുന്ന രാവണൻ്റെ പുത്രിയുടെ സ്ഥാനമേ ഉള്ളൂ ആർക്ക്? സീതാദേവിക്ക്. എന്നിട്ടാണ് ഈ ജാതി പ്രവർത്തികളൊക്കെ ചെയ്തു കൂട്ടിയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടി. ആ പെൺകുട്ടിയെ വളർത്താമെന്ന് നോക്കുന്നു. അങ്ങനെ ഈ ജ്യോതിഷികളെയൊക്കെ കൊണ്ടു നോക്കി ശുക്രാചാര്യനെ കൊണ്ടുവരുന്നു. അപ്പോൾ ശുക്രാചാര്യൻ പറഞ്ഞു, ഈ പെൺകുട്ടി ഇവിടെ വളരുകയാണെങ്കിൽ ഈ ലങ്ക മുടിഞ്ഞു പോകുന്ന പറഞ്ഞു. അപ്പം രാവണന് പേടിയായി. രാവണൻ എന്ത് ചെയ്യുന്നു? ആ കുട്ടിയെ ഒരു പേടകത്തിലാക്കി സമുദ്രത്തിൽ ഒഴുക്കുക. ആ പേടകം അങ്ങനെ, പക്ഷേ സമുദ്രം കുട്ടിയെ മുക്കിക്കളഞ്ഞില്ല. ആ പേടകത്തെ തിരയിൽ തട്ടി ജനകപുരിയുടെ തീരത്ത് കൊണ്ടടിക്കുന്നു. അവിടെ തീരത്തടിഞ്ഞ ആ പെട്ടി അങ്ങനെ കുറച്ചു കാലം മണ്ണിൽ കിടക്കുന്നുണ്ട്. പിന്നീട് ജനകൻ പുത്രകാമേഷ്ടി യാഗം നടത്തുന്നുണ്ട്. ആ യാഗത്തിന് വേണ്ടി യാഗശാല ഉഴുതപ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഈ പേടകം കിട്ടുന്നതും അതിനുള്ളിൽ ദിവ്യയായിട്ടുള്ളൊരു പെൺകുട്ടി, മനോഹരിയായിട്ടുള്ളൊരു പെൺകുട്ടി. അങ്ങനെ ജനകന് മക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ ജനകൻ എടുത്ത് വളർത്തിയതാണ് ആര്? അതാണ് സീത. അപ്പോൾ സീത പൂർവ്വജന്മത്ത് ആരായിരുന്നു? വേദവതി. വയലാറിൻ്റെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കവിതയുണ്ട്, വേദവതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വായിച്ചു നോക്കുക. അപ്പോൾ അങ്ങനെ ഈ വേദവതിയാണ് പിന്നെ ഛായാസീതയായിട്ടാണ് പാഞ്ചാലിയായിട്ടും ജനിക്കുന്നത്.
അപ്പം അങ്ങനെ പോകുന്നു കഥ. ഇതൊക്കെ ആനന്ദരാമായണം, കമ്പരാമായണമൊക്കെ വായിച്ചായി ഇതുപോലെയല്ല. ഇത് തുഞ്ചത്താചാര്യൻ രാമായണത്തെ വിവർത്തനം ചെയ്തത് പ്രധാനമായിട്ടും ഒരൊറ്റ ഉദ്ദേശത്തിലാണ്. എന്ത്? സാംസ്കാരികമായി അധപ്പതിച്ച് കിടക്കുന്ന സാധാരണക്കാരെ ഭക്തിയുടെ മാർഗത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം അങ്ങനെയുള്ള ഭക്തിസാന്ദ്രമായ അവസരങ്ങൾ മാത്രമേ കൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അല്ലാത്ത കുറേ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എന്തായി, ഇതാ ഇടിവെട്ടിയിടുന്ന ശബ്ദം കേട്ടപ്പോൾ കൊട്ടാരത്തിൽ അന്തഃപുരത്തിലിരിക്കുന്ന സീതാദേവി അവിടെ സന്തോഷം കൊള്ളുന്നു, മയിൽപ്പേട പോലെ സന്തോഷിച്ചു. അങ്ങനെ വിവാഹം ഏതാണ്ട് തീരുമാനമായി. അപ്പോൾ ഇത് വില്ല് കുലച്ച ഉടനെ കൊടുക്കുക എന്നുള്ള സത്യം പാലിക്കണം അല്ലേ? അപ്പോൾ ഇതാ ഒരു മാല കൊണ്ടുവന്ന് ഭഗവാനെ ഏൽപ്പിച്ചു. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി. സ്വർണത്തിൻ്റെ വർണ്ണമാണ് ആരെന്നാ പറഞ്ഞത്? സീതാദേവി. സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. ഇവിടെ അച്ഛനും ഇല്ല, അമ്മയില്ല, രക്ഷാകർത്താക്കൾ ആരുമില്ല. ആരുടെ? ശ്രീരാമചന്ദ്രൻ്റെ അല്ലേ? അപ്പം അതാണ് വിധിബലം. അവിടെ ഇതാ സീതാദേവി വരണമാല്യവുമായിട്ട് വരുന്നു. അതിന് മുമ്പ് തന്നെ വരണമാല്യം ഇടുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു മാല സീത ഇട്ടു എന്നാണ് പറഞ്ഞത്. അതേതായിരുന്നു? നേത്രോൽപലമാല, കണ്ണുകളുടെ മാല. കണ്ണുകളുടെ കടാക്ഷമാകുന്ന മാലയിട്ട് ശ്രീരാമചന്ദ്രനെ പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ടാണ് സീതാദേവി വരണമാല്യം ചാർത്തിയത്. അങ്ങനെ ആ വിവാഹം കേവലം ഒരു ചടങ്ങായി നടക്കുന്നു. അങ്ങനെയും മാലയും ധരിച്ച് നീലോൽപലകാന്തി തേടും ബാലകൻ. ശ്രീരാമനും തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ളതായിരുന്നു ഈ വിവാഹം അല്ല, ഇതിനൊന്നും വന്നവരൊന്നല്ല അവർ. അങ്ങനെ ആ മാലയും ധരിച്ച് അവൾ നിൽക്കുന്നു. അപ്പം പിന്നെ ആലോചനയായി, ഇനിത് വിധിയാം വണ്ണം അതിഗംഭീരമായി രാജകൊട്ടാരത്തിലെ വിവാഹമാണ് അല്ലേ, അത് പ്രകാരം നടത്താനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്ന് പറയുന്നു. ദശരഥന് വിവരം കൊടുക്കണം, അയോധ്യയിലേക്ക് വിവരം കൊടുക്കണം. ശ്രീരാമചന്ദ്രൻ്റെ വിവാഹം അതിഗംഭീരമായിട്ട് നടത്താൻ അതിന് നിശേഷ വൃത്താന്തങ്ങളും എഴുതി അയച്ചു. എന്നാണെങ്കിൽ മൊബൈലിൽ വിളിക്കുകയുള്ളൂ അല്ലേ, മൊബൈലിൽ ഇൻവിറ്റേഷൻ ഇടും. അന്നെന്താ വഴിയുള്ളത്? അന്ന് എഴുതി അല്ലെങ്കിൽ ചാരൻ്റെ അല്ലെങ്കിൽ കിങ്കരന്മാരുടെ കയ്യിൽ, ദൂതൻ്റെ കയ്യിൽ കൊടുത്തയക്കണം. അങ്ങനെ അയോധ്യയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വളരെയേറെ ദൂരം സഞ്ചരിക്കണം, ദിവസങ്ങളോളം വേണം. അതൊക്കെ കൊടുത്തയക്കുന്നു. വിവരം ആരെ അറിയിക്കുന്നു? സാകേതപുരിയിൽ, അതായത് അയോധ്യയിലുള്ള ദശരഥനെ അറിയിക്കുന്നു. ഉപാധ്യായനായ വസിഷ്ഠനോടുകൂടി അരുന്ധതി പത്നിയോടുകൂടി വസിഷ്ഠനും മാതാക്കളും ദശരഥനും ഒക്കെ വിവാഹത്തിന് തയ്യാറെടുപ്പോടുകൂടി അതാ എവിടേക്ക് എത്തി? ജനകപുരിയിലെത്തി, മിഥിലയിലെത്തി. അങ്ങനെ പരമോത്സവ യോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പുക്കിയതോ ദശരഥൻ. ഗംഭീരാഘോഷത്തോടെ വിവാഹം നടത്താൻ ഒരുങ്ങുകയാണ്. രാമലക്ഷ്മണന്മാരും വന്നിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാം ആചാര്യപാദാബ്ജവും. ഭരതശത്രുഘ്നന്മാരും ശ്രീരാമനെ വന്ദിക്കുന്നു, ലക്ഷ്മണനെ വന്ദിക്കുന്നു. അങ്ങനെ ജ്യേഷ്ഠാനുജന്മാരുടെ സമാഗമത്തിൻ്റെ സന്തോഷം അവിടെ അതിഗംഭീരമായി പാലിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോഴേക്കതാ പിന്നിൽ നോക്കുമ്പോൾ ആരാ നിൽക്കുന്നത്? മാതൃജനങ്ങൾ. കൗസല്യയുണ്ട്, കൈകേയിയുണ്ട്, സുമിത്രയുണ്ട്. ആ 3 മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാംബോജം അനുജന്മാർ. ശ്രീരാമൻ്റെ പാദം അനുജന്മാർ തൊഴുന്നു. അവിടുന്ന് വന്നവരെ അല്ലേ? അവിടുന്ന് വന്നൊരു പാരൊക്കെ കൈകേയിയുടെ പുത്രനായ ഭരതനും ശത്രുഘ്നനും കൊട്ടാരത്തിലാണ് അല്ലേ? അപ്പോൾ ഇവിടെ രാമലക്ഷ്മണന്മാരേ ഉള്ളൂ. അപ്പോൾ അവർ നമ്മൾ ജ്യേഷ്ഠാനുജന്മാരെ ആലിംഗനമൊക്കെ ചെയ്ത് സന്തോഷം പങ്കുവെച്ചു. എന്നിട്ടാണ് സീതാവിവാഹത്തിൻ്റെ കാര്യങ്ങൾ അവരിന്ന് ആലോചിക്കുന്നു. അപ്പോൾ ജനകൻ പറഞ്ഞൊരു കാര്യം, എനിക്കും കുശധ്വജൻ, അനുജൻ്റെ പേര് കുശധ്വജൻ എന്നാണ്, എനിക്കും അനുജനുമായിട്ട് 4 കന്യകമാരിവിടെയുണ്ട്. ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി. അപ്പോൾ അങ്ങേക്കാണെങ്കിൽ 4 കുമാരന്മാരുമുണ്ട്. അപ്പോൾ നമുക്ക് കാര്യം ഇപ്പോൾ എളുപ്പമായി എന്നാണ് പറഞ്ഞത്. ഇനി കല്യാണാലോചനയായിട്ട് വീടാന്തരം കയറി ഇറങ്ങൊന്നും വേണ്ടല്ലോ. നമുക്ക് എന്താവാം, ഈ 4 കുമാരിമാർക്കും 4 കുമാരന്മാരെ ഇവിടെ വിധിയാം വണ്ണം നിശ്ചയിക്കാമെന്ന് പറയാം. അവന് 4 കന്യകമാരുണ്ട് എനിക്കോ കൊടുപ്പാനായി, 4 പുത്രന്മാർ ഭവാൻ തനിക്കുമുണ്ടല്ലോ കേ. വസിഷ്ഠൻ താനും ദശദാനന്ദൻ ജനകൻ്റെ ഗുരുവാണ്, പുരോഹിതനാണ്. അപ്പോൾ അവിടെ ഒരു പുരോഹിതനുണ്ട്. അപ്പോൾ ഇവിടുത്തെ പുരോഹിതൻ ഇവിടെ നിൽക്കണമുണ്ട് അല്ലേ? വസിഷ്ഠൻ വന്നിട്ടുണ്ട്. അപ്പോൾ കൗശികനുണ്ട്, പോലെ വിശ്വാമിത്രനുണ്ട്. വസിഷ്ഠനും വിശ്വാമിത്രനുണ്ട് ഈ ഭാഗത്ത്. മുത്തുമാലകൾ, പുഷ്പമാല എല്ലാം അങ്ങനെ അണിയിച്ച് എല്ലാം അലങ്കാരങ്ങളും നടത്തി ഹോമവും കഴിച്ച് ഇതാ വിവാഹം അതിഗംഭീരമായി നടത്തി. രാമനു നൽകിയിടിനാൻ ജനക മഹീന്ദ്രനും
സീതാദേവി ആർക്ക് കൊടുത്തു? ശ്രീരാമചന്ദ്രന് കൊടുത്തു. അങ്ങനെ വിവാഹത്തിൻ്റെ പ്രദർശനമൊക്കെ കഴിഞ്ഞു അല്ലേ? വിവാഹം നടത്തുമ്പോൾ എന്താ പറയുക? മമ ഹൃദയേ ഹൃദയം തേ അസ്തു, മമ ചിത്തേ ചിത്തമസ്തു തേ ഋണാമി ഭഗവത്വായാം. എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിൽ ഇനി എന്നും സ്ഥിരമാകട്ടെ, അവിടുത്തെ ഹൃദയം എൻ്റെ ഹൃദയത്തിലും സ്ഥിരമാകട്ടെ. ഇന്നിപ്പോൾ അതൊന്നും ചെല്ലാതെ കല്യാണം നടത്തി രജിസ്റ്റർ ഓഫീസിലൊക്കെ നടത്തുകൊണ്ടാണ് എന്താ ആരുടെ ഹൃദയത്തിനും ആരുടെ ഹൃദയവും ഇല്ല അല്ലേ? 4 ദിവസം കല്യാണം കഴിക്കണു, 4 ദിവസം കഴിഞ്ഞാൽ ഡൈവേഴ്സ് ആവണു, വേറെ ചിലത് കഴിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ധർമ്മങ്ങളെല്ലാം ച്യുതിയായി നശിച്ചു പോയി. അപ്പം അതിലൂടെയാണ് ലോകം അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുന്നത്. പണ്ട് രാജകൊട്ടാരത്തിലുള്ളവർക്ക് പോലും എങ്ങനെ വേണമെങ്കിൽ നടത്താം, എങ്കിലും അവർക്ക് ധർമ്മമുണ്ടായിരുന്നു, സത്യമുണ്ടായിരുന്നു, ആദർശമുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നൽകി അങ്ങനെ വിവാഹം നടന്നു. ഹൃണാമിതേ സൗഭഗത്വായ, എൻ്റെ സൗഭാഗ്യത്തിന് വേണ്ടി ഞാൻ അങ്ങയുടെ കൈ പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വധു വരൻ്റെ കൈ പിടിക്കുന്നതും വരൻ വധുവിൻ്റെ കൈ പിടിക്കുന്നതൊക്കെ. എന്നതൊന്നും ഇപ്പല്ല, എന്തൊക്കെയോ പ്രേരണയിൽ എന്തെല്ലാമോ നടക്കണം. അപ്പോൾ മറ്റു 3 കന്യകമാരുണ്ട് ഇല്ലേ? ഊർമിള, ലക്ഷ്മണനും ഭരതശത്രുഘ്നന്മാരെ മാണ്ഡവി ശ്രുതകീർത്തിയെയും വിവാഹം ചെയ്തു. അങ്ങനെ 4 കുമാരന്മാർക്ക് 4 ഭാര്യമാരായി. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ അവിടെ കഴിഞ്ഞു. എന്നിട്ട് അവർ മുന്നം സീതാവൃത്താന്തത്തെക്കുറിച്ച് പറയാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഇനി പറയുന്നില്ല. കുശധ്വജൻ്റെ മകളായിട്ടുള്ള വേദവതിയാണ് ഈ സീതയായി ജനിച്ചിട്ടുള്ളത് എന്നൊക്കെ ജനകൻ പറയുന്നു. മുന്നം നാരദനരുൾ ചെയ്ത് കേട്ടിരിപ്പൂ ഞാൻ എന്നോട് മകളായ സീതാവൃത്താന്തമെല്ലാം. എനിക്ക് ഇത് മുമ്പേ അറിയാമായിരുന്നു. എന്ത്? ജനകപുരിയിലെ രാജകുമാരനാണ് സീതാദേവിയെ വിവാഹം ചെയ്യുക. ഈ ത്രയംബകം എന്ന് വില്ല് കുലയേറ്റുന്ന ആൾക്കാണ് വിവാഹം. അപ്പോൾ എല്ലാ രാജാക്കന്മാരും വന്നു തുടങ്ങിയപ്പോൾ ആർക്ക് കൊടുക്കണമെന്ന് അറിയാതായപ്പോൾ ഞാൻ എന്തു ചെയ്തു? ഞാനൊരു പണം നിശ്ചയിച്ചു. മൃത്യുശാസന ചാപം വൃത്തിയിടുന്ന പുമാൻ ഭർത്താവാകുന്നതോ മൽപുത്രിക്ക് എന്നതോ പണം. ഞാൻ പന്തയം വെച്ച് എന്തായിരുന്നു? വാക്ക് നൽകിയത് എന്തായിരുന്നു? ഈ മൃത്യുശാസന വില്ല് ആരാണോ കുലയ്ക്കുന്നത്, കാരണം ആരും സീതയെ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് വരുന്നത്. എന്ത് നല്ലതും അനുഭവിക്കണമെന്നുള്ള ദൃഢനിശ്ചയക്കാരനാണ് ആര്? രാവണൻ. രാവണൻ്റെ ചാടി അങ്ങനെയാണ്. ലോകത്ത് എന്തെങ്കിലും നല്ലതുണ്ടോ അതൊക്കെ തനിക്കാന്നാ പറയാം, വേറെ ആൾക്കില്ല. അപ്പം അങ്ങനെ സീതാദേവിയെയും കൊണ്ടുപോകാൻ അദ്ദേഹം വന്നു നോക്കി. പക്ഷേ ഈ പണം ഉണ്ടായതുകൊണ്ട് എന്തായി? പറ്റിയില്ല. വില്ലെടുത്തതും മറിഞ്ഞു വീണു. അദ്ദേഹത്തിന് മുറിപ്പാടുകളൊക്കെ പറ്റിയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ അന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത്? പരമാത്മാത്മജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ചരുദ്രാദികളർത്തിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്നവതരിച്ചത്. നാരദൻ എന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്ത്? രാവണനെ നിഗ്രഹിക്കാനായിക്കൊണ്ട് ഇതാ ഭഗവാൻ ശ്രീരാമനായി അവതരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇതാ ജനകന് സൗഹൃദ രൂപത്തിൽ പങ്കുവയ്ക്കുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. ഇനി ആ സ്തുതികൾ പറയുകയാണെങ്കിൽ ശ്രീരാമനെ സ്തുതിക്കുന്നു ആര്? ജനകൻ. മരുമകനെ അങ്ങോട്ടാണ് ആദരിക്കുന്നത് അല്ലേ? മരുമകൻ ആരാണെന്ന് ജനകന് പൂർണ്ണമായും ബോധ്യമായി. നിരവധി വേദാന്ത തത്വങ്ങളുണ്ട് അവിടെ. അതിലേക്ക് കടന്നാൽ നമുക്ക് വിഷയം പൂർണ്ണമായി കവർ ചെയ്യാൻ പറ്റുമോ അറിയില്ല. ഏതെങ്കിലും ചിലത് പറയാം അല്ലേ? ദർപ്പക സമനായത്തിൽ പുരുഷനെ നോക്കി വിൽപ്പാട് തെളിഞ്ഞുര ചെയ്തതോ ജനകനും. ജനകൻ ഭഗവാനെ അങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി എന്ന് പറയാണ്. അദ്യമേ സഫലമായി വന്നു മാനുഷജന്മം കദ്യോത ആയുധ സഹസ്രോദ്യോത രൂപത്തോടും. എൻ്റെ ജന്മം ഇതിലും പരം എനിക്ക് സഫലമാവാനില്ല. ഒരു ജീവൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഭഗവാനെ അന്തേ നാരായണ സ്മൃതി അല്ലേ? ഭാഗവതം പറയുന്നു നമുക്ക് അവസാനത്തിലെങ്കിലും ഭഗവാനെ ദർശിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടാകണേ എന്നാണ്. അതിൻ്റെ ഉപാസനാ മാർഗങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ അല്ലേ? നമ്മൾ ഭക്തിക്കും മോക്ഷത്തിനുമുള്ളത് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? പുരാണങ്ങൾ പഠിക്കുന്നു, നാമം ജപിക്കുന്നു, നാരായണീയം വായിക്കുന്നു, ക്ഷേത്ര ദർശനം നടത്തുന്നു, വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു, സത്സംഗങ്ങളിൽ പങ്കുചേരുന്നു. ഇതൊക്കെ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗങ്ങളാണ്. അത് കൊണ്ട് മാത്രം പൂർത്തിയായിക്കൊള്ളുന്നില്ല. അത് എത്രത്തോളം നിഷ്കളങ്കവും, നല്ല ഗോപാലേട്ടൻ്റെ കഥ പറഞ്ഞു ഇല്ലേ, എത്രത്തോളം നിഷ്കളങ്കവും നിഷ്കാമവുമായി ചെയ്തിട്ടുണ്ടോ ഫലസിദ്ധി അതിനാണ്. പരീക്ഷ ഇപ്പോൾ എല്ലാവരും എഴുതുന്നുണ്ട്. പഠിച്ച് ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് പഠിച്ചെഴുതുന്നവരുടെ റിസൾട്ടും അല്ലാത്തവരുടെ റിസൾട്ടും രണ്ടായി പോകുന്നു. എന്താ? അവരും പഠിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും അത് ഉള്ളിലങ്ങ് തട്ടിയിട്ടില്ല. ഉള്ളിൽ തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി
തദഹം ഭക്ത്യുപഹൃതം അശനാമി പ്രയതാത്മന. ഭഗവാൻ അർജുനോട് പറയാണ്, അർജുന, ഭക്തി എന്താണ്, എങ്ങനെയാണ്? എന്നെ തൃപ്തിപ്പെടുത്താൻ ഒരു വിഷമവുമില്ല. ഒരു ഇല കൊണ്ട്, ഇല്ലേ, പാഞ്ചാലിയുടെ കഥ നമ്മൾ പറഞ്ഞു, ചീര ഇല കൊണ്ടാണ് പാഞ്ചാലി ഭഗവാനെ തൃപ്തിപ്പെടുത്തിയത്. പുഷ്പം, ഗജേന്ദ്രൻ ഒരു താമരപ്പൂ കൊണ്ടാണ് സാക്ഷാത്കാരം നേടിയത്. ഫലം, ശബരി കടിച്ചു നോക്കിയ ഫലം കൊടുത്ത് പഴം കൊടുത്തിട്ടാണ് സാക്ഷാത്കാരം നേടിയത്. തോയം, എന്താണ്, രന്തിദേവൻ തനിക്ക് അവസാനം ശേഷിച്ച കുറച്ച് വെള്ളം കുടിക്കാണ്ട് അതും കൂടി കൊടുത്തിട്ടാണ്. അതാണ് ദാനധർമ്മം, അല്ലേ? ഇതൊക്കെ ത്യാഗത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പം ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി. ത്യാഗമുള്ളവർക്ക് എന്ത് കിട്ടുള്ളൂ? നേടാൻ കഴിയും. താഴ്മയുള്ളിടത്തെ എന്തുള്ളൂ? അഭ്യുന്നതിയുള്ളൂ, വിജയമുള്ളൂ. എളിമയാണ് മഹത്വത്തിലേക്കുള്ള ചവിട്ടുപടി എന്നൊക്കെ പറയുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ കണ്ണുകൊണ്ട് അങ്ങയെ ദർശിക്കാൻ കഴിഞ്ഞുവല്ലോ എന്ന് പറയാണ്. അംബരീഷൻ്റെ ചരിത്രമൊക്കെ അതിൽ നമുക്ക് പറയാനുണ്ട് വേണമെങ്കിൽ. ഭഗവാൻ പറയുന്നത് നമേ ഭക്ത പ്രണശ്യാമി, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നമേ ഭക്ത പ്രണശ്യാമി. എന്താർത്ഥം? എൻ്റെ ഭക്തന് ഒരു കാലത്തും നാശമില്ല. അപ്പോൾ ഭഗവാന്റെ സംരക്ഷണം യഥാർത്ഥ ഭക്തന് എപ്പോഴുമുണ്ട് എന്നാണ് അർത്ഥം. അപ്പം അങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ പറയുന്നു. ഭക്തി സംഭവിക്കണം, മുക്തിയും ലഭിക്കണം. പാദാംബുജകളിതാമ്പു ബിന്ദുക്കൾ ധരിച്ച് ഉൽപ്പലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നതിന് ഭഗവാന്റെ അവതാര കഥകൾ പറയാം. ഇതിലൊക്കെയും അങ്ങ് അവതാരങ്ങളെടുത്ത് എന്ത് ചെയ്തു? ലോകക്ഷേമം, അല്ലേ? ദുഷ്ടനിഗ്രഹവും ലോകക്ഷേമവുമാണ് ഓരോ അവതാരത്തിൻ്റെയും. അത് അവതാരം എന്നെന്താ? താഴോട്ട് ഇറങ്ങി വരിക എന്നർത്ഥം, അല്ലേ? അവതരിക്കലാണ്, താഴോട്ട് ഇറങ്ങി വന്ന്. അപ്പോൾ ഭഗവാൻ മുകളിൽ നിന്ന് അവിടെ നിന്നിട്ടല്ല ചെയ്യുന്നത്, നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നു. പത്രം, പുഷ്പം, ഫലം, തോയം, യോമേ, ആരാണോ ഇതിൽ ഏതായാലും വേണ്ടില്ല. കുചേലൻ അവിലും കൊണ്ട് ചെന്നു, അല്ലേ? കുചേലനോട് ഭഗവാൻ പറയുന്നു, എനിക്ക് ഇത്രയും കാലമായിട്ട് ആകെ 4 ആളെയാണ് എന്ത് തന്നിട്ടുള്ളൂ? ഭക്തിപൂർവ്വം ഉപഹാരം തന്നിട്ടുള്ളൂ. ആരൊക്കെയാണത്? ഒന്ന് പാഞ്ചാലി, ഒന്ന് ഇപ്പം നേരത്തെ പറഞ്ഞു ഗജേന്ദ്രൻ, ഇന്ദ്രദ്യുമ്നൻ, പിന്നെ ആരാണ്? ശബരി, ഇനിയോ ആ രാജാവ് രന്തിദേവൻ. പിന്നെ ഇവർ 4 ആളെ എനിക്ക് ഇതുവരെയും വേണ്ട പ്രകാരത്തിൽ ഉപഹാരം തന്നിട്ടുള്ളൂ. ഇപ്പം അങ്ങും എന്തുകൊണ്ട് തന്നു? അവിൽ കൊടുക്കാൻ കുചേലന് ഭയങ്കര വിഷമം. എന്താ പറയുന്നത്? എന്താ കാര്യം? അതിൽ കല്ലും നെല്ലും എല്ലാം അവിലെന്ന് സങ്കല്പിച്ച് ഭഗവാനോട് കഴിച്ചു, അല്ലേ? വീടുകളിൽ നിന്ന് ഇറന്നു കൊണ്ടുവന്ന നെല്ല് കൊണ്ടുവന്നിട്ടാണ് അവിലിടിച്ചുണ്ടാക്കിയിരിക്കുന്നത്. അതിൽ കല്ലുണ്ട്, നെല്ലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഭഗവാനെ ഞാൻ എങ്ങനെയാണ് അങ്ങേക്കിത് സമർപ്പിക്കുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭക്ത്യുപഹൃതം. ആരാണോ ഭക്തിയോടുകൂടി എന്തു തന്നാലും സ്വീകരിക്കുന്ന എനിക്ക് ഇതൊക്കെ സ്വീകാര്യമാണ്. അപ്പം അങ്ങ് മനസ്സറിഞ്ഞിട്ടല്ലേ എനിക്ക് ഈ അവിൽ കൊണ്ടു തന്നിരിക്കുന്നത്. ഇതുപോലെ 3-4 ആൾ ഇതിനു മുമ്പ് കൊണ്ടു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിൽ ധാരാളം സന്തോഷമാണ്, തന്നോളൂ എന്ന് പറയുന്നു. തന്നതും വാങ്ങി ഒരു പിടി വാരി അങ്ങ് കഴിക്കുന്നു. അപ്പോഴേക്ക് തന്നെ ഐശ്വര്യം ഏതാണ്ട് കുചേലൻ്റെ കൂടെ പകുതി പോയി. രണ്ടാമത് വാരാൻ നോക്കിയപ്പോൾ ലക്ഷ്മി ദേവി സമ്മതിച്ചില്ല. താൻ ഇവിടെ നിന്ന് വിട്ടിട്ട്, ദ്വാരകയിൽ നിന്ന് വിട്ടിട്ട് എവിടെ പോണ്ടി വരും? കുചേലൻ്റെ പുരിയിൽ പോയിരിക്കേണ്ടി വരുമെന്ന് കരുതി അതിന് അനുവാദം കൊടുത്തില്ല. അപ്പം അങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, അതാണ് ഭക്തിബഹൃതം അശനാമി. ഭക്തിബഹൃതം ഭക്തിയോടുകൂടി ഒരു ഭക്തൻ എനിക്ക് തന്നാൽ ഞാൻ അശനം ചെയ്യും, ഭക്ഷിക്കും, ഞാൻ സ്വീകരിക്കും എന്നർത്ഥം. അപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ ചെല്ലുമ്പോൾ എന്തെല്ലാം വഴിപാടുകളല്ലേ, എന്തിലും ഭഗവാനെ കണ്ട് അർപ്പിക്കുമ്പോൾ അതിന് ഫലപ്രാപ്തിയുണ്ട് എന്ന് തന്നെയാണ് സൂചന. അപ്പോൾ നോക്കുക, അവസാനം 100 കോടി കാഞ്ചനഭാരങ്ങൾ ഉപഹാരമായി സീതാദേവിക്ക് നൽകിക്കൊണ്ട് നവധി പരിവാരങ്ങളോട് കൂടിയിട്ടാണ് അവരെവിടേക്ക് തിരിച്ചു പോയത്? അയോധ്യയിലേക്ക് തിരിച്ചു പോകുന്നു. അവിടം കൊണ്ടും തീർന്നില്ല, അല്ലേ? പരീക്ഷണങ്ങളെ നവധി നേരിടുന്നുണ്ട്. ധർമ്മത്തിൽ ജീവിക്കുന്നവർക്ക് നിരവധി പരീക്ഷണങ്ങളുണ്ടാകും. ആ പരീക്ഷണങ്ങളെ അതിജീവിക്കുമ്പോൾ മാത്രമാണ് വിജയിക്കാൻ കഴിയുക. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജീവിതം ത്യാഗത്തിൻ്റെ ജീവിതമാണ്, കഷ്ടപ്പാടിൻ്റെ ജീവിതമാണ്. എന്നിരുന്നാലും പതറാത്ത മനസ്സോടുകൂടി, അതാണ് മര്യാദാ പുരുഷോത്തമൻ എന്ന് മഹാദേവൻ പറഞ്ഞതും ധർമ്മത്തിൻ്റെ വിഗ്രഹം എന്ന് മാരീചൻ പറഞ്ഞതൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ്. അങ്ങനെ പോകുമ്പോഴേക്ക് ഒരനിഷ്ട സംഭവം ഉണ്ടാകുന്നു. കൽമഷമകന്നോരു ജനകേന്ദ്രവേന്ദ്രനും തന്മകളായ സീത തന്നെയോ ആശ്ലേഷിച്ചു നിർമ്മലഗാത്രിയായ പുത്രിക്കും പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ. ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നാൽ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് ആ പിതാവ് ആർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു? സീതാദേവിക്ക്. ശകുന്തളയെ വിവാഹം ചെയ്ത് പറഞ്ഞയക്കുമ്പോൾ
അവിടെ കണ്ണു മഹർഷി ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഏതൊരു മകളെയും വിട്ടുപിരിയുമ്പോൾ അച്ഛന് ദുഃഖം ഉണ്ടാവും, ആ ജനകനും ദുഃഖമുണ്ട്. അവിടെ ചെന്നിട്ട് അനിഷ്ടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാണ്ട് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ വളരെ ആനന്ദത്തോടു കൂടി എല്ലാവരും നീങ്ങുമ്പോഴാണ് അതാ മുന്നിലേക്ക് ആര് വരുന്നു? പരശുരാമനും ശ്രീരാമനും നേർക്കുനേരെ ഒരേ ആളുടെ രണ്ട് അവതാരമാണ് അല്ലേ? മഹാവിഷ്ണു തന്നെയാണ് രാമനായും പരശുരാമനായും ഒക്കെ അവതരിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടി എന്നാണ് അതിൻ്റെ ലക്ഷ്യം. അത് താഴെ പറയുന്നു. ചിരഞ്ജീവികൾ 7 പേരാണ്. ഇവിടെ പരശുരാമനും രാമായണത്തിലെ 3 പേരും ചിരഞ്ജീവികളാണ് അല്ലേ? ആരൊക്കെയാ? വിഭീഷണൻ, ഹനുമാൻ, അതേപോലെ പരശുരാമൻ. അപ്പോൾ അത്രയൊക്കെ മഹത്തരമാണ് രാമായണ കഥ എന്നാണ് പറയുന്നത്. ആരൊക്കെ 7 പേര് ചിരഞ്ജീവികൾ? അശ്വത്ഥാമ, ബലി, വ്യാസ, ഹനുമാൻശ, വിഭീഷണ, പരശുരാമ, കൃപ പരശുരാമശ്ച സപ്തൈതേ ചിരഞ്ജീവിന. അശ്വത്ഥാമാവ് മഹാബലി, വേദവ്യാസൻ, ശ്രീ ഹനുമാൻ, വിഭീഷണൻ, കൃപര്, അതേപോലെ തന്നെ മഹാബലി, ഇവരൊക്കെ ചിരഞ്ജീവികളാണ്. അപ്പോൾ അവിടെ പരശുരാമനെ കാണുന്നു. എന്താണ് പരശുരാമൻ്റെ ലക്ഷ്യം? പരശുരാമൻ എന്തിനു വേണ്ടി അവതരിച്ചതെന്ന് അന്നലെ പറഞ്ഞ്? എന്തിനു വേണ്ടി അവതരിച്ച്? കാർത്തവീര്യാർജുനനെ വധിക്കാൻ വേണ്ടി അല്ലേ? മാഹിഷ്മതിയിലെ രാജാവാണ് ആര്? കാർത്തവീര്യാർജുനൻ ദുഷ്ടാഗ്രേസരനാണ്. 1000 കൈകൾ വരബലമായി കിട്ടിയിട്ടുണ്ട്. ആ 1000 കൈകളുമായി രാവണനെ അടക്കം പുഴയിൽ ഒഴുക്കി കളഞ്ഞു ആര്? ഈ കാർത്തവീര്യാർജുനൻ. അങ്ങനെ ക്ഷത്രിയ വംശത്തിൽ നിരവധി ദുഷ്ടന്മാരായ രാജാക്കന്മാർ ജനിച്ചിട്ടുണ്ട്. ഇവരുടെ നീതികേടിൻ്റെ അനന്തരഫലമാണ് ആരുടെ അവതാരം? പരശുരാമൻ്റെ അവതാരം. അപ്പോൾ അത് അവിടെ പറയുന്നു, കുറഞ്ഞൊരു വീതി ഉണ്ടാകും. ഇപ്പോൾ വസിഷ്ഠൻ പരശുരാമൻ വരുമ്പോൾ തന്നെ പറഞ്ഞു ശ്രീരാമനോട്, ഈ കൂട്ടത്തിലുള്ള ആരും ഭയപ്പെടണ്ട, കുറച്ച് കഷ്ടകാലം ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്, പക്ഷേ അതിനുശേഷം ശാന്തിയും ലഭിക്കുമെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ, പിന്നീടും അഭയവും ഉണ്ടാവും എന്നറിഞ്ഞാലും. അപ്പോൾ ഭഗവാനിൽ നിങ്ങൾ മനസ്സർപ്പിച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോവുക. ഭഗവാൻ തുണയ്ക്കുണ്ടോ? ആരും ഭയപ്പെടേണ്ടതില്ല അല്ലേ? ഹരിനാരായണൻ പരൻ ജഗന്നാഥൻ അരീകത്തുണ്ടല്ലോ തുണയായ എപ്പോഴും. മഹാഭാരതത്തിലെ വരികളാണ്. അപ്പോൾ ആ വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. ആ ഹരിഗോവിന്ദൻ ഹരിനാരായണൻ എല്ലാ സമയത്തും എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ഭക്തന് ഏതാപത്ത് മുന്നിൽ വന്നാലും പതറേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിനെ അതിജീവിക്കാനുള്ള ശക്തി അവർക്ക് ലഭിക്കുമെന്നുള്ള സൂചനയാണ് അവിടെ കൊടുക്കുന്നത്. അതാണ് വസിഷ്ഠൻ പറയുന്നത്, ആരും ഭയപ്പെടണ്ട. അങ്ങനെയാണ് ഇത്തരം വിധിസുതനര ബ്രഹ്മാവിൻ്റെ പുത്രനാണ് വസിഷ്ഠൻ പറഞ്ഞപ്പോൾ ആ സമയം അതാ മുന്നിൽ പ്രത്യക്ഷനായി നിൽക്കുന്നുവരെ പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. ഭാർഗവനാരാ? ജമദഗ്നിയുടെയും രേണുകയുടെയും 5ാമത്തെ പുത്രനാണ് ആര്? പരശുരാമൻ. അദ്ദേഹം ചെയ്യാത്ത സാഹസ പ്രവർത്തികളൊന്നുമില്ല അല്ലേ? ജമദഗ്നി ഉണ്ടായ കഥയൊക്കെ ഇന്നലെ പറഞ്ഞു. ഹവിസ് മാറിക്കഴിച്ചതിൽ നിന്നുണ്ടായതാണെന്നും പുത്രനാണെന്നുള്ള കഥകളൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ആ ജമദഗ്നി മഹാതപസ്യ. ആ തപസ്യയായി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് രേണുക ഒരിക്കൽ യാഗം ചെയ്യാൻ വേണ്ടി ജലമെടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ഒരു ഗന്ധർവൻ നീരാടുന്നുണ്ട്. അക്കരെ നിന്ന് നീരാടുന്ന ഗന്ധർവനെ നോക്കി ഇവൾ കുറച്ചു നേരം നിന്നു എന്നാണ്. അതിലൂടെ അവിടെ യാഗത്തിനുള്ള സമയത്ത് വെള്ളമെത്തിയില്ല. ജമദഗ്നി തൻ്റെ ജ്ഞാനദൃഷ്ടിയിലൂടെ മനസ്സിലാക്കിയ സംഭവങ്ങൾ എന്താണെന്ന് അങ്ങനെ രേണുകയെ അവൾ മനസ്സാ വ്യഭിചരിച്ചു അല്ലേ? ഒരു സ്ത്രീക്കുള്ള ഏറ്റവും ധനം എന്താണ്? പാതിവ്രത്യമാണ്. പരപുരുഷനെ സമീപിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കർശനമായി അഥവാ ശിക്ഷിക്കപ്പെട്ടിരുന്നതായിരുന്നു ഭാരതീയ സംസ്കാരം. ആ ഭാരതീയ സംസ്കാരത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ച് പോവുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അധപ്പതനമല്ലാതെ പുരോഗതിയൊന്നും ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കുന്ന കഥയാണിത്. ആ രേണുക മാനസികമായി വ്യഭിചരിച്ചു എന്ന് മനസ്സിലാക്കിയ ജമദഗ്നി മക്കളോട് പറഞ്ഞു, എന്ത്? ഇനി അമ്മ ജീവിച്ചിരിക്കാൻ യോഗ്യയല്ല, അമ്മയെ വധിക്കൂ. പരശുരാമൻ്റെ മേലുള്ള 4 ആളും പറഞ്ഞു, അമ്മയെ കൊല്ലാൻ അതിനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞു. അപ്പോൾ പരശുരാമൻ പറഞ്ഞു, ഞാൻ കൊല്ലാം. ആ പരശുരാമനോട് എന്താ പറഞ്ഞത്? നീ ഈ 4 സഹോദരന്മാരും വധിക്കണം, അമ്മയും വധിക്കണം. കാരണം പറഞ്ഞത് കേൾക്കാത്തവരല്ലേ? പുത്രൻ അച്ഛൻ്റെ ആജ്ഞ പറയാതെ ചെയ്യുന്ന ആളാണ് സൽപുത്രൻ.
പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമനായ പുത്രൻ അല്ലേ. പറഞ്ഞിട്ടും ചെയ്യാത്ത മക്കളെ എന്താ പറയാ? പുത്രോർമലം എന്ന് ചൊല്ലുന്നിതേ. പുത്രന്മാരിൽ മലമാണ്, വിസർജനമാണ് എന്ന് വേണം പറയാൻ. അങ്ങനത്തെ മക്കളെ മക്കളായി കരുതാൻ പാടില്ല. അപ്പം ഇതൊക്കെ രാമായണത്തിലുണ്ട് ഇല്ലേ? അപ്പം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പം ഇവിടെ പറയുകയാണ് എന്ത്? പരശുരാമനോട് പറഞ്ഞതും ചെയ്യുന്നു. അമ്മയെ വധിച്ചു അപ്പം പരശുരാമൻ പറഞ്ഞു, എന്ത് വധിച്ച ഉടനെ പറഞ്ഞു, എനിക്ക് എന്ത് വരാണ് നിനക്ക് വേണ്ടതെന്ന് ജമദഗ്നി ചോദിച്ചപ്പോൾ ഞാൻ വധിച്ചതായിട്ട് ഇവരെ അറിയാൻ പാടില്ല. ഈ 4 സഹോദരന്മാരും അമ്മയും ഞാൻ വധിച്ചതായിട്ട് അറിയാനും പാടില്ല. അവരൊക്കെ ജീവിക്കും വേണം. അപ്പം എന്താ സംഭവം? ഒരു അധർമ്മത്തെ കഴുകിക്കളയുകയും ചെയ്തു, അതേസമയം ധർമ്മം പുനഃസ്ഥാപിക്കുകയും ചെയ്തു അല്ലേ. അച്ഛൻ ജമദഗ്നി ഇവരെയൊക്കെ ജീവിപ്പിച്ചു. അമ്മയും ജീവിച്ചു, മക്കളും ജീവിച്ചു, സഹോദരന്മാരും ജീവിച്ചു. പാപത്തിൻ്റെ കറ കഴുകിക്കളയുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് പരശുരാമൻ്റെ കഥ. അപ്പോൾ ആ പരശുരാമൻ അപ്പോൾ അവിടെ വന്ന് നിന്നിട്ട് എന്താ ചോദിക്കുന്നുണ്ട് അറിയോ? ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ, മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ, നില്ല രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ, അല്ലെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ട്. നീ ഇപ്പോൾ എന്താ ചെയ്യുന്ന? ഇവിടുന്ന് ജനകപുരിയിൽ നിന്ന് ഒരു വില്ലും കുലച്ചിട്ടല്ലേ വരണ? അതേത് വില്ല? എൻ്റെ ഗുരുനാഥൻ്റെ വില്ല. വള്ളത്തോളിൻ്റെ ഒരു കവിതൻ്റെ ശിഷ്യനും മകനും ഇല്ലേ? അവിടെ ശിഷ്യനാരാ? പരശുരാമനാ. മകൻ ഗണപതി. ശിഷ്യൻ ഗുരുനാഥനെ കാണാൻ എപ്പോഴും ചെല്ലാന്ന ഒരു ശിഷ്യൻ്റെ അവകാശമാണ്. ഗുരുനാഥനെ എവിടെ വെച്ച് എപ്പോൾ പോയിട്ടും കാണാം. ആ അധികാരത്തിൽ പരശുരാമൻ കൈലാസത്തിൽ കയറി ചെല്ലുമ്പോൾ ഗണപതി എന്ത് ചെയ്തു? തടുത്തതും പരശുരാമൻ ചിന്തയൊന്നും ഉണ്ടായില്ല. എന്ത്? പരശു കൊണ്ട് കൊമ്പൊന്നങ്ങോട്ട് പോയി. കൊമ്പൊന്നു പോയി ചോരയിലാണ്ട് നിൽക്കും ഗജാസിനെ കണ്ടതി സംഭ്രമത്താൽ. ആ കൊമ്പ് മുറിഞ്ഞു കിടക്കുന്ന ഗണപതിയെ കണ്ടിട്ട് പാർവതീ ദേവിക്ക് വിഷമമായി. ഓടി വന്ന് ശിവന് കുറച്ചാണ്ട് ശകാരിച്ചു. ഉടൻ മഹാദേവിയിടത്തു കയ്യാൽ അഴിഞ്ഞ പാർവും കുഴലൊന്നൊതുക്കി, ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചു. കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യന് നിന്നിതാനും, ദിവ്യായുധം വല്ലതുമുണ്ട് ബാക്കി, എന്നാൽ അതും നൽകി അനുഗ്രഹിക്കാം. പാർവതി എന്താ പറഞ്ഞറിയോ? മതിയായില്ലേ? സന്തോഷമായില്ലേ? ഇപ്പം ശിഷ്യനെ പഠിപ്പിച്ച് വലുതാക്കി പോകുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരായുധം കൊടുത്തു വിട്ടിട്ടുണ്ട്. ഏതാ? ആ ആയുധമാണ് പരശു. ആ പരശു ധരിച്ചത് കൊണ്ടാണ് ഇദ്ദേഹം ആരായത്? ഭാർഗവൻ പരശുരാമനായത്. അത് ലക്ഷ്യം പഴക്കില്ല. ആരെ നേർക്ക് പ്രയോഗിച്ചാലും. ഇപ്പോൾ മഹാദേവൻ്റെ മകനാണെന്നൊന്നും നോക്കിയില്ല, അദ്ദേഹം പ്രയോഗിച്ചു അല്ലേ. അപ്പം എന്താ ഉണ്ടായ? കൊമ്പൊന്നു പോയി ചോരയിലാണ്ട് നിൽക്കും ഗജാസിനെ കണ്ടതി സംഭ്രമത്താൽ. കൊമ്പൊന്നൊടിഞ്ഞ് ചോരയും വാർന്നുകൊണ്ട് നിൽക്കുന്ന മകനെ കണ്ടിട്ടാണ് പാർവതി വന്നത്. എന്നിട്ടാ ചോദിക്കുന്നത്, ഇപ്പം മതിയായില്ലേ? ആയുധം കൊടുത്തില്ലേ? ഇനി വല്ല ആയുധം അത് യാഗപുരയിലോ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി കൊടുത്തു വിടേണ്ട ശിഷ്യനാണ് അപ്പോൾ ഈ വന്നിറക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പരശുരാമൻ്റെ ക്ഷാത്രവീര്യം അത്രത്തോളമാണ്. ഒരു പിൻവിചാരമില്ലാതെ അല്ലെങ്കിൽ മുൻവിചാരമില്ലാതെ അദ്ദേഹം രംഗത്ത് വരും. അതാണിപ്പോൾ ഇവിടെയും തൻ്റെ ഗുരുനാഥൻ്റെ വില്ല് കുലച്ചിട്ടല്ലേ ഇപ്പോൾ ഈ വരുന്ന ശ്രീരാമൻ. അപ്പം ഇനി ശ്രീരാമനെ വെച്ചേക്കാൻ പാടില്ല എന്നാണ് ഭാവം. അപ്പോൾ ദശരഥൻ പറഞ്ഞു, വരുന്നത് കണ്ടപ്പം തന്നെ അദ്ദേഹത്തിന് അല്പം ഒരു ഭയപ്പാടായി. കാരണം എന്താ? ദശരഥൻ മനുഷ്യനാണ് അല്ലേ. മനുഷ്യന് കുറേ ദുർബലതകളുണ്ട്, ദൗർബല്യങ്ങളുണ്ട്, അതായത് പല പോരായ്മകളുണ്ട്. അദ്ദേഹം പരിഭ്രമിച്ചു. പരശുരാമനാണ് ഇയാൾ. ഈ ഭൂമി 21 വട്ടം ഭൂപ്രദക്ഷിണം നടത്തി ക്ഷത്രിയ വംശത്തെ മുഴുവൻ ഉന്മൂലനാശം വരിച്ച സ്വന്തം അമ്മയെ കൊന്ന് ആളാണ് ഈ പരശുരാമൻ. കാരണം അതൊക്കെ വേണ്ടി വന്നു അല്ലേ. അപ്പോൾ അതാണ് അധർമ്മത്തിൻ്റെ മുമ്പിൽ സ്ഥാനമാനങ്ങളില്ല. അധർമ്മം ആര് ചെയ്താലും അതിനെതിരെ. അതാണ് ക്ഷത്രിയ ധർമ്മം. ദുഷ്ടാനാം ഉപരോധം നൃപകുലധർമ്മം എന്നാ പറയാം. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതാണ് രാജകുലത്തിൻ്റെ ധർമ്മം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഭാർഗവരാമൻ അങ്ങനെ ആ ഹേയ രാജാവായിട്ടുള്ള കാർത്തവീര്യാർജുനൻ്റെ കൊന്ന കഥ ഒക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ആർക്കറിയാം? ദശരഥന് നല്ലതുപോലെ അറിയാം. ആ ആളായി വരുന്നത് വെട്ടുമ്പൊളിപ്പച്ചപ്പാടും വിട്ടിട്ട് അല്ലേ. അപ്പോൾ പറഞ്ഞു, ദശരഥനോട് എന്ത് പറഞ്ഞു? ഞങ്ങളെ രക്ഷിക്കണേ എന്നാ പറയണത്. മാം പരിത്രാഹി രേണുകാത്മജ, രേണുകയുടെ പുത്രനായിട്ടുള്ള അല്ലയോ ഭാർഗവരാമ, രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. അങ്ങയുടെ ചരിത്രക്കൊക്കെ നല്ലതുപോലെ അറിയാം. ക്ഷത്രിയ വംശത്തെ മുഴുവൻ കൊന്നൊടുക്കി അങ്ങൊരു തീർത്ഥം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ. ആ തീർത്ഥത്തിൻ്റെ പേരെന്താ? സമന്ത പഞ്ചകം. രക്തം തളം കെട്ടി നിന്നിരുന്നതായിരുന്നു. അത് പിന്നീട് എന്തായി? ഒരു തീർത്ഥ ജലാശയമായി മാറി എന്നാ പറഞ്ഞു. അതാണ് ഏത്? സമന്ത പഞ്ചകത്തിൽ സ്നാനം ചെയ്യുന്നതൊക്കെ വളരെ വിശേഷമാണെന്നൊക്കെ പറയും. അപ്പോൾ അത് ദശരഥൻ ഇങ്ങൊക്കെ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും
ഭാർഗവരാമൻ അങ്ങൊരു ചിന്ത പോലുമില്ല, അല്പം പോലും ആദരിയാതെ. അപ്പോൾ അതാ പറഞ്ഞു, ദശരഥൻ ചൊന്നത് ആദരിയാതെ ബദ്ധരോഷേണ വന്യജ്വാല പൊങ്ങിയിടും വണ്ണം. അഗ്നിയാണ് അദ്ദേഹത്തിൽ നിന്നും ജ്വലിക്കുന്നത്, പ്രകാശിക്കുന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി പറയാണ്, ഞാൻ അങ്ങയോട് എതിർക്കാനൊന്നും പോരാ, ഞാനൊഴിഞ്ഞുണ്ടോ രാമ. അതാ ചോദിക്കുന്നത്, ഞാനൊഴിച്ച ഒരു രാമൻ ഈ ഭൂമിയിൽ ഇരിക്കാൻ പാടില്ല എന്നാണ് പരശുരാമൻ പറഞ്ഞത്. ഞാനൊരു രാമനല്ലേ, നീ ആരാണ്? നീയും രാമനാ. രണ്ട് രാമന്മാരിവിടെ വേണ്ട, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ. അപ്പം അതുകൊണ്ട് നീ എന്നോട് യുദ്ധം ചെയ്തേ പറ്റൂ എന്നാണ്. കയ്യിലുണ്ടൊരു ജാപം വൈഷ്ണവം മഹാസാരം. എൻ്റെ കയ്യിൽ ഇതാ ഞാനൊരു ജാപം വേറെ കൊടുക്കുന്നുണ്ട്, അതേതാ? വൈഷ്ണവമാണ്. നീ ഇപ്പത് മഹാദേവൻ്റെ ജാപമല്ലേ കുലച്ചത്, എൻ്റെ കയ്യിൽ ആരുടെ ജാപമുണ്ട്? വിഷ്ണുവിൻ്റെ ജാപമുണ്ട്. അപ്പോൾ വിഷ്ണുവിൻ്റെ അവതാരം പരശുരാമൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഒരു വിഷ്ണു അവതാരമുള്ള ഒരാളൊക്കെ അത് കുലയേറ്റാനൊക്കെ സാധിക്കും, ഇത് നീ കുലയേറ്റണം. അപ്പോൾ ഈ വരുന്ന ആൾ ആരാണെന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് പരശുരാമൻ എന്ത് പറഞ്ഞത്, ഈ വൈഷ്ണവജാപം നീ കുലയേറ്റ്, എന്നാൽ എന്നെ ഞാൻ സമ്മതിക്കാം, നീ ആ ത്രയംബകം കുലച്ചതിന് അർഹതയുണ്ട് എന്ന് എനിക്ക് സമ്മതിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ശോണിയും ഭാരമൊന്നു വിറച്ചു ഗിരികളും. പറയുന്നല്ല ചെയ്ത്, ഗർജിക്കുക ചെയ്ത പരശുരാമൻ അല്ലേ, ഭൂമി തന്നെ കിടുകിടാ വിറച്ചു പോയി എന്നാണ് പറഞ്ഞത്. പങ്ക്തിസ്യന്തനൻ ഭീതി കൊണ്ട് വേപത് പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചേതനയനും. ഇതെവിടേക്ക് കേട്ടു ഈ കിടുകിട് വിറപ്പ്? ബ്രഹ്മലോകത്തേക്ക് കേട്ടു. ബ്രഹ്മാവ് അവിടെ ഇരുന്ന് ഭയപ്പെട്ടു. നീലലോഹിതാക്ഷൻ ആര്? മഹാദേവൻ എവിടെ ഇരുന്ന് ചിന്തിച്ചു, ഇതാപ്പോൾ ഇതൊക്കെ ഇവിടെ എന്ത് അനിഷ്ട സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ വരുന്നത് എന്നറിയില്ല. അപ്പം അതുകൊണ്ട് അപ്പോൾ ഭഗവാൻ പറയുകയാണ്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അങ്ങയുടെ വെല്ലുവിളി നേരിടാനുള്ള ശക്തനല്ല, അതിനുള്ള പ്രാപ്തിയൊന്നും എനിക്കില്ല. അതാണ് മഹാന്മാരുടെ ലക്ഷണം അല്ലേ. ജ്ഞാനന്തപശ്ച വിനയാനിതം ഏവമാന്യം എന്ന് നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നു അല്ലേ. ഒരാൾക്ക് എന്തുണ്ടായിക്കോട്ടെ, എന്ത് സമ്പത്തുണ്ടായിക്കോട്ടെ, എന്ത് വിദ്യായോഗ്യത ഉണ്ടായിക്കോട്ടെ, എന്ത് ആരോഗ്യ പ്രൗഢി ഉണ്ടായിക്കോട്ടെ, എന്നിരുന്നാലും അയാൾക്ക് വേണ്ടത് എന്താണ്? ജ്ഞാനം. ജ്ഞാനവും തപസ്സെടുത്തവർക്കും അങ്ങനെയുള്ള ഏകാഗ്രതയും ഭക്തി ജ്ഞാനമൊക്കെ ഉണ്ടാവും. അപ്പോൾ ജ്ഞാനമില്ല എന്ന് വിചാരിക്കാം, എല്ലാം ഉണ്ട്, വിനയമില്ലെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ജ്ഞാനന്തപശ്ച വിനയാന്വിതം ഏവമാന്യം. അങ്ങനെയുള്ളവരെ മാനിക്കാൻ പറ്റൂ, വിനയമില്ലാത്തവനെ മാനിക്കാൻ പറ്റില്ല. എന്തുണ്ടായിട്ടും വിനയമില്ലേ അയാൾക്ക്, പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല എന്ന് തെളിയിക്കുന്ന ആളാണ് അവിടെ ആര്? ശ്രീരാമൻ. വിനയാന്വിതനായി പരശുരാമനോട് പറഞ്ഞു, അങ്ങയുടെ വെല്ലുവിളിക്കൊന്നും നേരിടാനുള്ള പ്രാപ്തി ഞാനില്ല, ഞാൻ കേവലം എന്താ അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നല്ല നിന്തിരുവടിയുടെ ചിന്തിതം. അങ്ങ് വിചാരിക്കുന്നത് ഇല്ലാതാക്കാൻ കാലൻ വിചാരിച്ചാൽ പോലും സാധിക്കില്ല. എന്നിട്ടാണോ ഇപ്പം ഞാൻ കേവലം ഒരു മനുഷ്യനായിട്ടുള്ള ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ എളിമയോടുകൂടി തന്നെയാണ് ഭഗവാൻ മറുപടി പറയുന്നത്. അങ്ങനെ എന്തായാലും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭഗവാൻ വൈഷ്ണവജാപം വാങ്ങുന്നു. എവിടേക്കാണ് താൻ കുലയേറ്റേണ്ടത് എന്ന് ചോദിക്കുക, ഏത് ലക്ഷ്യത്തെയാണ് താൻ ഭേദിക്കേണ്ടത് എന്ന് ആരോട് ചോദിക്കുന്നു? പരശുരാമനോട് ചോദിക്കുന്നു. അങ്ങനെ കാരണം രാമബാണത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് ഫലമില്ലാതെ പോകില്ല. ലക്ഷ്യം ഭേദിക്കാതെ ഒരിക്കലും, ലക്ഷ്യം ഭേദിച്ച് തിരിച്ച് തൻ്റെ ആവനാഴിയിൽ തന്നെ വരികയും ചെയ്തു. അപ്പോൾ കാണിച്ചു കൊടുക്കുന്ന വലിച്ചു നിറച്ചുടൻ നിന്നതോചിത ശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോട് രഘുപതി മോദത്തോടരുളി ചെയ്തിടണം ദയാനിതേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണ്, ഞാൻ അസ്ത്രം ചെയ്യാൻ പോകുന്നു, പക്ഷേ ആ മാർഗം ലക്ഷ്യം കൃത്യമായി നിർവഹിക്കും. എൻ്റെ മാർഗത്തിന് ഒരു തടസ്സം എൻ്റെ ശരങ്ങൾക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങ് ഏത് ലക്ഷ്യത്തിലേക്കാണ് അയക്കണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലക്ഷ്യം കാട്ടി തീരണം എന്നിട്ട് പറഞ്ഞാൽ വൈഷ്ണവ ജാപം ഇങ്ങോട്ട് വാങ്ങിയില്ലേ, അതിൽ തന്നെ പരശുരാമന് മനസ്സിലായി എന്ത്, ഇത് മറ്റൊരാളും അല്ല, ആരാണ്? സാക്ഷാത് ശ്രീരാമനാണ്. കാരണം അല്ലാത്ത ഒരാൾക്കും ഇത് വിലയേറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ലക്ഷ്യം പറയണതിന് മുമ്പ് തന്നെ ഭാർഗവരാമൻ മനസ്സിലാക്കി എന്ത്, സാക്ഷാത് ശ്രീരാമനാണ് ഈ വന്നു നിൽക്കുന്നതെന്ന്. പിന്നെ അങ്ങോട്ട് ആരെ സ്തുതിക്കുകയാണ്? ശ്രീരാമൻ. ഇതാ പരശുരാമൻ സ്തുതിക്കുന്നു. ശ്രീരാമൻ്റെ മഹത്വവും രാമമന്ത്രത്തിൻ്റെ യോഗ്യതയും പൂർണ്ണമായി നിഴലിക്കുന്ന സ്തുതിയാണ് ഏത്? ശ്രീരാമനെ പരശുരാമൻ സ്തുതിക്കുന്ന സ്തുതികൾ കുറേയുണ്ട്. ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു എന്നിങ്ങനെ. പിന്നെ തൻ്റെ അവതാര മഹത്വം അദ്ദേഹം പറയുകയാണ്. ആരുടെ? എന്തിനാണ് ഇപ്പോൾ പരശുരാമൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്? ഒരു കാര്യമുണ്ട്, അങ്ങയുടെ അവതാരത്തിന് വേണ്ടി അവതരിച്ച ആളാണ് ഞാൻ
കാർത്തവീര്യാർജുനെ വധിച്ച് ഭൂമിയിൽ ഉള്ള ക്ഷത്രിയന്മാരെ ഒക്കെ വധിച്ചു. എന്നിട്ട് ഇപ്പോഴും തിരിച്ചു പോകാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ചക്രതീർത്ഥത്തിൽ ഹിമാലയ സാനുവിലുള്ള ചക്രതീർത്ഥത്തിലിരുന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചക്രതീർത്ഥത്തിൽ ചെന്ന് എത്രയും ബാല്യകാലം, അന്ന് കുട്ടിക്കാലം മുതൽക്കേ ഞാൻ അവിടെ തപസ് ചെയ്യാണ്. അപ്പോൾ അവിടേക്ക് ആര് വന്നു? ഭഗവാൻ കൈവല്യമൂർത്തി, മോക്ഷദായകനായിട്ടുള്ള ശ്രീ മഹാവിഷ്ണു അവിടേക്ക് എഴുന്നള്ളി. എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗ്യം. എൻ്റെ മുമ്പിൽ വന്ന് ഭഗവാൻ എന്നോടായിട്ട് പറഞ്ഞു, എന്ത്? ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ, ബ്രഹ്മജ്ഞാനമുള്ള ആളാണ് പരശുരാമൻ. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. അങ്ങ് എന്ത് ചെയ്യണം? അങ്ങ് മത്തേജോയുക്തൻ. അങ്ങ് ആരാണ്? അങ്ങ് ഞാനാണ്. മനസ്സിലായോ? വേറൊരാളുമല്ല, അങ്ങ് ഞാനാണ്. എൻ്റെ ശക്തിയാണ് അങ്ങയിൽ പൂർണ്ണമായിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് അങ്ങ് ഇവിടേക്ക് വന്നിരിക്കുന്നത്? കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ. ജമദഗ്നി മഹർഷിയെ ആര് കൊന്നിട്ടുണ്ട്? അല്ല, പരശുരാമൻ്റെ അച്ഛനാണ് ജമദഗ്നി. ജമദഗ്നിയെ ആരാ കൊല്ലുന്നത്? കാർത്തവീര്യാർജുനൻ. എന്താ കാരണം? കാർത്തവീര്യാർജുനനെ ഒരിക്കൽ വനത്തിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ അങ്ങനെ സുഖസമൃദ്ധിയോടുകൂടി കഴിയാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ മഹർഷിമാർക്ക് എങ്ങനെ ഇങ്ങനെ ഒരു സമൃദ്ധി ഉണ്ടാകുന്നത് എന്ന് കാർത്തവീര്യാർജുനൻ ചോദിക്കുന്നു. അപ്പോൾ അത് കാമധേനുവിൻ്റെ അനുഗ്രഹമാണ്. മഹർഷിമാർക്ക് തലമുറയായിട്ട് കിട്ടിയുള്ളതാണെന്ത്? കാമധേനു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞപ്പോൾ കാർത്തവീര്യാർജുനൻ എന്താ പറഞ്ഞത്? അത് എന്നാൽ രാജാക്കന്മാർക്ക് വേണ്ടതാണെന്ന് പറഞ്ഞിട്ട് കാർത്തവീര്യാർജുനൻ പശുവിനെയും കൊണ്ട് പോയി. പക്ഷേ അവിടെ പരശുരാമനും കൂട്ടരും ചെന്നിട്ട് അത് മോചിപ്പിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നു. പിന്നെ കാർത്തവീര്യാർജുനൻ വന്ന് ജമദഗ്നിയെ കൊല്ലുന്നു, ആ പശുവിനെ കൊണ്ടുപോകുന്നു. അവസാനം ആരാ പോയി കാർത്തവീര്യാർജുനെ കൊല്ലുന്നത്? പരശുരാമൻ കാർത്തവീര്യാർജുനെ കൊല്ലുന്നു. കൊല്ലൽ മാത്രമല്ല, ഇനി ഒരു ക്ഷത്രിയ വംശം ഈ ഭൂമിയിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം ക്ഷത്രിയ വംശത്തെ മുഴുവൻ ഉന്മൂലനാശം ചെയ്യുന്നു. ഇതൊക്കെയാണ് പറയുന്നത്. അങ്ങ് അവതരിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്തിനാ? ആ കാർത്തവീര്യാർജുനെ കൊണ്ടുള്ള ഉപദ്രവം ലോകത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങയുടെ പിതാവിനെ കൊന്നിട്ടുള്ള ആ കാർത്തവീര്യാർജുനനെ, ഹേഹയ രാജാവിനെ പോയിട്ട് കൊല്ലുക. മാത്രവുമല്ല, ക്ഷത്രിയ വംശം 21 പരിവൃത്തി യുദ്ധത്തിൽ നിഗ്രഹിച്ച് കശ്യപന് ഈ ഭൂമിയെ ദാനം ചെയ്യുക. കശ്യപ പ്രജാപതി അല്ലേ? കശ്യപ പ്രജാപതിയുടെയും അതിഥിയുടെയും ചരിത്രമൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു. അവർ തന്നെയാണ് ദശരഥനും കൗസല്യയുമായി ജനിച്ചത്. അവർ തന്നെയാണ് വസുദേവരും. ഭഗവാൻ 3 ജന്മത്തിൽ അവർക്ക് പുത്രനായി ജനിക്കുന്നുണ്ട്. വസുദേവരും ദേവകിയുമായി ജനിക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പം അങ്ങ് എന്ത് ചെയ്യണം? ഈ ഭൂമിയിലുള്ള എല്ലാ ക്ഷത്രിയെയും രാജാക്കന്മാരെയും കൊന്ന് ഈ ഭൂമി കശ്യപന് ദാനം ചെയ്തുകൊണ്ട് അങ്ങ് ശാന്തിയെ പ്രാപിക്കാനായി തപസ് ചെയ്യൂ. അപ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ ഞാൻ അങ്ങോട്ട് അവതരിച്ച് വരുന്നുണ്ട് ഇനി കൂടെ. ആരായിട്ടാണ് വരുന്നത്? ദശരഥപുത്രനായി ശ്രീരാമനായിക്കൊണ്ട് ഞാൻ അവതരിക്കും. അന്ന് അങ്ങയുടെ ഈ ശക്തി ഉണ്ടല്ലോ, ഈ തേജസ്, ഈ ബാഹുപരാക്രമം, അത് ശ്രീരാമനായിലേക്ക് അവരോധിച്ചുകൊണ്ട് അങ്ങേക്ക് ആ പ്രളയാന്തകാലം എന്നാ പറഞ്ഞത്. അവിടെ പ്രളയാന്തകാലം പറഞ്ഞാൽ ഭൂമി ഉള്ള കാലം അങ്ങേക്കിനി ഇവിടെ അധിവസിക്കാം. അതുകൊണ്ടാണ് പരശുരാമൻ ആരായത്? ചിരഞ്ജീവിയായത്. പരശുരാമൻ ചിരഞ്ജീവിയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ അവതരിച്ച് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നടത്തും. സീതാസ്വയംവരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അങ്ങയെ കണ്ടുമുട്ടും. അങ്ങയെ കണ്ടുമുട്ടുമ്പോൾ അങ്ങ് എന്ത് ചെയ്യണം? അങ്ങയുടെ തേജസ് മുഴുവൻ ശ്രീരാമനിലേക്ക് പകർത്തി കൊടുത്ത് അങ്ങ് ഹിമാലയ സാനുവിൽ പോയി തപസ് ചെയ്തോളൂ എന്നുള്ള നിർദ്ദേശവുമായിട്ടാണ് ഇവിടുന്ന് എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതോ ശരാസനം. ഞാൻ ഈ വില്ല് അമ്പ് തന്നത് എന്തിനാറിയോ? നിനക്കത് പിടിക്കാൻ കഴിയുമോ നോക്കിയിട്ടാണ്. അത് എടുക്കാൻ ഈ വില്ല് നീ എടുത്തില്ലേ? എന്താ വൈഷ്ണവ ജാപം എടുത്തില്ലേ? ജാപം വില്ല് എടുത്തില്ലേ? ആ വില്ല് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് നീ ആരാണെന്നുള്ളത്. അതിനാണ് ഞാൻ ആദ്യമേ പരീക്ഷണാർത്ഥം എന്ത് ചെയ്തത്? ഇത് നിനക്ക് തന്നത്. നീ അത് സ്വീകരിച്ചില്ലോ, അത് നിനക്ക് മാത്രമേ സാധിക്കൂ. ഭഗവാന്റെ അവതാരങ്ങൾക്കല്ലാതെ മറ്റാർക്കും നാരായണ ശരം എന്ന് പറയുന്ന ആ വില്ലെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ട് സാധിപ്പിക്കുക. നീ നിനക്ക് കുറച്ച് കൃത്യങ്ങളൊക്കെ ഭൂമിയിൽ ചെയ്യാനുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. അതൊക്കെ തൃപ്തികരമായി കൊണ്ട് ചെയ്ത് നിന്റെ അവതാര ധർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കൂ എന്നാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? പരശുരാമൻ ഇവിടെ പറയുന്നത്. അപ്പം അതാണ്. എന്നിട്ട് പരശുരാമൻ്റെ ഒരു സ്തുതിയുണ്ട്. ഞാൻ പറഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞു, സ്തുതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരേ തത്വങ്ങളാണ്. കാരണം ഭഗവാന്റെ അപാരമായ മാഹാത്മ്യത്തെക്കുറിച്ചായിരിക്കും സ്തുതിയിലൂടെ വിസ്തരിക്കുക. അങ്ങ് വാസ്തവത്തിൽ ആരാണ്? അജ്ഞാനോത്ഭവങ്ങളാം ജന്മാദി ഷഡ്ഭാവങ്ങൾ സുജ്ഞാന സ്വരൂപനാൻ നിങ്കലില്ലല്ലോ പോറ്റി.
അങ്ങ് മനുഷ്യനായിട്ടാണ് അവിടെ അവതരിച്ചിരണം അല്ലേ, മനുഷ്യരൂപം. അപ്പം മനുഷ്യർക്ക് എന്തുണ്ട്? പരിമിതികളുണ്ട്. ഷഡ്ഭാവങ്ങളോട് കൂടിയതാണ് മനുഷ്യരും അല്ലേ. ഏതാ ഷഡ്ഭാവങ്ങൾ? ജനിക്കുക, നിലനിൽക്കുക, വളരുക, അതേപോലെ തന്നെ ക്ഷയിക്കുക, നശിക്കുക. ഈ ഷഡ്ഭാവങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ? അപ്പോൾ ജനിക്കുക, വളരുക, നിലനിൽക്കുക, മാറുക, ക്ഷയിക്കുക, നശിക്കുക, ഈ 6 ഭാവങ്ങളോട് കൂടിയതാണ് ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതെല്ലാം ഇല്ലേ. ജനിച്ച മാതിരി നിൽക്കാറുണ്ടോ? അത് മാറും, കുറച്ച് കഴിഞ്ഞാൽ വളരും, അത് കുറച്ച് കഴിഞ്ഞാൽ ശക്തി ക്ഷയിക്കും, പിന്നെ നശിക്കും. ഇതൊക്കെ മനുഷ്യൻ്റെ ഭാവങ്ങൾ, ഇതിനാണ് ഷഡ്ഭാവങ്ങൾ എന്ന് പറയാം. പക്ഷേ ഭഗവാനെ അങ്ങയ്ക്ക് ആ ഭാവമില്ലല്ലോ. അതാ പറഞ്ഞത്, അങ്ങയ്ക്ക് ഇതിൻ്റെ ഒന്നും അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാവുകയില്ല. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നിറ പോലെ നിൻ്റെ മായാവൈഭവം ചിത്രം. അപ്പോൾ നമ്മൾ സമുദ്രത്തിൻ്റെ പക്കത്ത് നിന്ന് പോയി കണ്ടാൽ വെള്ളം ഇങ്ങനെ അലയടിക്കും അല്ലേ. വെള്ളത്തിൻ്റെ കൂടെ കരയിൽ കുറേ ഭാഗം എന്ത് കയറും? നുര. ഇതെവിടെ നിന്നുണ്ടായി എന്ന് മണിക്കൂർ കണക്കിന് ആലോചിച്ചാലും വല്ല എത്തുമ്പോഴും കിട്ടാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ മായ. അതേപോലെ അഗ്നി കത്തിക്കുമ്പോൾ തീയല്ല ഉണ്ടാവുന്നുള്ളൂ, പിന്നെ എന്തുണ്ടാവുന്നുണ്ട്? പുക. ഇതെവിടെ നിന്ന് വരുന്നു? എത്ര കാലം ആലോചിച്ചാലും നമുക്ക് പിടികിട്ടില്ല. എന്താ? മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിമിതികളുണ്ട്. അപ്പം അതുകൊണ്ട് ഭഗവാനെ അങ്ങയുടെ മായയാണല്ലോ ഇതെല്ലാം. ഈ ലോകത്തുള്ള എല്ലാ പരിണാമങ്ങളും എല്ലാ സ്ഥിതിഗതികളും എല്ലാം അങ്ങയുടെ മായാവൈഭവം കൊണ്ടുണ്ടായിട്ടുള്ളതാണെന്നുള്ള കുറേ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ സൽഗുരുവരങ്ക നിന്നൻപോട് വാക്യജ്ഞാനം ഉൾക്കാമ്പിലുതച്ചിടും തൊൽപ്രസാദത്താൽ അപ്പോൾ എനിക്ക് ഗുരുവാണെന്ന് ശ്രീരാമനോട് പറയാണ്. ആര്? ഒരു ഗുരുവിനെ കിട്ടുമ്പോഴേ നമ്മൾ പൂർണ്ണരാകൂ. ഗുരോരനുഗ്രഹേനേവ പുമാൻ പൂർണ്ണപ്രശാന്തയെ. ഗുരുവിൻ്റെ അനുഗ്രഹമില്ല എങ്കിൽ ഒരാളും എന്താവില്ല? പൂർണ്ണനാകില്ല. അന്ന് ആരാ പറഞ്ഞത്? ശ്രീകൃഷ്ണൻ കുചേലനോട് പറയാം. അപ്പോൾ നമുക്കൊക്കെയും പാഠങ്ങൾ പഠിക്കണമെങ്കിൽ, ജ്ഞാനമുണ്ടാകണമെങ്കിൽ എന്തു വേണം? ഒരു ഗുരു വേണം. ആ ഗുരുവിനെ വന്നിച്ച കാര്യമൊക്കെ നല്ല ഹരിനാമ കീർത്തനത്തിൻ്റെ ഒക്കെ പറഞ്ഞു അല്ലേ. ഓങ്കാരമായ പൊരുളം ഗുശബ്ദം അന്ധകാരന്താൻ രുതൻ നിരോധകം. ഒരു ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, രു എന്ന് പറഞ്ഞാൽ നിരോധിക്കുക. അജ്ഞാനത്തെ ജ്ഞാനമാകുന്ന അഞ്ജനത്തിൻ്റെ ശലാക കൊണ്ട് മിഴിവേറ്റുന്ന ആളാണ് ആര്? ഗുരു. അപ്പോൾ ആ ഗുരുനാഥൻ്റെ, എന്നാൽ ഗുരു പോലും പൂർണ്ണനല്ല. ആണോ? നല്ല ഗോപാലേട്ടൻ്റെ കഥ പറഞ്ഞു. അമ്മയ്ക്കും കുട്ടിക്കും ഭഗവാനെ കാണാൻ സാധിച്ചു, പക്ഷേ സർവജ്ഞാനം നേടിയിട്ടുള്ള ഗുരുനാഥന് കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ഭക്തിയാണ് എല്ലാറ്റിൻ്റെയും മാനദണ്ഡമെന്ന് പറഞ്ഞു. ഭഗവാന്റെ സമീപത്ത് ഭക്തിക്കാണ് പ്രാധാന്യം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വിജ്ഞാനം നീക്കി തൊൽബോധം മമ സിദ്ധിക്കണം, എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഇങ്ങോട്ട് തരണേന്നാണ് പറഞ്ഞത്. അല്ല, ആരാ പറഞ്ഞത്? ഭാർഗവരാമൻ, പരശുരാമൻ. എന്നിട്ട് അങ്ങനെ സ്തുതിക്കും. നമസ്തേ ജഗൽപദേ, നമസ്തേ രമാപദേ, നമസ്തേ ദാശരഥേ, നമസ്തേ ദേവപദേ. ഭഗവാനെ സ്തുതിക്കുകയാണ്. എല്ലാറ്റിൻ്റെയും അധിപനായിട്ടുള്ള അല്ലയോ ഭഗവാനെ, എന്നെ അനുഗ്രഹിക്കുമോ എന്ന് പറയുന്നു. സ്വർഗതിക്കായിട്ട് എന്ന സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം. അപ്പം അങ്ങൊരു ആവശ്യം പറഞ്ഞില്ല എന്നോട്. ഞാൻ ദാ ശരം എഴുതി നിൽക്കുകയാണ്, വൈഷ്ണവജാപം അല്ലേ. എവിടേക്ക് വിടണം എന്നറിയാതെ നിൽക്കുക, അതങ്ങ് പറയണം. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എനിക്ക് കാട്ടി തന്നേ പറ്റൂ എന്ന് പറഞ്ഞു ശ്രീരാമൻ അല്ലേ. എന്താ കാരണം? രാമബാണങ്ങൾക്ക് പ്രത്യസ്ത്രമില്ല എന്ന് മാത്രമല്ല, അത് ലക്ഷ്യത്തിൽ എത്താതിരിക്കുകയുമില്ല. അപ്പോൾ ഇത് എവിടെ ചെന്നിട്ട് വിടണം എന്നുള്ളത് പറഞ്ഞപ്പോൾ എന്താ പരശുരാമൻ പറഞ്ഞേ? ഞാൻ നേടിയിട്ടുള്ള എല്ലാ പുണ്യങ്ങളുടെയും നേർക്ക് അങ്ങ് അസ്ത്രം ചെയ്യൂ. അപ്പം അർത്ഥം എന്താ? പരശുരാമൻ പൂർണ്ണമായും ശ്രീരാമനിൽ ചേർന്നു അല്ലേ. എനിക്കൊരു പുണ്യമില്ല, കാരണം ഞാൻ അങ്ങയെ പരീക്ഷിക്കാൻ വന്നു, എൻ്റെ പുണ്യം അപ്പം ക്ഷയിച്ചു അല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ നേടിയിട്ടുള്ള പുണ്യത്തിലേക്ക് അങ്ങ് ശരമെയ്താലും എന്നാ പറയുന്നത്. എന്തായാലും മന്ദഹാസവും ചെയ്ത് ഭാർഗവനോട് ചെന്ന സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തോന്ന് ചിന്തിച്ചാൽ എന്നാൽ അവയെല്ലാം തന്നേ. ഇനി പറഞ്ഞ വാക്ക് മാറണ്ട, അങ്ങയുടെ പുണ്യത്തിലേക്കല്ലേ പറഞ്ഞേ. അങ്ങയുടെ പുണ്യങ്ങളൊക്കെ ക്ഷയിച്ചു. അങ്ങനെ തപസ് ചെയ്തുകൊണ്ട് മാലയത്തിൽ ഭഗവാൻ തന്ന അനുഗ്രഹവുമായി കഴിയുക എന്ന് പറയുന്നു. അപ്പോൾ ഭക്തന്മാരെ സേവിച്ചും ഭഗവാനെ സേവിച്ചും അങ്ങനെ വസിക്കുക എന്നൊക്കെ പറയുന്നു. അപ്പോൾ മൃത്യു വന്നെടുക്കുമ്പോൾ പാദാംബുജ സ്മൃതി ചിത്തെ സംഭവിപ്പാൻ അനുഗ്രഹിക്കണം. അപ്പോൾ പരശുരാമൻ പറഞ്ഞത്, എനിക്ക് മരണത്തിൻ്റെ സമയം വരുന്ന നാൾ എനിക്ക് അങ്ങയുടെ പാദങ്ങളെ സ്മരിക്കാനും കാണാനുമുള്ള ഒരു അനുഗ്രഹം തരണം. അതിനെ ഭാഗവതത്തിന് പറഞ്ഞാൽ അന്തേ നാരായണ സ്മൃതി. ഏതൊരു ജീവനും ആഗ്രഹിക്കുന്നത് അതാണ്.
അത്രയും ഭക്തി സാധനങ്ങളോടുകൂടി ഉപാസിക്കുന്ന ആളുകൾക്ക് ഭഗവാനെ കാണാൻ കഴിയാം അല്ലേ? പൂർവികരായിട്ടുള്ളവരൊക്കെ ഭഗവാനെ നേരിൽ കണ്ടിരുന്നു. എന്തുകൊണ്ട്? അവരുടെ തപോബലം അങ്ങനെയാണ്, ഏകാഗ്രത അങ്ങനെയാണ്. സ്വാമി വിവേകാനന്ദൻ്റെ അനുഭവം ജീവചരിത്രം വായിച്ചാൽ അറിയാം. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ചരിത്രങ്ങളുണ്ട് പണ്ട്. അതുകൊണ്ട് അങ്ങനെയെന്ന് അപ്പം അങ്ങയുടെ പാദങ്ങൾ കാണാനുള്ള അനുഗ്രഹം തരണം പറഞ്ഞില്ലേ? അപ്പോൾ ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ തന്നെ അതാ പറഞ്ഞതുപോലെയൊക്കെ വരും എന്ന് പറഞ്ഞ് അദ്ദേഹം മഹേന്ദ്ര പർവ്വതത്തിലേക്ക് തപസ് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരുടെ ചരിത്രം അവസാനിക്കുന്നത്? പരശുരാമചരിതം അവസാനിക്കുന്നത്. അവർ പിന്നെ അയോധ്യയിലേക്ക് യാത്ര തുടർന്നു. പ്രതിസന്ധികളൊക്കെ മാറി സന്തോഷത്തോടെ അങ്ങനെ എവിടെ എത്തി? അയോധ്യയിലെത്തി. അങ്ങനെ സീതാസമേതനായിക്കൊണ്ട് ശ്രീരാമചന്ദ്രൻ വൈകുണ്ഠത്തിൽ ലക്ഷ്മിയും വിഷ്ണുവും വസിക്കുന്നത് പോലെ വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമായണത്തിലെ ബാലകാണ്ഡം അവസാനിക്കുന്നത് അല്ലേ? എന്താണ് പറഞ്ഞത്? തന്നുടെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലെന്നേ. സീത ആരാണ്? മായാദേവിയാണ്. ശ്രീരാമൻ ആരാണ്? സാക്ഷാൽ പരബ്രഹ്മമാണ്. അദ്ദേഹത്തിന് ഈ ഷഡ്ഭാവങ്ങളൊന്നുമില്ല ഈ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ. പക്ഷേ പിന്നെ എന്താണ്? മനുഷ്യനാണ് അവതരിച്ചത്. രാവണൻ എന്തേ വരം നേടിയിട്ടുള്ളൂ? മനുഷ്യനെ എന്നെ വധിക്കാവൂ എന്നാണ് അല്ലേ? അതിന് ഭഗവാൻ എന്ത് വേണ്ടി വന്നു? മനുഷ്യരൂപം ധരിച്ചു. പക്ഷേ രാമനെ മർത്യനെന്ന് ചിന്തിക്കുന്നവർ അജ്ഞാനികളെത്രേ. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ? ആരെങ്കിലും ശ്രീരാമൻ മനുഷ്യനാണെന്ന് ചിന്തിച്ചാൽ അവരാരാണ്? അജ്ഞാനികളാണ്. ഭഗവാൻ ഒന്നും ഏശുകയുമില്ല, നഷ്ടപ്പെടുകയുമില്ല, മാറ്റങ്ങളില്ല, ഷഡ്ഭാവങ്ങളില്ല, രൂപപരിണാമങ്ങളില്ല. പക്ഷേ സീതാദേവി ആരാണ്? യോഗമായ ദേവിയാണ്, പ്രകൃതിയാണ്. പുരുഷനാണ് ശ്രീരാമൻ, പ്രകൃതിയാണ് ദേവി. പ്രകൃതി ഉൽപ്പന്നമായതാണ്. ഉൽപ്പന്നമായതൊക്കെ എന്തു ചെയ്യും? രൂപപരിണാമത്തിന് വിധേയമാകുമെന്നർത്ഥം. അങ്ങനെ ഇപ്പം ഇതിൽ പറയാൻ പോകുന്നത് മായാദേവിയോടുകൂടി ഇതാ ശ്രീരാമൻ അയോധ്യയിൽ അങ്ങനെ സുഖിച്ചു വാഴുന്നു എന്ന് പറഞ്ഞാൽ, ഇനി ശ്രീരാമൻ ഈ മായയോടുകൂടി അധിവസിക്കുമ്പോൾ നടത്താൻ പോകുന്ന മായകൾ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നൊരു സൂചനയാണ് കൊടുക്കുന്നത് അല്ലേ? ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മായാ വൈഭവങ്ങൾ നമ്മൾ അധ്യായങ്ങളിലൂടെ കാണുകയാണ്. അങ്ങനെ ബാലകാണ്ഡം കഴിഞ്ഞു. രാമായണത്തിന് എത്ര കാണ്ടുണ്ട്? ഇപ്പോഴും സംശയമാണ് നമുക്കല്ലേ? എത്ര? 7 6 ഏതൊക്കെ കാണ്ടെന്ന് ചോദിച്ചാലോ? ബാലകൻ അയോധ്യയിൽ ആരണ്യം തന്നിൽ ചെന്ന് കിഷ്കിന്ധാരാജനോട് സുന്ദരൻ യുദ്ധം ചെയ്തു. ബാലകാണ്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം. പോയില്ലൊന്നും പോയില്ലേ? ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. അങ്ങനെ 6 കാണ്ഡമാണ്. പിന്നെ ഉത്തരകാന്ഡം ഇല്ലേന്ന് ചോദിച്ചാൽ അത് അടിപൊളിയാണ് അല്ലേ? എല്ലാറ്റിൻ്റെയും ചേർത്ത് വയ്ക്കേണ്ട ഒരു അധ്യായം തന്നെ അത്രേ ഉള്ളൂ. പല വിട്ടുപോയിട്ടുള്ള പറയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ചേർത്ത ഒരു അധ്യായം. അപ്പോൾ രാമായണം 6 കാണ്ഡമാണ്. അത് എളുപ്പത്തിൽ പഠിക്കാൻ പണ്ടുള്ള കാരണന്മാരുണ്ടാക്കിയ സൂത്രവാക്യാണെന്ത്? ബാലകൻ അയോധ്യയിൽ ആരണ്യം തന്നിൽ ചെന്ന് കിഷ്കിന്ധാരാജനോട് സുന്ദരൻ യുദ്ധം ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ അയോധ്യാകാന്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെ എന്താണ്? അങ്ങനെ ഒരു കൊട്ടാരത്തിൽ അങ്ങനെ സുഖമായി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴതാ അവിടേക്ക് നാരദ മഹർഷി വരുന്നു. നാരദൻ ആരാ? നാരം ദദാതി ഇതി നാരദാണ്. ആത്മജ്ഞാനം പകർന്നു കൊടുക്കുന്ന ആളാണ് ആര്? നാരദൻ. നാരദ മഹർഷിക്ക് അറിയാത്തൊരു കാര്യമില്ല. മഹാവിഷ്ണുവിൻ്റെ പാർഷദനാണെന്ന് പറഞ്ഞു. നാരായണ നാമം ലോകം മുഴുവൻ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്ന ആളാണ് ആര്? നാരദ മഹർഷി. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നാരദ മഹർഷി എത്താത്ത സ്ഥലവുമില്ല. ഇവിടെ നാരദ മഹർഷി അയോധ്യയിലേക്ക് വരുന്നു. എന്തിനാണ് അദ്ദേഹം വന്നതെന്ന് അറിയണം അല്ലേ? താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനീയകം പൊക്കു. അയോധ്യയിലുള്ളവരെല്ലാവരും വന്നിട്ട് അപ്പം ആരെ സ്വീകരിച്ച്? നാരദന് തന്നെ ഒരു ജന്മം കഴിയേണ്ടി, ഇത്രയൊക്കെ ഭക്തി ഉള്ള പൂർണ്ണനായ നാരദന് തന്നെ ഒരു ജന്മം ദരിദ്രവാനായി ജീവിക്കേണ്ടി വന്നു. പിറ്റത്തെ ജന്മത്തിലാണ് നാരദൻ മഹാവിഷ്ണുവിൻ്റെ പാർഷദനാകുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള നാരദ മഹർഷി അവിടെ വന്നു. എല്ലാവരും കൂടി വന്ന് പൗരജനത്തോടു കൂടി വന്ന് അദ്ദേഹത്തെ എതിരേറ്റു. എന്നിട്ട് അദ്ദേഹത്തിന് ആതിഥ്യ മര്യാദകളൊക്കെ ചെയ്യുകയാണ്. വരുന്ന അതിഥിയെ നമ്മൾ വേണ്ടതുപോലെ പരിചരിക്കണം എന്നാണ് അല്ലേ? അതിഥി ദേവോ ഭവ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ,
ആചാര്യദേവോ ഭവ അതിഥി ദേവോ ഭവ. മാതാവ്, പിതാവ്, ഗുരു ഒക്കെ ആരാണ്? ഈശ്വരന്മാരാണ്. മാതാപിതാ ഗുരു ദൈവം, അല്ലേ? പഠിച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷെ ഒരാളും കൂടി ഉണ്ട്, അതാരാണ്? അതിഥി. തിഥി നോക്കാതെ നമ്മുടെ വീട്ടിൽ വരുന്ന ആളെയാണ് എന്ത് പേര് പറയുക? അതിഥി. നാളും പക്കം നോക്കാതെ വരുന്ന ആൾ. അത് വരേണ്ട ആവശ്യമില്ല. ആ അതിഥിയെ നമ്മൾ പലപ്പോഴും ഭഗവാൻ തന്നെ രൂപം മാറിയിട്ട് എന്ത് ചെയ്യും? പരീക്ഷണാർത്ഥമൊക്കെ വരും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മഹാദേവനൊക്കെ എന്തെല്ലാം രൂപങ്ങൾ ധരിച്ചിട്ടുണ്ട് പരീക്ഷണാർത്ഥം. ചണ്ടാലൻ്റെ വേഷം ധരിച്ചിട്ടുണ്ട്, നായ്ക്കളെ കൊണ്ട് നടന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ സംഭവ്യമാണ്. അപ്പോൾ അതിഥിയും ആരാണ്? ഈശ്വരനാണ്. അവിടെ വന്ന് ഭദ്രാസനം നൽകി ആദരിച്ചു. അപ്പോൾ എന്നിട്ട് അവർ തമ്മിൽ കുശലപ്രശ്നങ്ങളൊക്കെ ചെയ്തു. നാരായണൻ നളിനായതലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ. അവിടെയാണ് നമ്മുടെ എഴുത്തച്ഛനെ കാണുന്നത്, അല്ലേ? ഭഗവാന്റെ ഒരു രാമനാമം കിട്ട് കിട്ടിയാൽ പിന്നെ കോമ്പ കോർത്ത്, അതായത് മാലയായി നാരായണനെ കുറിക്കുന്ന സ്തുതികൾ അങ്ങനെ വരും. എന്തിനു വേണ്ടി? നമ്മുടെ മനസ്സിൽ ആ നാമങ്ങൾ ഉറച്ച് ഭഗവാൻ ഭക്തി ഉണ്ടായി നമുക്ക് മോക്ഷപ്രാപ്തിക്കുള്ള സഹായം, അല്ലേ? ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാക്കി പരമപുരുഷാർത്ഥമായ മോക്ഷം നൽകാനുള്ളൊരു മാർഗവും കൂടിയാണ് ഇങ്ങനെയുള്ള മാലയായിട്ടുള്ള സ്തുതികൾ. അപ്പോൾ നക്തം ദിവം ദീപാവധി കേൾക്കലും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി. അപ്പോൾ വന്നു എന്ന കാര്യം ഇപ്പോൾ ഇവിടെ ആരോടാ പറയുന്നത്? ഉമാമഹേശ്വര സംവാദമാണ്, അല്ലേ? പാർവതീദേവിയോടെ മഹാദേവൻ പറയാണ്. ഇനി രാമകഥ ഇവിടെ നിന്ന് അവസാനിക്കുന്നില്ല. ഇതാ അടുത്ത സംഭവം ഇങ്ങനെ ഉണ്ടായി എന്ന് എങ്ങനെ പറയാണ്? ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്തിയാപരമഹേശ്വരനോട് ചെന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളുകെന്നേ അരുളി ചെയ്തു. ശരി, നീ ഇനി ഉള്ള കാര്യങ്ങൾ പറയണമെന്നല്ലേ ഇപ്പം എന്നോട് പറഞ്ഞേ? എന്നതാ കേട്ടോളൂ എന്ന് പറഞ്ഞ മഹാദേവൻ രാമായണത്തിൻ്റെ അടുത്ത കഥയിലേക്ക്, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രൻ്റെ മഹത്വപൂർണ്ണമായ ജീവിതത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ആ നാരദ സംഗമം എന്തിനാണ് എന്ന് പറയാണ്. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും വാരുവീണാശോ നമസ്കരിച്ചിടിനാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം. ഒരാൾക്ക് വേണ്ടത് പരമപ്രധാനമായിട്ട് എന്താ വേണ്ടത്? വിനയം. അതില്ലേ എന്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ ശ്രീരാമൻ ഞാൻ ഇത്രയൊക്കെ മഹത്വപൂർണ്ണനായിട്ടുള്ള ആളാണെന്ന് ആരുടെ മുന്നിലും ഭാവിക്കാറില്ല. അദ്ദേഹം നാരദനെ കണ്ടു സീതാദേവിയോടുകൂടി നമസ്കരിക്കുന്നു, ആദരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അങ്ങനെ സ്ഥാനത്തിരുന്നു കൊണ്ട് മുനിവരനായിട്ടുള്ള നാരദൻ ചില കാര്യങ്ങൾ പറയുന്നു. അങ്ങിപ്പോൾ ഇവിടെ എന്തായിട്ടാണ് കഴിയാൻ പോണേ? ഇനിയിപ്പോൾ ഭാര്യയായി, അല്ലേ? ഇനി അടുത്തന്നെ ചിലപ്പോൾ മക്കളുണ്ടാവും. അപ്പോൾ കുടുംബഭാരമായിട്ട് ഗൃഹസ്ഥനായിട്ട് ജീവിക്കാൻ പോവുകയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങയുടെ അവതാര ലക്ഷ്യം സംസാരിയാകലല്ല. ഈ സംസാരി എന്ന് പറഞ്ഞാൽ എന്താ? സംസാരം തമിഴ്നാട്ടിലൊക്കെ സംസാരം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ് പറയുക, അല്ലേ? എൻ്റെ സംസാരം ഒട്ടും ശരിയല്ല എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ തമിഴ്നാട്ടിൽ പോയി പറഞ്ഞാലോ ഭാര്യ പറ്റില്ല എന്ന് പറയാം, അപ്പം കിട്ടുകടി, അല്ലേ? അപ്പോൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സംസാരം ഇവിടെ ലോക ജീവിതമാണ്. എന്താണ് സംസാരത്തിൻ്റെ പ്രത്യേകത? വിവാഹം, ഭാര്യ, പുത്രൻ, സമ്പത്ത്, ഐശ്വര്യം എന്നിങ്ങനെ കാര്യങ്ങളോട് കൂടിയിട്ടുള്ള ആ ജീവിത ചക്രം, അതാണ് സംസാരം. ഇവിടെ എന്താ പറഞ്ഞു നോക്കുക? അങ്ങിപ്പോൾ നാനാ വിഷയ സംഘം പൂണ്ട്. ഇപ്പോൾ ഭാര്യ കിട്ടി, അല്ലേ? ഇനി മറ്റു വിഷയസുഖങ്ങളൊക്കെ അങ്ങ് അനുഭവിച്ചുകൊണ്ട് ഇവിടെ മാനവന്മാരായ ഞങ്ങൾക്ക് ചിന്തിച്ചാൽ മാനസത്തോട് സംസാരികളായുള്ള ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം. ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യം അങ്ങക്ക് ഇല്ല. പക്ഷെ എന്നിരുന്നാലും പണ്ടു ഞാൻ ചെയ്ത ഒരു പുണ്യഫലോദയം കൊണ്ടു കാണുവാൻ അവകാശവും വന്നിതോ. അപ്പോൾ മായയിലകപ്പെട്ടുകൊണ്ട് ത്രിഗുണഭാവങ്ങളോടുകൂടിയ ജീവജാലങ്ങളോടുകൂടി ഒരു ജീവിതം നയിക്കുക. അതായത് ഭാര്യ, മക്കൾ, കുടുംബം, സമ്പത്ത് എന്നിവയോട് കൂടിയിട്ടുള്ള ആ ജീവിതത്തിനാണ് എന്ത് പേര് പറയാം? സംസാരി. അങ്ങിപ്പോൾ ഇവിടെ സംസാരിയായി ജീവിക്കാൻ പോവുകയാണ്. എൻ്റെ പൂർവ്വജന്മ ഭാഗ്യം കൊണ്ടാണ് എനിക്കിപ്പോൾ അങ്ങയെ കാണാൻ സാധിച്ചത് എന്ന് നാരദൻ പറയുന്നു. അതുകൊണ്ട് പക്ഷേ എന്നെ ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ആരാ അറിയോ? ആരാ? ബ്രഹ്മാവാണ്. ഒരു കാര്യം അങ്ങയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ആ കാര്യം എന്താണെന്ന് പറയുകയാണ്. എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി എന്ന് ശ്രീരാമൻ ചോദിക്കുന്നു. എന്തിനാണ് എന്നെ ഒന്നും അറിയാത്തവനെ പോലെ മോഹിപ്പിക്കുന്നത്? എല്ലാം അറിയുന്ന ആളാണ് ശ്രീരാമചന്ദ്രസ്വാമി. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ഇപ്പം അങ്ങ് വന്നതിൻ്റെ ഉദ്ദേശം? അങ്ങ് എന്തിനാണ് എൻ്റെ മുന്നിൽ ഈ മായ വേഷം കെട്ടുന്നത്?
അങ്ങ് വിഡംബന കല അവതരിപ്പിക്കുകയാണ് ഇവിടെ അല്ലേ. ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് കുന്തി ദേവി പറയുന്നുണ്ട്, എന്ത് ആ ഉരലിൽ കെട്ടിയിട്ട സമയത്ത് ഞാൻ അങ്ങേ അവിടെ വന്നിട്ടുണ്ട്. അന്ന് അങ്ങ് ആ പരിഭ്രമത്തോടുകൂടി യശോദാദേവിയെ നോക്കുന്നതും കണ്ണുകളിൽ നിന്ന് വിളുവിളുന്നതിനെ വെള്ളം വീഴ്ത്തുന്നതൊക്കെ ഞാൻ നേരി കണ്ടതാണ്. കൃഷ്ണ, ഇതൊക്കെ അങ്ങയുടെ അഭിനയമല്ലേ എന്ന് ചോദിക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ സഹിക്കാം, പക്ഷെ അങ്ങയുടെ അഭിനയം സഹിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ശ്രീരാമൻ അന്നും അറിയാത്ത ആളെ പോലെ ചോദിക്കുന്നത് എന്താണ്? അതൊരു വിഡംബനമാണ്, അഭിനയമാണ് അല്ലേ. അപ്പോൾ യോഗേശ ചൊന്നത് സത്യമത്രേ, സന്തതം ലോകാനുകാരികളായി അത്തരമുള്ള ഓരോ ഇങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർത്തേണ്ട ലഘുപതി. അപ്പോൾ എന്നെ മോഹിപ്പിക്കരുത്, മായയാവുന്ന പത്നി അങ്ങയുടെ കൂടെയുണ്ട്. സത്യം, രജസ്, തമസ് എന്നീ ത്രിഗുണങ്ങളുടെ കയറ്റിറക്കത്തിന് വ്യത്യസ്തമായിട്ടുള്ള പരിവാരങ്ങൾ അങ്ങനെ കൂടത്തിലുണ്ട് ഇല്ലേ. നമ്മുടെ ഒരു വീട്ടിൽ തന്നെ ഈ 3 ഗുണമുള്ളവരുണ്ടാവും. സാത്വികരുണ്ടാവും, രജോ ഗുണപ്രധാനികളുണ്ടാവും, സത്വഗുണം കൃത്യമായി ധർമ്മം അനുഷ്ഠിക്കുന്ന ആളുകൾ അല്ലേ. രജോ ഗുണം അവർക്ക് ഉറക്കം, അതേപോലെ ആലസ്യം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുണ്ടാവുക. അവരാണ് രജോ ഗുണങ്ങൾ. തമോ ഗുണം എന്നാൽ ദുഷ്ടതയും അധർമ്മവും ചെയ്യുന്നവരെയാണ്. ഈ 3 ഗുണങ്ങളോട് കൂടിയിട്ടുള്ളതാണ് ഈ പ്രകൃതി. ആ പ്രകൃതിയിലെ വസ്തുക്കൾ, ആ പ്രകൃതിയിലുള്ള വസ്തുക്കളെ അവിടെ കൂടിയത് ഇവിടെ അതോട് കൂടിയിട്ട് അത് എങ്ങനെ ഉണ്ടാക്കുന്നത്? യോഗമായ കൊണ്ട്. ആ യോഗമായ ദേവിയാണ് ഇവിടെ ആരായി നിൽക്കുന്നത്? അങ്ങയുടെ കൂടെ സീതാദേവിയായിട്ടുള്ളത്. ഇതൊക്കെ എനിക്കറിയാം, അങ്ങയ്ക്ക് നല്ലതുപോലെ അറിയാം. യുക്തമായിടുന്ന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നത്. വിഷ്ണുവിൻ്റെ യോഗമായേ പറഞ്ഞു അല്ലേ. എന്താ ഈ മായ? യാ മാ, മാർക്കണ്ഡേയൻ്റെ കഥ വിസ്തരിച്ച് പറഞ്ഞു. യാ മാ സാ മായ. എന്തില്ല ഉണ്ടോ, ആ ഉണ്ടെന്ന് ഭാവിച്ച് ജീവിക്കുന്നുണ്ടോ അവരൊക്കെ മായയിൽ അകപ്പെട്ടവരാണ്. വിഷ്ണോർ മായാഭഗവതിയയാ സമ്മോഹിതം ജഗത്ത്. വിഷ്ണുവിൻ്റെ ഈ മായ ലോകത്തുള്ള സർവ്വരെയും ബാധിച്ചിരിക്കുന്നു. ജ്ഞാനിനാം അഭിചേതാംസി. അറിവുള്ളവരുടെ മനസ്സിനെ പോലും എന്ത് ബാധിച്ചിട്ടുണ്ട്? മായ. അവർ ഈ പ്രപഞ്ചത്തിൻ്റെ സുഖഭോഗത്തിൽ നിന്നും മാറി ചിന്തിക്കാത്ത എന്തുകൊണ്ടാണ്? മായയ്ക്കടിമപ്പെട്ടത് കൊണ്ടാണ്. എപ്പോൾ നാം ഈശ്വരചിന്ത മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ച് ജീവിക്കാൻ പുറപ്പെടുന്നുവോ അവർ മായയ്ക്ക് വ്യഞ്ജിതരായി. എപ്പോൾ നാം ഈശ്വരനോട് അടുക്കുന്നുവോ അപ്പോൾ നാം മായാമോചിതരായി. അപ്പോൾ ജ്ഞാനികൾ മായാമോചനത്തിനാണ് ശ്രമിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഭഗവാനെ സ്തുതിക്കുന്നു, നിരവധി കാര്യങ്ങൾ പറഞ്ഞ്. അങ്ങ് ഉമാദേവിയാണെങ്കിൽ സീത നാരായണനാണ്, നീയെങ്കിൽ രമാദേവി ജാനകിയാണ്, മഹാദേവനാണ് അങ്ങയെങ്കിൽ ഉമാദേവിയാണ് സീതാദേവി, അങ്ങനെ ബ്രഹ്മാവാണ് അങ്ങയെങ്കിൽ സരസ്വതിയാണ് സീതാദേവി. അങ്ങനെ ഇവരുടെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിസ്തരിച്ച് പറയുന്നു. നമുക്ക് സമയം അധികരിച്ചിട്ടുണ്ട്, നിർത്തണം. ഇതുവരെ ഇത് നമുക്ക് വരണം. അപ്പം നാരദ സംവാദം വരെയാണ്. അപ്പം അങ്ങനെയുള്ള യാതൊന്ന് പുല്ലിംഗവാചകമായിട്ട് ഈ ലോകത്തുണ്ടോ അവിടെ സ്ത്രീലിംഗവാചകം ആരാണ്? സീതാദേവിയാണ്. അപ്പോൾ പ്രകൃതി പുരുഷ പൂർണ്ണതയോട് കൂടിയവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ മായാവൈഭവമാണ് ഈ ലോകത്തുള്ള എല്ലാവരും അതിൽ അകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം പറയാം. അവിടെ എല്ലാം പറയും. അവ്യാകൃതം എന്തെന്ന് പറയുന്നുണ്ട്. പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ തുടങ്ങിയ പ്രാണവായുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ പഞ്ചേന്ദ്രിയങ്ങളുടെ ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ നിന്നുണ്ടായി വരുന്നത് ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠമായിരിക്കണം. നിന്നിൽ നിന്നാണ് ലോകം ഉണ്ടായത്. മാർക്കണ്ഡേയൻ ശിശുവിൻ്റെ അകത്ത് ചെന്നപ്പോൾ അവിടെ എന്താ കണ്ടത്? 14 ലോകം അല്ലേ. പുറത്തു വന്നപ്പോഴോ പ്രളയജലം. ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു? അങ്ങയിൽ നിന്നല്ലാതെ. അങ്ങയിലല്ലേ മായകളൊക്കെ കിടക്കുന്നതെന്നാണ് പറഞ്ഞത്. വാസ്തവത്തിൽ ഇവിടെയുള്ള ജീവജാലങ്ങളൊക്കെ എന്താണ് അങ്ങയെക്കുറിച്ച് ചിന്തിക്കുന്നത്? അങ്ങ് മനുഷ്യനാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ അങ്ങ് ആരാണ്? സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനാണ്. അതെന്തുകൊണ്ടാണ്? രഞ്ജു കണ്ടെത്തുങ്കൽ പന്നകഭീതി പോലെ. ഇപ്പോൾ ഒരു കയറ് കാണുമ്പോൾ അത് ഭയപ്പെട്ട് പാമ്പാണെന്ന് വിചാരിച്ച് പരിഭ്രമിക്കാറുണ്ട് ഇല്ലേ. ഇരുട്ടത്ത് ചെന്ന് ഒരു വീട്ടിൽ താമസിച്ചിരുന്നു ഓണത്തിന്. അപ്പം എന്താണ് അവിടെ ഇങ്ങനെ അയാൾ 6 മാസം വീട് പൂട്ടിപ്പോയത്രേ. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇയാളെ വീട് തുറന്നകത്ത് കാണുമ്പോൾ ഭയപ്പാട് ഒരു പാമ്പ് തൂങ്ങിക്കിടക്കുന്നതായി തോന്നുകയാണ്. ചെന്ന് നോക്കി, പാമ്പ് എന്ന് പറഞ്ഞാൽ അയാൾ ഓടിപ്പോയി. ചെന്ന ആളുകളെയൊക്കെ കൊണ്ടുവന്ന ആളുകളുടെ കയ്യിൽ ലൈറ്റ് പ്രകാശം ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ എന്താ? ഓണത്തിന് കെട്ടിത്തൂക്കിയ പഴക്കൊലയുടെ കയറാണ് കിടക്കുന്നത്. പക്ഷേ ഇയാൾ പെട്ടെന്ന് പരിഭ്രമിച്ചത് എന്താ? പാമ്പെന്ന് പരിഭ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? മായയ്ക്കധീനപ്പെട്ടത് കൊണ്ട്. അപ്പോൾ തിരിച്ചറിവില്ലാതെ വരുമ്പോഴാണ് നമ്മളൊക്കെ ഭയപ്പെടുന്നത്. അപ്പോൾ അതാണ് രഞ്ജു കണ്ടെത്തിങ്കൽ പന്നകഭീതി പോലെ. കയറ് കഷ്ണം കണ്ട് പാമ്പെന്ന് വിചാരിച്ച് പരിഭ്രമിക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? മായ കൊണ്ടാണ്. അതൊക്കെ അങ്ങയുടെ മായയാണെന്ന് പറയുന്നു. അങ്ങനെ
ഇനിയിപ്പോൾ അങ്ങ് ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം പറയാണ്, രാവണനെ കൊന്ന് ഉലകത്തെ രക്ഷിപ്പാൻ വേണ്ടിയാണ്, ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങ് അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ബ്രഹ്മദേവൻ ഒരു നിർദ്ദേശം തന്നു, സത്യത്തെ രക്ഷിച്ചു കൊള്ളുകയെന്ന് എന്നോട് സത്വരം ചെന്ന് പറയുന്നൊരു ചെയ്തു. അങ്ങ് സത്യത്തിൽ നിന്നും വ്യതിചലിക്കരുത്. രാവണ നിഗ്രഹത്തിന് വേണ്ടി ഇവിടെ ജനിച്ചു, ഇനി ഭാര്യയും കുട്ടികളും മക്കളുമായിട്ട് ഇവിടെ അയോധ്യയിൽ വസിക്കാം എന്നത് സത്യലംഘനമാണ്. അതുകൊണ്ട് അങ്ങ് സത്യം ലംഘിക്കരുത്, എത്രയും വേഗം രാവണ നിഗ്രഹത്തിനുള്ള കാര്യങ്ങൾക്ക് ഒരുങ്ങണമെന്നാണ് പറയുന്നത്. അപ്പോൾ ദാ ഒക്കെ കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. അങ്ങാരാണ് ഈ കാലത്തെ നിയന്ത്രിക്കുന്നത്, അങ്ങാണ് ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് നിശ്ചയിക്കുന്നത് അങ്ങാണ്. അങ്ങനെ ഇത്രയൊക്കെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങ് ഞാൻ ബ്രഹ്മദേവൻ എന്നോട് നിയോഗിച്ച കാര്യം പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം വേഗം ദേവലോകത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെയുള്ള നാരദ രാഘവ സംവാദം ആരാണോ നേരെ ചൊവ്വയെ പഠിക്കുന്നത്, ആരാണോ അത് ഉൾക്കൊള്ളുന്നത്, അവർക്ക് ജനനമരണ ദുഃഖമായിട്ടുള്ള ഈ സംസാര ഗതിയിൽ അകപ്പെടേണ്ടി വരില്ല, അത് നാനാ യോനികളിൽ ജനിക്കേണ്ടി വരില്ല, മരിക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ഇവിടെ സമാപിക്കുന്നത്. നമുക്കും തന്നെ ഈ ഭഗവാന്റെ അപാരമായ കാരുണ്യമുണ്ടാകട്ടെ. സർവമംഗള സ്വരൂപനും ആ സർവൈശ്വര്യവതിയുമായിട്ടുള്ള ഭഗവത്പാദങ്ങളിൽ നമുക്ക് ഭക്തി ഉണ്ടാകട്ടെ. അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യാം ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജാനകീ